أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا همة الشيخ اضري لنا بهذا المحضر ولتأتي فيه بنظرة تأتي لنا بالظفر. اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. കഴിഞ്ഞ ബുഗിയത്തുൽ മുസ്തഫീദിൻ്റെ ദർസിൽ നമ്മൾ നോക്കിയിരുന്നത് സൂഫിയാക്കന്മാരുടെ ആരിഫീങ്ങളുടെ ജിത്തിഹാദിനെ കുറിച്ചൊക്കെ പറയുന്ന ഭാഗമാണ്. അതായത് എങ്ങനെയാണ് ആരിഫീങ്ങൾ മുജ്തഹിദുകളായ പണ്ഡിതന്മാർ ശരീഅത്തിൻ്റെ ഖുർആനും സുന്നത്തും വെച്ച് എങ്ങനെയാണോ നിയമങ്ങൾ ബാഹ്യമായ നിയമങ്ങൾ കണ്ടെത്തുന്നത്, അതുപോലെ തന്നെ ആന്തരികമായ നിയമങ്ങൾ, ആത്മീയമായ യാത്രക്കാവശ്യമായ നിബന്ധനകൾ, ഇതെല്ലാം തന്നെ ത്വരീഖത്തിൻ്റെ മുജ്തഹിദുകളായ ഉന്നതരായ ആരിഫീങ്ങൾ കണ്ടെത്തും. അപ്പോൾ ആ കണ്ടെത്തിയ ആ നിയമങ്ങൾക്ക് വിധേയപ്പെടുക എന്ന് പറയുന്നത് ശരീഅത്തിന് വിധേയപ്പെടുന്നതിൻ്റെ ഭാഗമാണ് എന്നൊക്കെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത്. അതിൻ്റെ തുടർ ഭാഗം തന്നെയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഫരീഖാനി എന്ന് പറഞ്ഞാൽ ഇവിടെ ഫരീഖാനി എന്ന് പറയുമ്പോൾ രണ്ട് കൂട്ടത്തിനെ പറ്റി പറയുന്നുണ്ടല്ലോ. ഒരു കൂട്ടം ബാഹ്യമായ അറിവിൽ ഉന്നതമായ അവസ്ഥ എത്തിച്ച് അതിൽ ജിത്തിഹാദിനെ കൈവത്തിച്ച ഇമാമിയങ്ങളെ പറ്റിയാണ്. രണ്ടാമത്തെ കൂട്ടം അവർ അള്ളാഹുവിൻ്റെ മാരിഫത്തിലും ഹൃദയത്തിനെ ശുദ്ധീകരിക്കുന്ന ശാസ്ത്രത്തിലും ഉന്നതമായ അവസ്ഥയിലെത്തി അവരും ആന്തരികമായ ഇൽമിൻ്റെ വിഷയത്തിൽ ഖുർആനിലും സുന്നത്തിലും ജിത്തിഹാദിൻ്റെ പദവി എത്തിച്ചവരാണ്. ഈ രണ്ട് വിഭാഗവും ലാ മഹാലത്ത സംശയമല്ല യഅ്തരിഫാന മിൻ ഐനിൻ വാഹിദിൻ. അവർ രണ്ട് പേരും അവരുടെ അറിവ് എടുക്കുന്നത് ഒരേ സ്രോതസ്സിൽ നിന്നാണെന്ന കാര്യത്തിൽ സംശയമല്ല. വകമാ അന്നഹു ഇതുപോലെ കമാ അന്നഹു ലാ യഖ്റുജു ഷൈഉൻ മിൻ ഉലൂമിൽ ഉലമാ അല്ലാഹിർ. ഏതുപോലെയാണത് ലാഹിറായ ഉലമാക്കളുടെ ഇൽമ് പുറത്ത് കിടക്കൂല, ശരീഅത്തിൽ നിന്ന് പുറത്ത് കിടക്കൂല എന്ന് പറയുന്നത് പോലെയാണ്. ഫകദാലിക ലാ യഖ്റുജു മിൻ ഉലൂമിൽ ഉലമാ അൽ ബാത്തിൻ. ബാത്തിനിയായ ഇൽമിൻ്റെ പണ്ഡിതന്മാരും അൻഹ അതിൽ നിന്ന് പുറത്ത് കിടക്കൂല. അപ്പോൾ നമ്മൾ മുജ്തഹിദുകളായ ഇമാമിങ്ങളെ ഷാഫി ഇമാമിൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുമ്പോൾ, മാലിക് ഇമാമിൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുമ്പോൾ അത് ഓരോരുടെ അഭിപ്രായമല്ലേ, അതിപ്പോൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമല്ലോ. അങ്ങനെ ചോദിക്കുന്നവരോട് നമ്മൾ എന്താ പറയുക? അവരുടെ അഭിപ്രായങ്ങൾ അവർ കിതാബും സുന്നത്തും അനുസരിച്ച് ജിത്തിഹാദ് ചെയ്ത് കണ്ടെത്തിയതാണ്. ഒരിക്കലും അത് ശരീഅത്തിൻ്റെ പരിധിക്കപ്പുറത്തേക്ക് കടക്കൂല. അതുപോലെ തന്നെയാണ് ആന്തരികമായ വിജ്ഞാനത്തിൻ്റെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ അവസ്ഥ. അതുപോലെ ഉദാഹരണത്തിന് സയ്യിദ്നാ ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു ത്വരീഖത്തിൽ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അബുൽ ഹസൻ ഷാദുലി തങ്ങളോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങളോ ഒക്കെ അവരുടെ ത്വരീഖത്തുകളിൽ എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഷർത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഇന്നത് സുന്നത്താണ്, ഇന്നത് ഒഴിവാക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതൊക്കെ തന്നെ ശരീഅത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ളത് തന്നെയാണ്. അവർ പറഞ്ഞതാണ്, അത് വ്യക്തികളുടെ അഭിപ്രായമാണ്, അതുകൊണ്ട് അത് ശരീഅത്തിലുള്ളതല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അവരൊക്കെ ഇതിൽ ജിത്തിഹാദ് എത്തിച്ച പണ്ഡിതന്മാരാണ്, ജിത്തിഹാദിൻ്റെ പദവി എത്തിച്ച പണ്ഡിതന്മാരാണ്. ഖാല ഫിൽ മുഖദ്ദമത്തിൽ തബഖാത്ത്. ബഹുമാനപ്പെട്ട ഷാറാൻ ഇമാമിൻ്റെ തബഖാത്ത് എന്ന കിതാബ്, തബഖാത്ത് സൂഫിയ എന്നാണ് കിതാബ് തന്നെ ആയിരിക്കും എൻ്റെ പേര്, ഫുൾ നെയിം. അതിൻ്റെ മുഖദ്ദിമയിൽ, അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട്, വകൈഫ തഖ്റുജു ഉലൂമുഹും, എങ്ങനെയാണ് അവരുടെ അറിവ് പുറത്ത് കിടക്കുക, ഐ അഹ്ലിൽ ബാത്തിൻ, ഈ ബാത്തിനിയായ ഉലമാക്കളുടെ അറിവ് എങ്ങനെയാണ് പുറത്ത് കിടക്കുക, ശരീഅത്തിൽ നിന്ന് എങ്ങനെയാണ് ഈ പണ്ഡിതന്മാരായ ഇമാമിയങ്ങളായ തസൗഫിൻ്റെ ഇമാമിയങ്ങൾ എങ്ങനെയാണ് പുറത്ത് കിടക്കുക. ഹിയ വസ്ലത്തുഹും ഇലല്ലാഹി തആല, എങ്ങനെ അവർക്ക് പുറത്തെടുക്കാൻ പറ്റും? ഹിയ വസ്ലത്തുഹും,
ഇലല്ലാഹി താല, അള്ളാഹുവുമായിട്ടുള്ള അവരുടെ ബന്ധം യഥാർത്ഥത്തിൽ ആ ശരീഅത്തല്ലേ? എങ്ങനെയാണ് നമ്മളൊരു പിന്നെ ഒരു അഹമ്മദ് തിജാൻ തങ്ങൾ ത്വരീഖത്തിന് നിയമം പറഞ്ഞാൽ അത് ശരീഅത്തിന് വിരുദ്ധമാണെന്ന് എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും? കാരണം അവരുടെ അള്ളാഹുമായിട്ടുള്ള ബന്ധം തന്നെ ശരീഅത്താണ്. ഫീക്കുല്ലി ലഹദത്തിന് ഓരോ നിമിഷവും അവർ ശരീഅത്തിലായിട്ടാണ് അള്ളാഹുമായിട്ട് ബന്ധപ്പെടുന്നത്. അള്ളാഹുമായിട്ടുള്ള ബന്ധപ്പെടാനുള്ള രൂപരേഖ കാണിച്ചു തരുന്നതാണ് ശരീഅത്ത്. ഒരാൾ മാരിഫത്തിലും ഹഖീഖത്തിലൊക്കെ എത്തിച്ചേർന്നു, പിന്നെ അവൻ ശരീഅത്ത് പാലിക്കുന്ന ഏതുപോലെയാണ്? അള്ളാഹുവിൻ്റെ മാരിഫത്തിനും മഹബത്തിനും അവനെ പ്രേരിപ്പിക്കുന്ന, അതിൽ മുഴുകാൻ എങ്ങനെയാണ് മുഴുകേണ്ടതെന്ന് അവന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു രൂപരേഖയാണ് യഥാർത്ഥത്തിൽ ശരീഅത്ത്. അതില്ലാതെ എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുക? എനിക്കൊരാൾ ഇഷ്ടമാണ്. അപ്പോൾ ഇഷ്ടമുള്ള ആളടുത്തേക്ക് ആളോട് ഇഷ്ടം എങ്ങനെ ഞാൻ പ്രകടിപ്പിക്കും? ചിലപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടായിരിക്കും, ചിലപ്പോൾ അദ്ദേഹത്തിന് ഹിദ്മത്ത് ചെയ്തിട്ടായിരിക്കും, ചിലപ്പോൾ അദ്ദേഹത്തിനോട് കത്ത് എഴുതിയിട്ടായിരിക്കും, ചിലപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാധ്യമങ്ങൾ ഉപയോഗിച്ചും പല കാര്യങ്ങളും ചെയ്തുകൊണ്ടല്ലേ ഞാൻ ഇഷ്ടം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെയല്ലേ അദ്ദേഹത്തെ ഞാൻ കൂടുതൽ അറിയുന്നത്. അതുപോലെ അള്ളാഹുവിലേക്കും അള്ളാഹിനെ അറിഞ്ഞ ആരിഫീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ്, അതിൻ്റെ ആ ബന്ധത്തിൻ്റെ രൂപരേഖയാണ് യഥാർത്ഥത്തിൽ ശരീഅത്ത്. എങ്ങനെ അവർക്ക് അതിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റും? അവർ ഓരോ നിമിഷവും ആ അള്ളാഹുവുമായി ബന്ധിപ്പിക്കുന്ന രൂപരേഖ പരിശുദ്ധമായ ശരീഅത്താണ്. ഫഖദ് ബാനലക്ക, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ടുണ്ട്, അന്നൽ ഇൽമൽ ബാത്തിനിയായ ആന്തരികമായ അറിവെന്ന് പറയുന്നത് ദുബദത്ത് ഇൽമുല്ലാഹിർ, ബാഹ്യമായ ഇൽമിൻ്റെ സത്തയാണ് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതായത് ബാഹ്യമായ ഇൽമിൻ്റെ ശരീഅത്തിൻ്റെ സത്ത അകക്കാമ്പാണ് യഥാർത്ഥത്തിൽ ബാത്തിനിയായ ഇൽമെന്ന് പറയുന്നത്. നതീജത്തു അമല് ബിഹി, ആ ബാഹ്യമായ ഇൽമിനെ അനുസരിച്ച് അമല് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഫലമാണ്, ഫ്രൂട്ടാണ് യഥാർത്ഥത്തിൽ ഈ ആന്തരികമായ ഇൽമ്. അലാ വജിഹിൽ അക്മലി മിൻ ഇഖാഇഹി, എങ്ങനെയാണ് അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഫലം നമുക്ക് ലഭിക്കുക? അത് പരിപൂർണാർത്ഥത്തിൽ, അതിൻ്റെ പരിപൂർണതയിൽ നമ്മളത് പ്രവർത്തിയിൽ കൊണ്ടുവരുമ്പോൾ ഐറ മഷൂബിൻ ബിൽ ഹുദൂദി വൽ ഇലൽ, താല്പര്യങ്ങളുടെ ഒന്നും, ഇത് നമ്മളുടെ ദുനിയാവിൻ്റെയോ ആഖിറത്തിൻ്റെയോ ഒരു താല്പര്യങ്ങളിൽ മുഴുകാതെ നമ്മളത് കൊണ്ടുനടക്കുമ്പോൾ, അപ്പോൾ നമ്മൾ ആന്തരികമായ ഇൽമിൽ നിന്നുള്ള ഒരു ഭാഗം നമുക്ക് കിട്ടിയപ്പോഴാണ് അത് ആ ഒരു ആന്തരികമായ ഇൽമിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്, ബാഹ്യമായ ശരീഅത്തിൻ്റെ രൂപരേഖ നമ്മൾ കൊണ്ടെടുക്കുന്നത് നമ്മളൊരു താല്പര്യം കൊണ്ടാവരുത്. നമുക്കവിടെ അള്ളാഹിനനുസരിക്കാൻ, ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹു പറഞ്ഞത് കേൾക്കാൻ പ്രത്യേകമായ ദുനിയാവിൻ്റെയോ ആഖിറത്തിൻ്റെയോ ഒരു ആവശ്യം ഉണ്ടാകരുത്. അതില്ലാതെ തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റണം. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ആ ഒരു ബാഹ്യമായ ഇൽമിൻ്റെ സത്ത രുചിക്കുന്നത്, അതിൻ്റെ ഫലങ്ങൾ നമുക്ക് കൊയ്യാൻ സാധിക്കുന്നത്. വലിഹാദ, ഈ കാരണം കൊണ്ടാണ് ഖാല ഇമാമു ത്വായിഫത്തി, സൂഫികളുടെ ഇമാമ് പറഞ്ഞത്, അൽ ജുനൈദ് റളിയല്ലാഹു അൻഹു. ആരാണ് സൂഫികളുടെ ഇമാമ്? അൽ ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹു അൻഹു. ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്, ഇൽമുന ഹാദ, ഈ അറിവുണ്ടല്ലോ, നമ്മളിപ്പോഴുള്ള ഈ അറിവ്, തസവുഫിൻ്റെ ത്വരീഖത്തിൻ്റെ ഒക്കെ അറിവ്, മുശയ്യിദുൻ ബി കിതാബി വസുന്ന, അത് ശക്തമായി അടിത്തറ പാകപ്പെട്ടതാണ്. എന്തിൻ്റെ മുകളിൽ? ബിൽ കിതാബി വസുന്ന, കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും അടിത്തറയിൽ. നമ്മളെ ഇൽമ് അത് കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും പുറത്തുള്ള ഇൽമല്ല, ഇത് കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും അടിത്തറ പാകപ്പെട്ട, അതിൻ്റെ മുകളിൽ പടുത്തുയർത്തപ്പെട്ട ഒരു ഇൽമാണ്. റദ്ദൻ അലാമൻ തവഹമ ഹുറൂജഹു അൻഹുമ, ഈ കിതാബിൻ്റെയും സുന്നത്തിൽ നിന്നും പുറത്തു പോയതാണ് ഈ ഇൽമ് എന്ന് പറയുന്നവർക്കുള്ളൊരു മറുപടി കൂടിയാണിത്. ഇപ്പോൾ നമ്മൾ കാലഘട്ടത്തിലൊക്കെ കുറേ ആളുകളുണ്ട്, തസവുഫ് എന്ന് പറയുന്നത്, സൂഫിസം എന്ന് പറയുന്ന പൊതുവായൊരു സാധനം, മതങ്ങളിൽ നിന്നൊക്കെ പുറത്തു പോയി, പിന്നെ മതങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ അപ്പുറത്ത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന, എല്ലാത്തിനെയും ഒരുമിച്ച് കൂട്ടുന്ന പ്രത്യേകമായ പ്രത്യയശാസ്ത്രമൊന്നും ഇല്ലാതെ ആർക്കും എങ്ങനെയും സ്വീകരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു സർവ്വമത സത്യവാദമാണ് യഥാർത്ഥത്തിൽ സൂഫിസം എന്ന് പറയുന്ന, അതാണ് ഔലിയാക്കന്മാരെ മാർഗം എന്ന് പറയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്.
അവർക്കുള്ള മറുപടിയാണ് ഈ മേഖലയിലെ ഇമാമായ സയ്യിദു തായിഫത്ത് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞ ഈ വാക്യം, നമ്മുടെ ഈ ഇൽമുണ്ടല്ലോ അത് നിങ്ങൾക്ക് പുറത്ത് ഈ ഖുറാനിലും സുന്നത്തിൻ്റെയും പുറത്ത് കാണാൻ പറ്റുന്നതല്ല. ഖുറാൻ്റെ പുറത്ത് സുന്നത്തിൻ്റെയും പുറത്ത് നിങ്ങൾ എന്തെങ്കിലും സൂഫിസം കാണുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സൂഫിസല്ല. വമാന കൗനിഹി മുഷയ്യദൻ, ഇവിടെ മുഷയ്യദൻ അടിത്തറപ്പാക്കപ്പെട്ടത്, ശക്തമായ അടിത്തറ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല കിതാബ് സുന്ന, കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും മേൽ ശക്തമായ അടിത്തറ പാകപ്പെട്ടത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നഹു നതീജത അൻ അമലി ബിഹിമ, അത് ഖുറാനും സുന്നത്തിനെയും മുകളിൽ അമല് ചെയ്തതുകൊണ്ട് കിട്ടുന്ന ഒരു ഫലമാണ് എന്ന കാരണം കൊണ്ടാണ്. ഖുറാനും സുന്നത്തും നമ്മളെങ്ങനെ പ്രാവർത്തികമാക്കുന്നു അതിനെക്കൊണ്ട് കിട്ടുന്ന ഫലമാണ് യഥാർത്ഥത്തിൽ ഈ തസവുഫ് ഇൽമുൽ ബാത്തിൻ. കാലുഹു ഷെയ്ഖ് മുഹീദ്ദീൻ റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് മുഹീദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, ഇത് പറഞ്ഞ ഈ മുഷയ്യദൻ എന്ന് പറഞ്ഞ കിതാബിൻ്റെയും സുന്നത്തിനെ അനുസരിച്ച് അമൽ ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന ഫലമാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അത് പറഞ്ഞത് ഷെയ്ഖ് മുഹീദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു തങ്ങളാണ്. സുമ്മക്കാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അബിദാലിക്ക, എന്തുകൊണ്ടാണത്? അബിദാലിക്ക യുഫറഖു ബൈനഹു വബൈന ഇളഹറുൽ അർബാബിൻ നവാമീസൽ ഹഖമിയ്യ. എന്തിനാണ് അങ്ങനെ പറഞ്ഞത് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ? അത് നമ്മളെയും ലാഹിറായ തത്വചിന്തകളിൽ മുഴുകുന്ന ആളുകളുടെ അറിവിനെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പം അങ്ങനെ ഉണ്ടാവില്ല, ഒരുപാട് തത്വചിന്തകളിൽ പുസ്തക വായനയിലൊക്കെ അങ്ങനെ മുഴുകി ഈ ത്വരീഖത്തൊന്നും സ്വീകരിക്കാതെ അള്ളാൻ്റെ ഔലിയാമുക്കന്മാരെ വഴിയും അദബുകളും ഒന്നും പാലിക്കാതെ വെറുതെ അങ്ങനെ ചിന്തയിൽ മുഴുകി അവർക്കൊരുപാട് ചിന്തയിൽ കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ ചിന്തയിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ സൂഫിസമാണ്. അതൊക്കെയാണ് നമ്മളെ ഇസ്ലാമിലും ത്വരീഖത്തിലൂടെയൊക്കെ സഞ്ചരിച്ചാൽ നമുക്ക് കിട്ടുക എന്നാരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതല്ല കേട്ടോ എന്ന് പറയാൻ അതിനെ വേർതിരിച്ചതാണ് ഇവിടെ ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഇബ്നു അറബി തങ്ങൾ പറയണം. വഖാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹാദാ ലാ യഅരിഫുഹു ഇല്ലാ അസ്ഹാബു ദൗഖ്, ഈ ഒരു കാര്യം ആർക്കും അറിയാൻ സാധിക്കൂല ഇല്ലാ അസ്ഹാബു ദൗഖ്, ഇത് ആത്മീയമായി രുചിച്ചവർക്കല്ലാതെ, അതിൻ്റെ ആളുകൾക്കല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആസ്വദിക്കാൻ സാധിക്കൂല. ഇതിന് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ സാധനം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു തത്വചിന്തകൻ ഒരു കാര്യം പറയുന്നതും ഒരു വലിയൊരു കാര്യം പറയുന്നതും നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരേപോലെയൊക്കെ തോന്നിപ്പോവും. പ്ലാറ്റോവും അരിസ്റ്റോട്ടിലും അതുപോലുള്ള തത്വചിന്തകന്മാരൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതും നമ്മളെ ഔലിയാക്കന്മാർ ആരിഫ്യങ്ങൾ പറഞ്ഞു നോക്കുമ്പോൾ, ബാഹ്യമായി നോക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ ഒരേപോലെയാണെന്ന് തോന്നിപ്പോവും. പക്ഷെ രണ്ടും ഒരുപോലെയല്ല. അത് ആത്മീയമായ രുചിയുള്ളവർക്ക് മനസ്സിലാവുള്ളൂ ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ മുഷയ്യിദുൻ എന്ന വാക്ക് ഉപയോഗിച്ചതിൻ്റെ കാരണം അതിനെ വേർതിരിക്കാൻ വേണ്ടിയാണ് ഈ രണ്ട് വിഭാഗത്തിൽ നിന്ന്. അപ്പോൾ അറബി ഇബ്നു സായി തങ്ങൾ പറയാണ്, വഫി താബീർ ഇമാം തായിഫ് റളിയല്ലാഹു അൻഹു ബിൽ മുഷയ്യദിൻ, ഇവിടെ മുഷയ്യദ് എന്ന വാക്ക് ഉപയോഗിക്കാൻ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ഉപയോഗിക്കാൻ കാരണം ഇഷാറത്തുൻ ഇലാ ഇനാഫത്തി ഖദ്രി അൽമിൽ ബാത്തിൻ, അത് ബാത്തിനിയായ ഇൽമിൻ്റെ അഹലുകാരുടെ വലിയ മഹത്വത്തെ കാണിക്കാനുള്ള സൂചന കൂടിയായിട്ടാണ്. വഷറഫി ദറജത്തി, അവരുടെ പദവികളുടെ മഹത്വം കാണിക്കാനും വേണ്ടിയാണ്. മിൻ ഹൈസു ഇന്നഹു ലുബ്ബു ശരിയ, എങ്ങനെയാണ് അദ്ദേഹം അത് പറഞ്ഞത്? അത് ഈ ബാത്തിനിയായ ഇൽമെന്ന് പറയുന്നത് ശരീഅത്തിൻ്റെ ആന്തരികമായ സത്തയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇൽമുനാ ഹാദാ മുഷയ്യദുൻ ബിൽ കിതാബി വസുന്ന, നമ്മുടെ ഈ ഇൽമ് കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും ശക്തമായ അടിത്തറ ഭാഗപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ, അടിത്തറ ഉണ്ടാവും, അതിൻ്റെ മുകളിൽ എന്തുണ്ടാവും? കെട്ടിടങ്ങളുണ്ടാവും, അതിൻ്റെ മുകളിൽ റൂഫ് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഈ അടിത്തറൻ്റെ മുകളിൽ പണിയപ്പെട്ടതാണെന്ന് പറയുമ്പോൾ ഇത് അതിനേക്കാൾ ഉന്നതമായ ഒന്നാണ്. ഇത് ശരീഅത്തിൻ്റെ തന്നെ സത്തയാണ്, അതിൻ്റെ അകക്കാമ്പാണ്, വസുബുദഹ, അതിൻ്റെ തന്നെ സത്തയാണ് എന്നാണ് ഈ പറഞ്ഞതുകൊണ്ട് സാരമാക്കുന്നത്. വഖദ് ദക്കറ ഫി യവാഖീത്ത് മാ യഹ്ഷദു ലഹു വനസുഹു, അതുപോലെ തന്നെ യവാഖീത്തുൽ ജവാഹിറിൽ ബഹുമാനപ്പെട്ട
ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, വഖദ് റഅയ്ത ഫീ കുതുബിർ റിയായത്തിൻ്റെ കിതാബിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഷെയ്ഖ് ഇസുദ്ദീൻ അബ്ദുസ്സലാം പറയുന്നതായിട്ട്, സുൽത്താനുൽ ഉലമാ ഫി മിസ്രി ഫി അസ്രിഹി. അദ്ദേഹം ഇസുദ്ദീൻ അബ്ദുസ്സലാം എന്ന് പറഞ്ഞാൽ മിസ്റിലെ ആ കാലഘട്ടത്തിലെ സുൽത്താനുൽ ഉലമ ആയിട്ടുള്ള ആളാണ്. സുൽത്താനുൽ ഉലമ ഇസുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, കുല്ലു നാസിൻ ഖഅദു അല റസൂമി ശരിയ. എല്ലാ മനുഷ്യന്മാരും അവർ ഇരിപ്പിടമുറപ്പിച്ചിട്ടുള്ളത് ഖഅദു റസൂമു ശരിയ, ശരീഅത്തിൻ്റെ ബാഹ്യമായ രൂപങ്ങളിലാണ്, അതിൻ്റെ ആകൃതികളിലും അതിൻ്റെ ചിത്രങ്ങളിലുമാണ്. വഖഅദ സൂഫിയ്യത്തു, എന്നാൽ സൂഫിയക്കന്മാർ അവരുടെ ഇരിപ്പിടം ഉറപ്പിച്ചിട്ടുള്ളത് എവിടെയാണ്? അല ഖവായിദിഹ, അതിൻ്റെ അടിത്തറയിലാണ്. അല്ലതി ലാ തുസൽസൽ, അതൊരിക്കലും ഇളക്കാൻ പറ്റില്ല. അപ്പോൾ ആരിഫീങ്ങളായ ആളുകൾ, മഹത്തുക്കൾ, അവരുടെ ശരീരത്തിന് അവർ അതിൻ്റെ അടിത്തറയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇളക്കാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ട് തന്നെ ബാഹ്യമായ ഇൽമിൻ്റെ ലോകത്ത്, ശരീഅത്തിൻ്റെ ലോകത്ത് ഹദീസിൻ്റെയും തഫ്സീറിൻ്റെയും ഒക്കെ ബാഹ്യമായ ഇൽമിങ്ങനെ മാത്രം പഠിച്ച് സൂഫിയാക്കന്മാരെ ത്വരീഖത്ത് സ്വീകരിക്കുന്നില്ല, ബയ്യത്ത് ചെയ്യുന്നില്ല, ദിക്ർ ചൊല്ലുന്നില്ല, അതൊന്നുമില്ല. ഇതിൽ മാത്രം ദിക്ർ ഇബാദത്ത് മാത്രം ചൊല്ലി നടക്കുന്ന ആൾക്കാരാണെന്ന് കരുതുക. അവരെത്രത്തോളം അവർക്കതിൽ ഈമാൻ ഉണ്ടായാലും ആ ഈമാനിനെ ഇളക്കം തട്ടിക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കും, അതിനെ എതിർക്കുന്നവർക്ക് സാധിക്കും. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഇതൊക്കെ പറഞ്ഞ് വസ്വാസം ഉണ്ടാക്കാനും, ബാഹ്യമായിട്ട് കാണിച്ചിട്ടില്ല, ഉള്ളിൽ അതുപോലെ ഇത് ശരിയല്ലേ, ഇതിലെന്തോ പ്രശ്നമുണ്ടോ എന്ന് തോന്നുന്ന അവസ്ഥ അവർക്ക് ഉണ്ടായിത്തീരും. അതേസമയം സൂഫിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം, സൂഫിയാക്കന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് ആരിഫീങ്ങളായ അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യുന്ന മാർഗം സ്വീകരിച്ച ഉന്നതമായ മഹത്തുക്കൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്തുള്ള മുഴുവൻ, അവരല്ലാത്ത ബാക്കിയുള്ളവർ മുഴുവൻ കാഫിരീങ്ങളാണെങ്കിലും, അവരല്ലാത്ത ബാക്കിയുള്ളവർ മുഴുവൻ അവരെ എതിർക്കുന്നവരാണെങ്കിലും, ആഖിറം ഇല്ല എന്ന് പറയുന്നവരാണെങ്കിലും, അള്ളാഹുവും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല എന്ന് പറയുന്നവരാണെങ്കിലും, അവർ നിഷേധിക്കുന്നവരാണെങ്കിലും, അവരെ ഈമാനിനെ ഒരു തുള്ളി പോലും, ഒരു തരി പോലും ഇളക്കം തട്ടിക്കാൻ അവർക്കാർക്കും സാധിക്കില്ല. കാരണം അവരുടെ അടിത്തറ വളരെ സ്ട്രോങ് ആണ്. കാരണം അവർ നേരെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അള്ളാഹുവിനെയും അവരുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്ഥാപിച്ചത്. മാത്രമല്ല അവർക്ക് ലഭിച്ച ഇൽമിനനുസരിച്ച് അമൽ ചെയ്യുന്നവരും അതിൽ ഉറച്ചു നിൽക്കുന്നവരും ആ മഹബ്ബത്തിൽ മാരിഫത്തിലായി യാത്ര ചെയ്യുന്നവരാണ്. അവരതിൽ നിന്ന് ഇളക്കം തട്ടിക്കാൻ ആർക്കും സാധിക്കില്ല. ഇത് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇസുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു തങ്ങളാണ്. സുമ്മ ഖാല ഫി യവാഖീത്ത്, പിന്നെ യവാഖത്തിൽ ജവാഹിറിൽ പിന്നെ പറയുന്നുണ്ട്, ബാദഹു വഖദ് ബലഅന അന്നഹു, അതായത് നമുക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്, ഷെയ്ഖ് ഇസുദ്ദീൻ അബ്ദുസ്സലാം തങ്ങളിൽ നിന്ന്. അതായത് ഇസുദ്ദീൻ അബ്ദുസ്സലാം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ബാഹ്യമായ ഉലമാക്കളിൽ തന്നെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന് അന്ന് ആ കാലത്ത് വിളിച്ചിരുന്ന സുൽത്താനുൽ ഉലമ എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം പിന്നെ ബാഹ്യമായ ഫുഖഹാക്കളുടെയിൽ, മുഹദ്ദിസീങ്ങളുടെ ഇടയിലൊക്കെ ഏറ്റവും പ്രശസ്തി ആർജിച്ച അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതനാണ്. അപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞൊരു വാക്ക് നമുക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഖാൻ യക്കൂല ഖബ്ല ദാലിക്, അതായത് തസവുഫിൻ്റെ ലോകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, ഒരു ശൈഖിനെ ബയ്യത്ത് ചെയ്യുന്നതിന് മുമ്പ്, ത്വരീഖത്തിലൂടെ യാത്ര ചെയ്യുന്നതിനൊക്കെ മുമ്പ് അദ്ദേഹം ഇതൊന്നും ഇല്ലാതെ തന്നെ വെറും അറിവ് മാത്രം പഠിച്ച് അതിലിങ്ങനെ മാഹിറായി നടക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞത്, വഹൽ സമ്മ ത്വരീഖലി ശരീഅത്തി, ശരീഅത്തിൽ വേറെന്തെങ്കിലും മാർഗമുണ്ടോ? ഐറുമാ ബി ഐദീന മിനൻ നുഖൂൽ, നമ്മളടുത്തുള്ള ഈ ഒരു തെളിവുകളുടെയും ബാഹ്യമായ അറിവുകളുടെയും മാർഗമല്ലാത്ത വേറെന്തെങ്കിലും മാർഗം ശരീഅത്തിനുണ്ടോ? ഇല്ല. ഒരു നിഷേധത്തോടു കൂടിയുള്ള ചോദ്യമാണ്. എന്തുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ ഒരു ലോകമല്ലാതെ, ഞാനിപ്പോൾ ദർസെന്നൊക്കെ പഠിച്ച ഈ സാധനമല്ലാതെ, നമ്മളിപ്പോൾ പള്ളി ദർസിലൊക്കെ ഓതി പഠിക്കുന്ന കാര്യമുണ്ടല്ലോ, അതല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അതുണ്ടാവില്ല. സുമ്മയക്കൂൽ, അദ്ദേഹം എങ്ങനെയും പറഞ്ഞു, മൻ സഅമ, ആരെങ്കിലും അവകാശപ്പെട്ടാൽ, ബിഅന്ന സമ്മ ഇൽമൻ ബാത്തിനൻ ലി ശരീഅത്തി, ശരീഅത്തിനൊരു ബാത്തിനിയായ ആന്തരികമായ ഇൽമുണ്ടെന്ന് ആരെങ്കിലും അവകാശപ്പെട്ടാൽ, ഐറമാബി ഐദീന മിനൻ നുഖൂൽ, നമ്മളുടെ അടുത്തുള്ള, അതായത് ബാഹ്യമായ പണ്ഡിതന്മാരുടെ അടുത്തുള്ള ഇൽമിൻ്റെ അപ്പുറത്ത് ശരീഅത്തിന് എന്തോ ഒരു ബാത്തിനിയായ ഇൽമുണ്ടെന്ന് ആരെങ്കിലും അവകാശപ്പെട്ടാൽ,
ഫഹുവ ബാത്തിനിയുൻ, അവൻ ശരിക്കും ബാത്തിനിയ വാദക്കാരനെ പോലെയാണ്. ലാഹിരിയ വാദക്കാരും ബാത്തിനിയ വാദക്കാരും രണ്ട് വിഭാഗക്കാരുണ്ടായിരുന്നു. ലാഹിരിയ വാദക്കാരെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ലാഹിറായ വശങ്ങൾ മാത്രമേ ഉള്ളൂ, നമ്മളെ പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ, അള്ളാഹിൻ്റെ പ്രവർത്തനങ്ങളൊന്നുമില്ല, നമ്മളെ പ്രവർത്തനത്തിലൂടെ തന്നെ അള്ളാഹിൻ്റെ പ്രവർത്തനം, വേറെ ഒന്നുമില്ല, വെറും ലാഹിർ മാത്രം. ബാത്തിനിയ വാദക്കാരുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പ്രവർത്തനങ്ങളൊന്നുമില്ല, അള്ളാഹിൻ്റെ പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇവിടെ നിലവിലില്ല എന്ന് പറയുന്ന ബാത്തിനിയ വാദക്കാരുണ്ട്. ഇവർ രണ്ടുപേരും പേച്ചു പോയവരാണ്. യഥാർത്ഥത്തിലുള്ള ഹക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ്. അസ്ലിയായി അള്ളാഹിൻ്റെ പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ, എന്നാൽ മജാസിയായി ബാഹ്യമായി നമ്മളെ പ്രവർത്തനങ്ങളുമുണ്ട്. ഇത് രണ്ടിനെയും ഒരുമിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസക്കാരൻ. എന്നാൽ ബാത്തിനിയാക്കാരുടെ വിശ്വാസം അനുസരിച്ച് അള്ളാഹിൻ്റെ പ്രവർത്തനം മാത്രമേ ഉള്ളൂ, ബാത്തിനിയായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അവരുടെ ഹദീസിനും ആയത്തിനൊക്കെ അവർ ഒരു ബാത്തിനിയായ വശം മാത്രമേ കാണുള്ളൂ, ആന്തരികമായ വശമുണ്ട്, ബാഹ്യമായ വശത്തിലേക്ക് അവർ നോക്കില്ല. ചിലർ ഈ ഇതിന് ബാഹ്യമായ വശം മാത്രമേ ഉള്ളൂ, ആന്തരികമായ വശങ്ങളുണ്ടാവില്ല. ഇതിനെ നമ്മൾ ജബരിയാക്കൾ ഖദരിയാക്കൾ എന്നും പറയാം. ജബരിയാക്കൾ എന്ന് പറഞ്ഞാൽ ജബർ പിന്നെ അവരുടെ പ്രവർത്തനങ്ങൾ മാത്രം ഉണ്ടെന്ന് കണക്കാക്കുന്നു. ഖദരിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഖദറിന് മാത്രമേ ഉള്ളൂ, പിന്നെ നമുക്കൊരു പ്രവർത്തനങ്ങളില്ല എന്ന് പറയുന്നവർ. അപ്പോൾ ഇങ്ങനത്തെ വിഭാഗത്തിൽപ്പെട്ടവരാണ് അതിൽ തന്നെ ബാത്തിനിയ വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് ഞാൻ കണക്കാക്കുന്നു. ബഹുമാനപ്പെട്ട ഇസുദ്ദീൻ അബ്ദുസ്സലാം തങ്ങൾ പറയാണ്, യുഖാരിബു സിന്ദീഖ്, അവൻ സിന്ദീഖിലേക്ക്, സിന്ദീഖ് എന്ന് പറഞ്ഞാൽ പിന്നെ മതത്തെ ത്യജിച്ചവനിലേക്ക്, പിന്നെ ഇസ്ലാം മതം ഒഴിവാക്കുന്നതിലേക്ക് അടുത്തു പോയിരിക്കുന്നു, അങ്ങനെ ആയിരിക്കുന്നു എന്ന്. അപ്പോൾ ഇത് മൂപ്പർ പറയുന്നത് ത്വരീക്കത്തൊക്കെ സ്വീകരിക്കുന്നതിന് മുമ്പ് ആ കാലഘട്ടത്തിൽ വലിയ ആലിമായി നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉസ്താദന്മാരൊക്കെ ചിലപ്പോൾ പറയൂലേ, ഈ ദർസ് ഇൽമു എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉള്ളൂ, ഈ ദർസ് പഠിക്കലാണ്, ആത്മീയമായ ഉയർച്ചാന്ന് പറഞ്ഞാൽ വെറും ദർസ് പോവുക പഠിക്കുക വരിക, അതല്ലാതെ വേറെ ഒന്നുമില്ല, അതിൻ്റെ അപ്പുറത്തൊന്നും വേണ്ട, അതിലേക്കൊന്നും പോയി കുടുങ്ങണ്ട എന്നൊക്കെ പറയുമല്ലോ. അതിലേക്കൊന്നും പോയി കുടുങ്ങണ്ട, എന്തിനാ അതിൻ്റെയൊക്കെ ആവശ്യം, നമുക്കിതുണ്ടല്ലോ, നമുക്ക് സംഘടന ഉണ്ടല്ലോ, ഉസ്താദുണ്ടല്ലോ, പള്ളി ഉണ്ടല്ലോ, മദ്രസ ഉണ്ടല്ലോ, കിതാബുണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്തൊന്നും വേണ്ടല്ലോ, എന്തിനാ അതിനൊക്കെ നമ്മൾ പിന്നാലെ പോയിട്ട് നമ്മൾ കുടുങ്ങുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ. അതുണ്ടെങ്കിൽ തന്നെ പഴയ കാലത്താണ്, ഇപ്പോഴൊന്നും ഇല്ല, ഇപ്പോഴുള്ളത് ഇതേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന ഒരുപാട് വാദങ്ങൾ ഉണ്ടാവുള്ളൂ ഈ ബാഹ്യമായ ഉലമാക്കൾക്ക്. അതുപോലെപ്പെട്ട ഒരു വാദം ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആലിമായിരുന്ന ഇസുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു തങ്ങൾക്കുണ്ടായിരുന്നു. മൂപ്പരെക്കാൾ വലുതല്ലല്ലോ നമ്മുടെ നാട്ടിൽ ആരും ഒരു ഉസ്താദ്മാരും. മൂപ്പര് സുൽത്താൻ ഉലമ എന്നറിയപ്പെടുന്ന, അന്നത്തെ യഥാർത്ഥ സുൽത്താൻ ഉലമ എന്നറിയപ്പെട്ട ആളായിരുന്നു. ഉലമാക്കളുടെ ഇടയിൽ മുഴുവൻ അംഗീകരിക്കപ്പെട്ട ആളാണ് സുൽത്താൻ ഉലമയായിട്ട് മൂപ്പര്. അപ്പോൾ അങ്ങനത്തെ ആൾക്ക് ഒരഭിപ്രായം ഉണ്ടായിരുന്നു. എന്നാൽ ഫലം മാജിത്തമ ഷെയ്ഖ് അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു, എന്നാൽ അദ്ദേഹം ഷെയ്ഖ് അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു തങ്ങളെ കണ്ടുമുട്ടിയതിന് ശേഷം മിസറിൽ വെച്ച് കണ്ടുമുട്ടി. വാഹദാൻഹു, എന്നിട്ട് മഹാനവറുകൾ അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു തങ്ങളുടെ അടുത്ത് നിന്ന് ത്വരീക്കത്ത് സ്വീകരിച്ചു. അതുവരെ മൂപ്പർക്ക് ഒരു ത്വരീക്കത്തും ഉണ്ടായിരുന്നില്ല, ത്വരീക്കത്തിന് ആളുകളെ മൂപ്പർ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഷാദുലി ഇമാമിനെ കണ്ടതോടുകൂടി മൂപ്പർ അടിയറ വെച്ചു, എനിക്ക് ഇനി അപ്പുറത്തൊന്നുമില്ല, ഞാൻ ഒരൊക്കെ അടിയറ വെക്കണമെങ്കിൽ എന്തുമാത്രം വലിയ അത്ഭുതത്തിനെ ആയിരിക്കണോ അവർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവുക, മൂപ്പരെക്കാളും വലുതൊന്നുമില്ല ഇനി എന്ന് വിചാരിച്ച് നടന്നിരുന്ന ഒരാൾ ഷാദുലി ഇമാമിൻ്റെ മുമ്പിൽ വെച്ചിട്ട് എല്ലാം കീഴടക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഷാദുലി ഇമാമിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്തായിരിക്കും മൂപ്പരെ മുമ്പിൽ. അപ്പം പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാഹ്യമായ ഉലമാക്കൾ ഒരുപാടൊക്കെ നമ്മളിങ്ങനെ എതിർക്കുമ്പോഴും അവർ നേരെ ഇങ്ങനെ അങ്ങോട്ടും അതേ വാക്കിലിങ്ങനെ എതിർക്കുന്നത് ഒരു നല്ല രീതിയല്ല. എതിർക്കാൻ പാടില്ല എന്നൊന്നുമില്ല. പിന്നെ ചില ഉലമാക്കളൊക്കെ നമ്മൾ എതിർക്കാറുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും നല്ല ആൾക്കാരാണ്, നമ്മളവരെ കൂടെ മുമ്പിൽ ജീവിച്ചാൽ മാത്രം മതി. അവർക്ക് ഒന്നുകിൽ അള്ളാഹു നമ്മളെ നന്നാക്കിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ അവർക്ക് അള്ളാഹു ഉൾക്കാഴ്ച കൊടുത്തിട്ടുണ്ടെങ്കിൽ മശായിഖന്മാരിലൂടെ അവർക്ക് ആ വെളിച്ചം കിട്ടുക എന്ന് പറഞ്ഞത് പ്രയാസമൊന്നുമില്ല, അവരതിനെ എതിർക്കുന്നവരാണെങ്കിൽ പോലും. കാരണം അവർക്ക് ആത്മാർത്ഥമായിട്ടാണ് അവരെ എതിർക്കുന്നതെങ്കിൽ അവർക്ക് അള്ളാഹു വെളിച്ചം കാണിച്ചു കൊടുക്കും. അതുപോലെ പെട്ട ആളായിരുന്നു ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഇസുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഈ തരീക്കത്തുകാരെ എതിർത്ത്, എന്ത് തരീക്കത്ത്, ഇവിടെ ഇങ്ങനത്തെ സാധനം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, നമ്മൾ പഠിക്കണ കിതാബ് മാത്രമേ ഉള്ളൂ, ഇതൊക്കെ ഉള്ളൂ മതി എന്ന് പറഞ്ഞ ആൾ
ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു തങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ, മിസറിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ മൂപ്പര് കീഴടങ്ങി വാഹദാൻഹു അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു തങ്ങളുടെ അടുത്ത് നിന്ന് ത്വരീഖത്ത് സ്വീകരിച്ചു. സാറയം ദുഹു ത്വരീഖൽ ഖൗമി. എന്നിട്ട് അദ്ദേഹം അതിന് ശേഷം സ്വീകരിച്ചതിന് ശേഷം സൂഫിയാക്കന്മാരെങ്ങനെ പ്രകീർത്തിക്കാൻ തുടങ്ങി. കുല്ലൽ മദ്, എല്ലാ മദ്ഹുകളും ഉപയോഗിച്ചിട്ട്, എല്ലാ പ്രകീർത്തനങ്ങളും ഉപയോഗിച്ചിട്ട് എങ്ങനെ മൂപ്പർക്ക് പ്രകീർത്തിക്കാൻ പറ്റും അതൊക്കെ പ്രകീർത്തിച്ചു. ഈ പ്രകീർത്തിക്കാൻ ഇനിയൊന്നും ബാക്കിയില്ല. ആ രൂപത്തിൽ പ്രകീർത്തിക്കുന്ന വെറുതെ ഞാനിപ്പോൾ ഈ ത്വരീഖത്തിലായി, ഇനി കുറച്ച് ഇതിൻ്റെ പ്രകീർത്തനങ്ങളാവട്ടെ. നമ്മളൊക്കെ അങ്ങനെയാണ്. നമ്മളൊരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടാൽ നന്നാവണം എന്ന് വിചാരിച്ച് അവിടെയുള്ള കുറേ പ്രകീർത്തനങ്ങൾ കൊണ്ടുണ്ടാക്കി പിന്നെ അങ്ങോട്ട് പ്രകീർത്തനങ്ങളും മുകളിൽ ഇങ്ങനെ പറയാം. നമ്മളത് ഉള്ളിൽ നമുക്ക് കൊണ്ടിട്ടൊന്നുണ്ടാവില്ല, വെറുതെ പ്രകീർത്തിക്കുക തന്നെ. ത്വരീഖത്തുകളൊക്കെ പ്രകീർത്തിക്കുമ്പോൾ ഇപ്പോൾ ഇതങ്ങനത്തെ പ്രകീർത്തനമല്ല, ഇത് ശരിക്കും അനുഭവത്തിലുള്ള പ്രകീർത്തനമാണ്. ഈ മാർഗത്തിലേക്ക് വന്ന സമയത്ത് അവർക്കുണ്ടായ അനുഭവത്തിൻ്റെ മുകളിലുള്ള പ്രകീർത്തനം. ഞാൻ എത്രമാത്രം വൈകേടിലായിരുന്നു, എന്തൊരു വെളിച്ചാണ് എനിക്ക് ലഭിച്ചത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളൊരു പ്രകീർത്തനം മഹാനായ സുൽത്താനുൽ ഉലമ ഇസുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു തങ്ങൾ പ്രകീർത്തിച്ചു. വയക്കൂൽ, എന്നിട്ട് പറഞ്ഞു, ഇന്നഹാ തരീഖുൻ, ഈ ഒരു വഴിയാണ്, ജമാഅത്ത് അഖ്ലാഖൽ മുർസലീൻ, ഇതെന്തൊരു വഴിയാണ്, ഈ ത്വരീഖത്തിൻ്റെ വഴി, ഷാദുലി ഇമാമിൻ്റെ വഴി, ഔലിയാക്കന്മാർ ആരിഫീങ്ങളെ വഴി, അത് മുർസലീങ്ങളുടെ സ്വഭാവങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടുന്ന വഴിയാണ്. അല്ലാതെ ഇത് വെറുതെ എന്തോ ഒരു വഴി പുതുതായിട്ട് ഉണ്ടാക്കണമെന്നല്ല. ഇത് മുർസലീങ്ങളുടെ മാർഗത്തെ ഒരുമിച്ച് കൂട്ടുന്ന, അവരുടെ സ്വഭാവത്തെ ഒരുമിച്ച് കൂട്ടുന്ന വഴിയാണ് എന്ന് മഹാനോക്കൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പറഞ്ഞതിൽപ്പെട്ട മറ്റൊരു റിപ്പോർട്ട് ഇവിടെ കാണിക്കും. മറ്റൊരു റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞു, തകർന്നു വീഴാത്ത ശരീഅത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഉറപ്പിച്ചു നിന്നിട്ടുള്ളത് സൂഫിയാക്കന്മാർ മാത്രമാണ്. സൂഫിയാക്കന്മാർ മാത്രമേ അവരുടെ ശരീഅത്തിൻ്റെ അടിസ്ഥാനം ഉറപ്പിച്ച് നിർത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ശരീഅത്തിൽ അടിത്തറുള്ള ഒരു സൂഫിയാക്കന്മാർ മാത്രമേ ഉള്ളൂ. മൂപ്പര് നേരത്തെ പറഞ്ഞതെന്താ, ഈ ശരീഅത്തിൻ്റെ അപ്പുറത്തുള്ള എന്തെങ്കിലും ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഓന് ബാത്തിനിയാണെന്നാണ്. പിന്നെ മൂപ്പര് പറയുന്നത് എന്താ, ശരിക്കും ഈ ശരീഅത്ത് ആരുടെ കയ്യിലാണ്? സൂഫിയാക്കന്മാരുടെ കയ്യിലാണ്, വേറെ ആരെയും കയ്യിലല്ല. കാരണം ശരീഅത്ത് തന്നെ അള്ളാഹുവിൻ്റെ നിയമങ്ങളാണല്ലോ. ഈ നിയമങ്ങൾ എങ്ങനെയാണ് റബ്ബിനെ അറിയാതെ, റബ്ബുമായി ബന്ധപ്പെടാതെ, റബ്ബിൻ്റെ മഹബത്തും മാരിഫത്തും ലഭിക്കാത്ത, എങ്ങനെയാണ് അതിലേക്ക് ഒരാൾക്ക് ഉൾക്കാഴ്ച ലഭിക്കുക? എങ്ങനെയാണ് അത് കൊണ്ടെടുക്കാൻ ഒരാൾക്ക് സാധിക്കുക? അത് ഒരു കറകളഞ്ഞ ദുനിയാവിൻ്റെ ആഖിറത്തിൻ്റെ ആഗ്രഹങ്ങളില്ലാത്ത, അള്ളാഹു പറഞ്ഞു എന്ന കാരണം കൊണ്ട് മാത്രം ചെയ്യുന്നൊരവസ്ഥ എങ്ങനെയാണ് ഈ സൂഫിയാക്കന്മാർക്കല്ലാത്ത, ആരിഫീങ്ങൾക്കല്ലാത്ത ആർക്കാണ് ചെയ്യാൻ സാധിക്കുക? ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇതിൻ്റെ അടിത്തറ, പരിപൂർണമായ സ്ട്രോങ്ങായ അടിത്തറ സൂഫിയാക്കന്മാർക്ക്, ത്വരീഖത്തിൻ്റെ അഹലുകാർക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ കാരണം ബഹുമാനപ്പെട്ട ഇസുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു തങ്ങൾ. നമ്മളിതൊക്കെ മനപ്പാടാക്കണത് നല്ലതാണ്. ഇസുദ്ദീൻ അബ്ദുസ്സലാം തങ്ങളുടെയും ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തങ്ങളുടെയൊക്കെ വാക്കുകൾ, ഗസാലി ഇമാമിൻ്റെ വാക്ക് പറയുന്നുണ്ട് ഇനി. കാരണം എന്താണ്, നമ്മളൊക്കെ ആളുകൾ പറയും, എന്തിനാ ത്വരീഖത്ത്, പുതിയ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ ത്വരീഖത്ത് എന്നൊക്കെ. ഇനിയിപ്പോൾ ത്വരീഖത്ത് കേട്ടാൽ തന്നെ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ തിജാനിയത്തൊക്കെ, എന്തിനാ ഇപ്പോൾ അതിനൊക്കെ പോണത്, നമുക്ക് ഇവിടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ആ മതിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിങ്ങളെക്കാളൊക്കെ എത്രയോ വലിയ പണ്ഡിതനായിരുന്ന, നിങ്ങളെക്കാളൊക്കെ എത്രയോ ദർസോദിയ, നിങ്ങളെക്കാളൊക്കെ എത്രയോ വലിയ ഉന്നതമായ സ്ഥാനത്തിരുന്ന സുൽത്താനുൽ ഉലമ ഇസുദ്ദീൻ അബ്ദുസ്സലാം തങ്ങളും ഇതുപോലെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ശേഷം മൂപ്പർക്കുണ്ടായ അവസ്ഥ ഇങ്ങനെയായിരുന്നല്ലോ. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നില്ല ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തങ്ങൾ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇനി പറയുന്നുണ്ട്. ഖാല വഖാന ഹുജ്ജത്തുൽ ഇസ്ലാം അൽ ഗസാലി, ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാമായിരുന്ന ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തങ്ങൾ യഖൂലു മിസ്ല മാ ഖാന യഖൂലു ഇബ്നു അബ്ദുസ്സലാം സുൽത്താൻ ഇസുദ്ദീൻ അബ്ദുസ്സലാം, സുൽത്താനുൽ ഉലമ ഇസുദ്ദീൻ അബ്ദുസ്സലാം തങ്ങൾ പറഞ്ഞതുപോലത്തെ വാക്കുകൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തങ്ങളും പറഞ്ഞിരുന്നു. എന്നാൽ ഫലം മാജിത്തമ സൂഫിയ, എന്നാൽ സൂഫിയാക്കന്മാരോട് അവർ കണ്ടുമുട്ടിയപ്പോൾ, അവരുടെ അടുത്ത് നിന്ന് ബൈഅത്ത് സ്വീകരിച്ചപ്പോൾ, അവരുടെ അടുത്ത് നിന്ന് ഔറാദുകൾ കൊണ്ടുനടന്നപ്പോൾ, വദാഖ തരീഖഹും, അവരുടെ ത്വരീഖത്തിൽ അനുഭവത്തിലൂടെ അറിഞ്ഞപ്പോൾ, അതിൻ്റെ രുചി അവർക്ക് കിട്ടിയപ്പോൾ, സാറയക്കൂൻ, അദ്ദേഹം പറഞ്ഞു, ലയ്യഅന ഉമൂറന ഫിൽ ബത്താല, അള്ളാഹുവേ എൻ്റെ കാലം മുഴുവൻ ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ, ഫിൽ ബത്താല,
ഒന്നും ചെയ്യാതെ ഞാൻ ഇത്രയും കാലം ഒന്നും ചെയ്തില്ലല്ലോ, വെറുതെ എൻ്റെ സമയമൊക്കെ കളഞ്ഞതാണല്ലോ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞു. ഇമാം ഗസാലി തങ്ങൾ ആ കാലഘട്ടത്തിലെ ബാഗ്ദാദ് യൂണിവേഴ്സിറ്റീൻ്റെ ചാൻസലറായിരുന്നു. അതായത് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഇൽമിൻ്റെ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള അവിടുത്തെ ഏറ്റവും വലിയ പണ്ഡിത സ്ഥാനം, പണ്ഡിതന്മാർ കിട്ടുന്ന സ്ഥാനം വഹിച്ച ആളാണ് ഇമാം ഗസാലി. എത്രയോ കിതാബുകൾ എഴുതി. ആ കാലഘട്ടത്തിൽ ഇമാം ഗസാലി തങ്ങളെ അറിയാത്തവരായിട്ടുണ്ട് ആരും ഉണ്ടാവില്ല. അത്ര ഉന്നതമായ ബാഹ്യമായ ഇൽമിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ എത്തിച്ച മഹാനവറുകൾ സൂഫിയാക്കന്മാരെ കണ്ടുമുട്ടി, അവരോട് കൂടെ സമയം ചെലവഴിച്ചു, അവരെ ത്വരീഖത്ത് സ്വീകരിച്ചു, അതിലൂടെ യാത്ര ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞതാണ്, റബ്ബേ ഞാൻ ഇത്രയും കാലം എന്താ ചെയ്തത്, ഞാൻ ഇത്രയും കാലം കുറേ പഠിപ്പിച്ചു, ഇതൊക്കെ ചെയ്തല്ലോ, ലയ്യാന മുറന, എൻ്റെ സമയം മുഴുവൻ ഞാൻ കളഞ്ഞതാണല്ലോ. ഫിൽ ബത്താല എന്ന് പറഞ്ഞാൽ പായ്വേലകൾ ചെയ്തിട്ട് ഒരു പണി ചെയ്യാതെ വെറുതെ ഇരുന്ന പോലെയാണല്ലോ എൻ്റെ അവസ്ഥ റബ്ബേ എന്ന് മഹാനുകൾ പറഞ്ഞു പോയി. ലിമാഫി അൽം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ലിമാഫി അൽമ അലാ ത്വരീഖ അഹ്ലിൽ ജദൽ, അതായത് കുറേ തർക്കശാസ്ത്രങ്ങളിൽ തർക്കത്തിന് വേണ്ടി പഠിച്ച കുറേ ഇൽമുകളുണ്ട്, അതിലൊക്കെ ഞാൻ ചിലവഴിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ പഠിക്കുമ്പോഴത്തേക്ക് നമ്മളെങ്ങനെ അവരോട് നേരിടാം. നമ്മളിപ്പോൾ ദർസിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയല്ല പഠിക്കുക, അതിലൊരു ഉൾക്കാഴ്ച ഇല്ലാത്തവരെങ്ങനെ പഠിക്കുക. ഇത് പഠിച്ചിട്ട് വേണം എനിക്ക് ക്രിസ്ത്യാനികളോട് നേരിടാൻ, ഇത് പഠിച്ചിട്ട് വേണം എനിക്ക് ജൂതന്മാരോട് നേരിടാൻ, ഇത് പഠിച്ചിട്ട് വേണം എനിക്ക് പുത്തൻവാദികളോടും വഹാബികളോടും അതുപോലെ ദീൻ ഒഴിവാക്കിയ നിരീശ്വരവാദികളോടും ഒക്കെ എനിക്ക് നേരിടാൻ ഇതൊക്കെ പഠിച്ചിട്ട് വേണം എന്ന് ചിന്തിച്ച് അങ്ങനെ തർക്കങ്ങൾ മാത്രം പഠിക്കുക, അതിന് വേണ്ട തെളിവുകൾ കണ്ടെത്തുക, അതിന് വേണ്ടി ഇങ്ങനെ ഓടി നടക്കുക, അങ്ങനത്തെ ഒരു ഇൽമുണ്ടല്ലോ, ആ ഇൽമിനെ പറ്റി പറയുന്നത്. ഞാൻ അതിന് വേണ്ടി കളഞ്ഞല്ലോ കുറേ സമയമെന്ന്. പിന്നെ അപ്പോൾ അവർ എനിക്ക് ന്യായം പറയും, നമ്മളത് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പണ്ഡിതന്മാരാണല്ലോ അതൊക്കെ ചെയ്യേണ്ടത്, അത് ചെയ്താലല്ലേ പിന്നെ ഇവിടെ ഈ ഈമാനും ദീനൊക്കെ നിലനിൽക്കുള്ളൂ എന്ന് പറയും. പക്ഷെ അള്ളാഹു സ്വന്തം ഈമാൻ നിലനിർത്തിയിട്ട് അള്ളാഹുമായിട്ടുള്ള സ്വന്തം ഒരു മനുഷ്യൻ്റെ അള്ളാഹുമായിട്ടുള്ള ബന്ധവും മഹബത്തും മാരിഫത്തും നിലനിർത്തിയിട്ട് ബാക്കിയൊക്കെ നിലനിർത്താൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ സ്വന്തത്തെ ഒഴിവാക്കി സ്വന്തം ഈമാനിനെ മറന്നിട്ട് സ്വന്തം അള്ളാഹുമായിട്ടുള്ള ബന്ധത്തെ ഉറപ്പിക്കാതെ പിന്നെ ദീനിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നമ്മളെ ഈമാൻ നഷ്ടപ്പെടുകയേ ചെയ്യുള്ളൂ. അപ്പോൾ ഈ തർക്കത്തിന് വേണ്ടി പഠിച്ച ഇൽമിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ അലബത്തിൽ ഖൗലി അലൽ അമൽ, കുറേ സംസാരിക്കുക, പ്രവർത്തിക്കുന്നതിൻ്റെ പകരം സംസാരം കൂടുക, അങ്ങനത്തെ ഇൽമിനെ പറ്റിയാണ് പറഞ്ഞത്. അത്ര ഇൽമിലൊക്കെ ഞാൻ കുറേ മുഴുകിപ്പോയല്ലോ, എൻ്റെ വേസ്റ്റായല്ലോ എൻ്റെ ആ സമയമൊക്കെ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞത്. ഇതിൻ്റെ ഒരു വിശദീകരണത്തിൽ കാണാം, അല്ലാമ സയ്യിദി ഇദ്രീസ് അൽ ഇറാഖി റളിയല്ലാഹു അൻഹു തൻ്റെ യവാഖത്തുൽ ഇർഫാനിയ എന്ന ഗ്രന്ഥത്തിൽ 20 ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകവേ ഇപ്രകാരം പറഞ്ഞു. അദ്ദേഹം, അതായത് ഇമാം ഷാറാനി അൽ ഉഹൂദുൽ മുഹമ്മദിയയിൽ പറഞ്ഞു, സയ്യിദി അലി അൽ മർസഫി റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറയുമായിരുന്നു, തർക്കശാസ്ത്രക്കാരെ ഔലിയാക്കളുടെ പദവികളിലേക്കും അവരുടെ കറാമത്തുകളിലേക്കും എത്തിച്ചേരുന്നതിൽ നിന്ന് തടഞ്ഞത് അവർ ഔലിയാക്കളെക്കാൾ അള്ളാഹുവെക്കുറിച്ച് കൂടുതൽ അറിയുന്നവരാണ് എന്ന അവരുടെ വാദം അല്ലാതെ മറ്റൊന്നുമല്ല. അതിങ്ങനെ ഇപ്പം കുറേ തർക്കം ഈ സംവാദങ്ങളിൽ മുഴുകുന്ന കുറേ പണ്ഡിതന്മാരുണ്ടാവില്ലേ, അപ്പോൾ എന്താണ് അവരെ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ അവരുടെ അതുപോലെ ഔലിയാക്കന്മാരുടെ കറാമത്തുകളിലേക്കൊക്കെ എത്തുന്നതിൽ നിന്ന് അവിടെ തടഞ്ഞ എന്താ? ഞാനിപ്പോൾ ഏകദേശമൊക്കെ അള്ളാഹിനെക്കുറിച്ച് അത്യാവശ്യമൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന ചിന്ത അവർക്ക് വന്നതല്ലാതെ വേറെ ഒന്നുമല്ല. എനിക്ക് ഇതിൻ്റെ അപ്പുറത്തൊന്നും വരാനില്ല, ഞാൻ അള്ളാഹിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്, അള്ളാഹിനെ റസൂലിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്നാണോ നിങ്ങൾ പറയുന്നതൊക്കെ ചോദിപ്പോലെ. ഞാൻ അത്യാവശ്യമൊക്കെ അള്ളാഹിനെ മനസ്സിലാക്കിയിട്ടുണ്ട്, വിശ്വാസങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, എനിക്ക് ദീനൊക്കെ അത്യാവശ്യമൊക്കെ അറിയാം എന്നവരുടെ ചിന്തയാണ്. കൂടാതെ തങ്ങളുടെ നേതൃത്വത്തിന് കാരണമായ തങ്ങളുടെ അറിവ് സൂഫികളുടെ മാർഗം പിൻപറ്റുമ്പോൾ മറന്നുപോകുമോ എന്നവരുടെ ഭയവുമാണ്. അപ്പോൾ ഞാനിതിലേക്കൊക്കെ സൂഫികളെ വഴിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് കുറേ തർക്കശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട അറിവുകളുണ്ട്, കുറേ പുത്തൻവാദികളെ ഞാൻ മുട്ടുകുത്തിച്ചിട്ടുണ്ട്, കുറേ നിരീശ്വരവാദികളുമായി ഞാൻ സംവാദം നടത്തി അവരുമായിട്ട് ഞാൻ വിജയിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാനിപ്പോൾ സൂഫികളെ വഴി സ്വീകരിച്ചാൽ അതൊക്കെ മറന്നു പോവുമോ, എനിക്കതുകൊണ്ട് എൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമോ,
ആൾക്കാരൊക്കെ എന്നെ വലിയ മഹത്വമായിട്ട് കാണുന്നുണ്ട്, അതൊക്കെ എനിക്ക് ഇല്ലാതായി പോകുമോ എന്ന ഭയമാണ്. സത്യത്തിൽ ഇത് സ്വന്തം നഫ്സിൽ നിന്നും പിശാചിൽ നിന്നുമുള്ള ഒരു വഞ്ചന മാത്രമാണ്. കാരണം സൂഫികൾ അവരുടെ അറിവിലേക്ക് കൂടുതൽ അറിവ് കൂട്ടിച്ചേർക്കുകയും അവരുടെ ഹൃദയങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുകയും അവരുടെ ആരാധനകൾ കൂടുതൽ ഏകാഗ്രത നൽകുകയും മാത്രമാണ് ചെയ്യുന്നത്. ഒരു ആത്മീയമായ വഴിയിൽ പ്രവേശിച്ച ഒരാൾക്ക് അവനെന്താ ലഭിക്കുന്നത്? അവൻ അറിവ് നഷ്ടപ്പെടുത്തുന്നില്ല, അവനുള്ള അറിവിനേക്ക് കൂടുതൽ അറിവ് കൂട്ടിച്ചേർക്കുക ചെയ്യണത്. അവൻ്റെ ഹൃദയം കൂടുതൽ മുമ്പത്തേക്കാൾ തിളക്കമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അവൻ്റെ ആരാധനകളിൽ കൂടുതൽ പണ്ടത്തേക്കാളും ഏകാഗ്രത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്തിനതൊക്കെ സ്വീകരിക്കാതിരിക്കണം? എന്തിനാണ് ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഗസാലി ഇമാമിൻ്റെയും സുൽത്താൻ ഉലമ മൈസുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഈ വാക്കുകളൊക്കെ നമ്മൾ മനഃപ്പാഠമാക്കി വെക്കുന്നത് നന്നായിരിക്കും. എന്തിനാണ് നമ്മൾ ഇവരൊക്കെ ബാഹ്യമായ ഇൽമിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ എത്തിച്ചവരാണ്. എന്നിട്ടും അവരത് പറഞ്ഞത് എന്താ? ഞാൻ ഈ സുഫിയാക്കന്മാരെ വഴി സ്വീകരിച്ചപ്പോൾ എൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലായി, എൻ്റെ കഴിഞ്ഞ കാലമൊക്കെ ഞാൻ വെറുതെ ചിലവഴിച്ചായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ സുഫിയാക്കന്മാരുടെ വഴി, ത്വരീഖത്തിൻ്റെ വഴി, മാരിഫത്തിൻ്റെ വഴി, മഹബത്തിൻ്റെ വഴി അത് പരിശുദ്ധമായ ഖുർആൻ്റെ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വഴിയാണെന്നും അത് ഏറ്റവും ഉന്നതമായ വഴിയാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിതൊക്കെ. സുമ്മ കാല ഐനി സാഹിബുൽ യവാഖീത്തുവിൻ്റെ രചയിതാവായ ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാഹു തആല മഹാനുകൾ പറഞ്ഞു, അൽ ഹഖു അന്നൽ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട, നമുക്ക് തോന്നലുണ്ടാവുമല്ലോ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ശരീഅത്ത് പഠിക്കൽ അത് തെറ്റാണോ? അല്ലെങ്കിൽ അങ്ങനെയാണ് ഹദീസ് പഠിക്കൽ തെറ്റാണോ? തഫ്സീർ പഠിക്കൽ തെറ്റാണോ? ഇതൊക്കെ തെറ്റായ മോശം കാര്യങ്ങളാണോ? അതൊക്കെ ഒഴിവാക്കി നിർത്തിയിട്ട് ഞാൻ ദിക്ർ ഇബാദത്തിൽ മാത്രം ഒഴുകണമെന്നാണോ ഈ പറഞ്ഞതിൻ്റെ സാരം എന്ന് നമുക്ക് തോന്നുമല്ലോ. ഹക്കു. എന്നാൽ സത്യം എന്താ അറിയോ? അന്നൽ ഇഷ്ആല, ഈ അറിവിൽ മുഴുകുക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതെന്തറിവാണെങ്കിലും, അത് ഭാഷയുടെ അറിവാവട്ടെ, അത് കർമ്മശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവാവട്ടെ, ഹദീസിനെ കുറിച്ചുള്ള അറിവാവട്ടെ, തഫ്സീറിനെ കുറിച്ചുള്ള അറിവാവട്ടെ, എന്തറിവാവട്ടെ, അതിൽ മുഴുകുക എന്ന് പറയുന്നത് ലൈസ ബി ബത്താല, അത് വെറുതെ നമ്മളെ സമയം കളയലല്ല. വൈന്നമാഹുവ അസാസു ത്വരീഖ്, യഥാർത്ഥത്തിൽ അത് ത്വരീഖത്തിൻ്റെ അടിത്തറയാണ്. ഖുർആനും സുന്നത്തും പഠിക്കുക എന്നുള്ളത്, അതിന് വേണ്ട കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതും അത് ത്വരീഖത്തിൻ്റെ അടിത്തറയാണ്. ഫൈന്ന മിൻ ഷായിനുൻ അഹ്ലു ത്വരീഖ്, മിൻ ഷായിൻ അഹ്ലു ത്വരീഖ്, ത്വരീഖത്തിൻ്റെ ആളുകാരുടെ പ്രവൃത്തികൾപ്പെട്ടതുമാണത്. അൻ തകൂന ജമീഉ ഹറകാതിഹിം വസകനാതിഹിം മുഹററത്തൻ അലാ കിതാബി വസുന്ന, പരിശുദ്ധമായ കിതാബിൻ്റെ സുന്നത്തിനെ അനുസരിച്ച് അവരുടെ എല്ലാ അടക്കങ്ങളെയും അനക്കങ്ങളെയും അടക്കങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ത്വരീഖത്തിൻ്റെ ആളുകളുടെ രീതികളിൽ പെട്ടതാണ്. അപ്പോൾ അത് ഖുർആൻ്റെ സുന്നത്തിനനുസരിച്ച് അവരുടെ എല്ലാ അടക്കങ്ങളും അനക്കങ്ങളും നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ ഖുർആൻ സുന്നത്ത് അവർ പഠിക്കണ്ടേ? പഠിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ ഇത് ത്വരീഖത്തിൻ്റെ ആളുകളുടെ രീതികളിൽ പെട്ടതാണ് അത് പഠിക്കുക എന്നുള്ളതും. അത് പഠിച്ചതനുസരിച്ച് ഒരു ഖുർആനും സുന്നത്തും അനുസരിച്ച് അവരുടെ ഓരോ അനക്കങ്ങളും അടക്കങ്ങളും നിയന്ത്രിക്കുക എന്നുള്ളത് അവരുടെ രീതികൾ പെട്ടതാണ്. വലാ യാരിഫു ദാലിക, അത് അവർക്ക് സാധിക്കൂല, ഇല്ലാ ലി തബഹുരി ഫി ഇൽമിൽ ഹദീസ് വ തഫ്സീർ, തഫ്സീറിൻ്റെയും ഹദീസിൻ്റെയും ഒക്കെ ഇൽമിൽ അവർ നല്ല അഗാധമായ അറിവ് നേടിയെടുക്കുന്നവരുടെ അല്ലാതെ അത് സാധിക്കൂല. ഇപ്പം നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുണ്ട്, അള്ളാഹുവിൻ്റെ മാരിഫത്തുണ്ട് എന്ന് കരുതാം, അള്ളാഹിനെ അറിയാം, അള്ളാഹിൻ്റെ മഹബത്തുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ മഹബത്തും മാരിഫത്തും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അവന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ നമ്മൾ പ്രവർത്തിക്കുക? അത് പരിശുദ്ധമായ ഖുർആൻ സുന്നത്ത് നമ്മൾ പഠിക്കണം. അത് പഠിപ്പിച്ച് തന്ന മശായിഖന്മാരുടെ വാക്കുകൾ നമ്മൾ പഠിക്കണം. പഠിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആ ഉള്ളിലെ മാരിഫത്തും മഹബത്തും ഉണ്ടാവും, പക്ഷേ എങ്ങനെ പ്രവർത്തിക്കേണ്ടതെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഹദീസും തഫ്സീറും ഒക്കെ നമ്മൾ പഠിക്കണം. ഫഖൗലുൽ ഗസാലി ഹാദ, എന്നാൽ ഗസാലി ഇമാമിനെ പോലെയുള്ള പറഞ്ഞ ആളുകളുടെ വാക്കുകൾ അങ്ങനെ ഒരുപാട് സൂഫിയാക്കന്മാർ പറഞ്ഞത് കാണാൻ പറ്റും. അവരുടെ ഈ വാക്കുകളെല്ലാം ഇന്നമാ ഹുവ ഖൗലുൻ, അതൊക്കെ വാക്കുകളാണ്. സദറു മിൻഹു ഹാലുൽ ഇഷ്കഹി, അവരുടെ ഇഷ്കിൽ നിന്ന് പുറത്തു വന്ന വാക്കുകളാണ്. ഫി ത്വരീഖൽ ഖൗമിൻ്റെ, അതായത് സൂഫിയാക്കന്മാരുടെ വഴിയിൽ അവരുടെ ത്വരീഖത്തിലുള്ള ആളുകളുടെ ഇഷ്കിൽ അവർ പറഞ്ഞു പോയതാണ്. വല ആഷിഖു ഹുക്കുമുഹു ഹുക്കുമു സഖറാൻ, എന്നാൽ ആഷിഖിൻ്റെ ഹുക്കുമ്, അവരുടെ വിധി എന്ന് പറയുന്നത് ഒരു മസ്തായ, കള്ളുകുടിച്ച് മസ്തായ അയാളുടെ സംസാരത്തിൻ്റെ വിധി പോലെയാണ്. വലോ അന്നഹു, അപ്പോൾ കള്ളുകുടിയൻ്റെ സംസാരം നമ്മൾ മൈൻഡ് ചെയ്യാനുണ്ടോ? ഇല്ലല്ലോ. ഒരു മസ്തായ ഒരാളുടെ സംസാരം പോലെയാണ്. കള്ളുകുടിച്ച് തന്നെ മസ്താവണമെന്നില്ല കേട്ടോ, ഈ മസ്തായ ആളുടെ സംസാരം പോലെയാണെന്നർത്ഥം.
അപ്പോൾ ഇവിടെ ഗസാലി ഇമാമിനെ പോലുള്ള പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, പിന്നെ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, പണ്ഡിതന്മാരെ പറ്റി കളിയാക്കി സംസാരിച്ചിട്ടുണ്ട്. ചില സൂഫിയാക്കന്മാർ ചിലവർ പുസ്തകങ്ങൾ പഠിക്കുന്നവർ പുസ്തകങ്ങൾ ചുമക്കുന്ന കൈതുകളെ പോലെ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അതൊക്കെ അള്ളാഹുലേക്ക് ശ്രദ്ധിക്കാത്ത, ഈ തർക്കശാസ്ത്രത്തിന് വേണ്ടി മാത്രം പഠിക്കുന്ന, അള്ളാഹുലേക്കുള്ള വഴി കണ്ടെത്താൻ ആഗ്രഹിക്കാത്ത, അള്ളാഹുവിൻ്റെ മഹബത്തും മാരിഫത്തിനും വേണ്ടി അല്ലാതെ പഠിക്കുന്ന ആളുകളെ കുറിച്ചാണ് ആ പറഞ്ഞതിൻ്റെയൊക്കെ സാരം. അതൊക്കെ തന്നെ അവർ പറയുന്നതും അവരൊരു മഹബത്തിൻ്റെ ഹാലിൽ പറയുന്നതാണ്, അല്ലാതെ അവർ ബോധത്ത് പറയുന്നതുമല്ല. അപ്പോൾ ഗസാലി ഇമാം ഈ പറഞ്ഞ കാര്യവും ത്വരീഖത്തിൻ്റെ ആളുകളെ മൂപ്പർ അനുഭവിച്ചപ്പോൾ ആ ഒരു മഹബത്തിൻ്റെ ഒരു വാക്കാണ് അവിടുന്ന് പ്രഖ്യാപിച്ചത്. വലോ അന്നഹു തഅമ്മല ഫി ഹാലിഹി ലഅറഫ മാ ഖുൽനാ. അപ്പോൾ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ഇതിനെപ്പറ്റി നന്നായിട്ട് ചിന്തിച്ചാൽ നമുക്ക് നാം പറഞ്ഞ ഈ കാര്യത്തെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മിൻ അന്നൽ ഫിഖ്ഹ അസാഹു തരീഖ്, അതായത് ഈ ത്വരീഖത്തിൻ്റെ അടിത്തറയാണ് ഫിഖ്ഹ് എന്ന് പറയുന്നത്. ആ ഫിഖ്ഹ് പഠിക്കലൊന്നും തെറ്റായ കാര്യമൊന്നുമല്ല. ഫിഖ്ഹ് പഠിക്കുന്നത് ത്വരീഖത്തിൻ്റെ അടിത്തറയാണ്. വഅന്ന ആയത്ത് സൂഫി അന്നഹു ആലിമ അമില ബി അൽമിഹി. ഏറ്റവും വലിയ സൂഫി ആരാണ്? അവൻ പഠിച്ച ഇൽമിനനുസരിച്ച് അമൽ ചെയ്യുന്നവനാണ്. അപ്പോൾ പഠിച്ച ഇൽമുണ്ടെങ്കിലല്ലേ അമൽ ചെയ്യാൻ സാധിക്കൂ. പഠിക്കുക എന്നുള്ളത് അത് സൂഫിയാക്കന്മാർക്ക് വലിയൊരു കാര്യമാണ്. ചിലവർ പഠിക്കാതെ തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തും. അള്ളാഹുവിൻ്റെ കൃപ കൊണ്ട്, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അവരും പിന്നീട് പഠിക്കുക ചെയ്യുന്നത്. ചിലവർ പഠിച്ചിട്ട് ആ അവസ്ഥയിലേക്ക് എത്തും. രണ്ടുപേരും പഠനം ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ പഠിക്കുക എന്ന് പറയുന്നതും ആ പഠിച്ച ഇൽമിനനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്നതും ത്വരീഖത്തിൻ്റെ അടിസ്ഥാനമാണ്. അതിലൂടെയാണ് ഒരു സൂഫി വലിയ സൂഫിയാവുന്നത്, വലിയ ആളാവുന്നത്. അല്ലാതെ വേറെ വഴിയിലൂടെ ഒന്നല്ല. നുസൂസുൽ കുമ്മലി മിൻ മശായിഖ് ത്വരീഖ്, അതായത് ത്വരീഖത്തിൻ്റെ മശായിഖന്മാരിൽപ്പെട്ട ഉന്നതരായ ആൾക്കാർ പറഞ്ഞ വ്യക്തമായ വാക്കുകൾ ഫിഹാദൽ ബാബി വാദിഹുൻ, അത് ഈ വിഷയത്തിൽ പറഞ്ഞ വാക്കുകൾ ഒരുപാടുണ്ട്, ഒരുപാട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. തസാനീഫുഹും, എന്നാൽ അതുപോലെ തന്നെ അവരുടെ എഴുത്തുകൾ വിമാലഹും ഫീഹിം, അതിലടങ്ങിയിട്ടുള്ള കാര്യങ്ങളും മിൻ ജലീൽ ഇബാറാത്ത് വസനീൽ ഇഷാറാത്ത്, അതിൽ അടങ്ങിയിട്ടുള്ള മഹത്വമേറിയ സൂചനകളും അടയാളങ്ങളും ത്വാഫിഹത്തുൻ, അതും ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ഒരു വെള്ളച്ചാട്ടം പോലെ ഒഴുകിപ്പോകുന്നതാണ്. അതായത് ഈ വിഷയത്തിൽ മശായിഖന്മാർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ രചനകളിൽ ഇഷ്ടംപോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ പറ്റും. വഖ്തസർനാ മിൻഹും അലാ ഹാദൽ ഖദ്രിൽ യസീർ. എന്നാൽ ഞാനിവിടെ ഇത്രയും പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. അതായത് ഈ വിഷയത്തിൽ ഒരുപാടുണ്ട്, എല്ലാം കൂടി ഞാൻ പറയുന്നില്ല. ഈ വിഷയത്തിൽ ഇത്ര മതി, നിർത്തുകയാണ്. മിമ്മാ യുഫീദു മുത്ലഖത്ത് തബ്സീർ, ഈ വിഷയത്തിൽ ഉൾക്കാഴ്ച കിട്ടാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഞാൻ നിർത്തുകയാണ്. ഫീ തഅരീഫി ബിമൻ ഷാ ഉലൂമ റിജാൽ വ ഇഷാറത്ത ഇലാ ബഅദിമ അംതദാജു ബിഹി മിൻ ഹാദൽ മജാൽ. ഈ ഒരു മേഖലയിലുള്ള ആളുകൾക്കുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ചും അവരുടെ വിശേഷണങ്ങളെക്കുറിച്ചും പറഞ്ഞ കാര്യത്തിൽ പൊതുവിലുള്ള മൊത്തത്തിലുള്ള കാര്യത്തിലൊക്കെ സൂചന ഞാൻ നൽകി കഴിഞ്ഞു. ഇത് മതി. കൂടുതൽ ഒരുപാട് കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്, മശായിഖന്മാർ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഞാൻ ഇവിടെ കൊണ്ടുവരുന്നില്ല എന്ന് വാഹനങ്ങൾ പറയണം. വഖദിത്തളഹ ബിഹംദുലില്ലാഹി തആല, അള്ളാഹുവിന് സ്തുതി നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. അന്ന മൻഷ ഉലൂമിഹിം, സൂഫിയാക്കന്മാരുടെ അറിവുകൾ, അതിൻ്റെ സ്രോതസ് ഇന്നമാഹുവൽ അമലു ബി കിതാബി വസുന്ന, പരിശുദ്ധമായ ഖുർആനും സുന്നത്തും അനുസരിച്ച് അമൽ ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റൊന്നുമല്ല. ബി അഹ്കാമി ഷുറൂത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമിൻ്റെ ഷുറൂത്തുകളിൽ പാലിക്കുക എന്നുള്ളതും വഫാ റുബൂത്തുൽ ഇമാനിയ, ഇമാനിൻ്റെ ബന്ധങ്ങളെ പരിപാലിക്കുക എന്നുള്ളതും ഹത്താ യൻഖദിഅലഹും, അങ്ങനെ അവർ പരിശുദ്ധമായ ഖുർആനും സുന്നത്തിനനുസരിച്ച് അമൽ ചെയ്തു, ഇസ്ലാമിൻ്റെ ഷുറൂത്തുകളൊക്കെ പാലിച്ചു, ഈമാനിൻ്റെ ബന്ധങ്ങളെ അവർ പരിപാലിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്തതോടുകൂടി എന്താ സംഭവിച്ചത്? ഹത്താ യൻഖദിഅലഹും, അവർ തിരികൊളുത്തി ഫി ബവാതിനിഹിം, അവരുടെ ഹൃദയത്തിൽ മിൻ സവാത്തിഉൽ അൻവാർ റബ്ബാനിയ, റബ്ബാനിയായ പ്രകാശത്തിൻ്റെ തിരി അവർ കൊളുത്തി. മാ യക്ഷിഫുലഹും, അത് അവർക്ക് വെളിവാക്കി കൊടുത്തു. ബീദിനില്ല, അള്ളാഹിൻ്റെ സമൂഹത്തോടു കൂടി. അൻ മഹാബാത്തി അസ്റാരി ശരീഅത്തുൽ മുതഹറ, പരിശുദ്ധമായ ശരീഅത്തിൻ്റെ രഹസ്യങ്ങളിൽ നിന്നുള്ള നിഗൂഢമായ
നിധികൾ അവർക്ക് വെളിവാക്കി കൊടുത്തു. ഹഫിയാത്തുൽ അൻവാരിൽ ഹഖായിഖ് ഇൽഫാനിയ, റബ്ബിൻ്റെ ഹഖീക്കത്തിൻ്റെ, അള്ളാഹുവിൻ്റെ ഹഖീക്കത്തിൻ്റെ സൂക്ഷ്മമായ വെളിച്ചങ്ങളും അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ എന്താ സംഭവിച്ചത്? സൂഫിയാക്കന്മാർ അവർ പഠിച്ച ഇൽമിനനുസരിച്ച് പ്രവർത്തിച്ചു. ഇസ്ലാമിൻ്റെ ശുറൂത്തുകളൊക്കെ അവർ പാലിച്ചു. ഇമാനിൻ്റെ അടിത്തറകളും അതിൻ്റെ ബന്ധങ്ങളും ഒക്കെ അവർ സൂക്ഷിച്ചു. ഇതൊക്കെ ചെയ്തതോടുകൂടി അങ്ങനെ ചെയ്ത് നടക്കുമ്പോൾ അവർ ആ ചെയ്ത കാരണമായി അവരുടെ ഹൃദയത്തിന്, അവരുടെ ഉള്ളിൽ ഒരു വെളിച്ചം കത്തിക്കപ്പെടുകയാണ്. ആ കത്തിച്ച വെളിച്ചം കൊണ്ട്, ആ വെളിച്ചം എന്തിൻ്റെ വെളിച്ചമാണ്? റബ്ബാനിയായ പ്രകാശത്തിൻ്റെ വെളിച്ചമാണ്. അത് അവിടെ കത്തിക്കപ്പെടും. ആ കത്തിച്ചത് കാരണം അതുവരെ ഉണ്ടായിരുന്ന ഇരുട്ടും അവർക്ക് മാറുകയും പിന്നെ ശരീഅത്തിൻ്റെ രഹസ്യങ്ങൾ അവർക്ക് വെളിവായി കിട്ടുകയും ഹഖീഖത്തിൻ്റെ സൂക്ഷ്മമായ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. വൽ ആലിമു ബി ഇൽമിൽ ബാത്തിൻ, ബാത്തിനിയായ ഇൽമിൻ്റെ ആലിമ് ഹുവ മൻ അഹദ ഹല്ലൻ. അപ്പോൾ ബാത്തിനിയായ ത്വരീഖത്തിൻ്റെ ആലിമ് എന്ന് പറഞ്ഞാൽ ആരാ? അപ്പോൾ ത്വരീഖത്തിൽ ഇൽമുള്ള, മാരിഫത്തിൽ ഉന്നതമായ അവസ്ഥ എത്തിച്ച ഒരു ആലിമ് എന്ന് പറഞ്ഞാൽ ആരാ? ഹുവ മൻ അഹദ ഹല്ലൻ മിൻ ഉലൂമുദ് ദറാസ, ബാഹ്യമായ ഇൽമിൽ നിന്നുള്ള ഒരു ഓഹരി നേടിയവരാണ്. അതായത് ഇപ്പോൾ നമ്മളൊക്കെ ആ ഓഹരി നേടിയവരാണ്. കാരണം നമ്മളൊക്കെ 5ാം ക്ലാസ് വരെ, 7ാം ക്ലാസ് വരെ, 10ാം ക്ലാസ് വരെ ഒക്കെ മദ്രസയിൽ പോയവരാണ്. അത് നമ്മൾ ദർസിൻ്റെ ഇൽമാണ് പഠിക്കുന്നത്. നമ്മൾ ഖുർആൻ ഓതാൻ പഠിച്ചിട്ടുണ്ട്, നിസ്കാരിക്കുക, നോമ്പൊക്കെ, ഹജ്ജ്, സക്കാത്ത്, ഇതിനെക്കുറിച്ചുള്ള കർമ്മശാസ്ത്രം പഠിച്ചിട്ടുണ്ട്. അതുപോലെ അഖീദനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഈ വിഷയങ്ങൾ നമുക്ക് അടിസ്ഥാനമായ അറിയേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ഓഹരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഓഹരിയിൽ ചിലത് ചെറിയ ഓഹരിയാണ്, ചിലത് വലിയ ഓഹരിയാണ്. അത്രയേ ഉള്ളൂ. വലിയ ദർസിലൊക്കെ പഠിച്ച് പിന്നെ ബിരുദമൊക്കെ നേടിയ ഉലമാക്കൾക്ക് കുറച്ച് വലിയ ഓഹരി കിട്ടിയാണ്. മദ്രസയിലൊക്കെ പഠിച്ച ആൾക്കാർ കുറച്ച് ചെറിയ ഓഹരി കിട്ടിയാണ്. എന്നാലും നമുക്ക് ഓഹരിയുണ്ട്. അവരാ ഓഹരി സ്വീകരിച്ചു. ഫഅഫാദഹു ഇൽമുദ്ദറാസത്തി അൽ അമല ബിൽ ഇൽം. ആ ഇൽമുദ്ദറാസ നമ്മൾ പഠിച്ച ആ മദ്രസയിലെ ഇൽമിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്തു? അമല് ചെയ്തു. എങ്ങനെ അമല് ചെയ്യുക? മദ്രസയിൽ നമ്മൾ പഠിക്കുന്നത് ഇഖ്ലാസ് ഉണ്ടാവണം. എങ്ങനെ ഇഖ്ലാസ് ഉണ്ടാകുക? നമുക്കറിയില്ല. മഹബത്ത് ഉണ്ടാവണം. എങ്ങനെ മഹബത്ത് ഉണ്ടാവുക? നമുക്കറിയില്ല. സൂക്ഷ്മത വേണം. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മദ്രസയിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ ദീൻ്റെ അടിത്തറ. ആളുകളെ കാണിക്കാൻ വേണ്ടി ഇബാദത്ത് ചെയ്യരുത്, ഖൽബിൽ അസൂയ ഉണ്ടാവരുത്, കിബർ ഉണ്ടാവരുത്, ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ നമ്മൾ അമല് ചെയ്യേണ്ട മുകളിൽ? ആ അമല് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ശൈഖനുമായി ബയ്യത്ത് ചെയ്യുന്നു, അവരുടെ നിന്ന് ദിക്ർ സ്വീകരിക്കുന്നു. ആ ദിക്ർ കാരണം, അവർ പറഞ്ഞ് അനുസരിക്കുന്ന കാരണം നമുക്ക് ആ പഠിച്ച ഇൽമിനനുസരിച്ച് അമല് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ പഠിച്ച ഇൽമിനനുസരിച്ച് അമല് ചെയ്യാനാണ് നമ്മളിതൊക്കെ സ്വീകരിക്കുന്നത്. അല്ലാതെ അതൊക്കെ മാറ്റി വെച്ച് വേറെ പരിപാടി നോക്കാനല്ല. അപ്പോൾ അങ്ങനെ പഠിച്ച ഇൽമിനനുസരിച്ച് അമല് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ വഅഫാദഹുൽ അമലു ഇൽമുൽ ബാത്തിൻ, ആ അമലിൻ്റെ കൂടെ അള്ളാഹു ചേർത്തി തരും ബാത്തിനിയായ ഇൽമ്, ആന്തരികമായ ഇൽമ അതിലേക്ക് കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഒരു പഠിച്ച ഇൽമ് ഉണ്ട്. ആ പഠിച്ച ഇൽമിൻ്റെ കൂടെ അമൽ ചെയ്യാന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മൾ ശൈഖനെ സ്വീകരിച്ചു, ത്വരീഖത്ത് സ്വീകരിച്ചു, ഔറാദുകൾ കൊണ്ടിടുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു അമൽ ചെയ്യാന്നുള്ള അടിസ്ഥാനത്തിൽ. അങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് എക്സ്ട്രാ തരും. എന്ത്? ബാത്തിനിയായ ഇൽമ്, ആന്തരികമായ ഇൽമ്. അത് നമ്മൾ പഠിച്ചെടുക്കണമല്ല. ഫസാറ മുശ്രിക്കൻ ഉലമാ ഫി ഉലൂമിഹിം. ആ സമയത്ത് നമ്മൾ ഉലമാക്കളോട് കൂടെ അവരുടെ ഇൽമിൽ പങ്കുകാരാവും. നമ്മളെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് 7ാം ക്ലാസ് വരെ മദ്രസ പഠിച്ച ഒരാളാണെങ്കിൽ നമ്മളും 7ാം ക്ലാസ് വരെ മദ്രസ പഠിച്ച് ത്വരീഖത്തൊന്നും സ്വീകരിക്കാത്ത, അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരുടെ മാർഗം സ്വീകരിക്കാത്ത ആളും തമ്മിൽ ആ ഇൽമിൽ ഒരേപോലെയാണ്. നമ്മൾ മദ്രസയിലെ ഇൽമിൽ ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചു. എന്താ പഠിച്ചത്? ഖുർആനിൽ ഇത്ര ഭാഗം പഠിച്ചു, ഫിഖിൽ ഇത്ര ഭാഗം പഠിച്ചു, ഇന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അതിൽ നമ്മൾ ഒരേപോലെയാണ്. തമയ്യസാൻഹും ബി ഉലൂമുസ്സായിദ. എന്നാൽ അവർക്കില്ലാത്ത എന്തോ ഒരു കാര്യം കൊണ്ട് നമുക്ക് പ്രത്യേകത ഉണ്ട്. നമ്മൾ ആ വിഭാഗമാണെങ്കിൽ കേട്ടോ, ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകത ഉണ്ട്. എന്താണ്? ഹിയ ഉലൂമുൽ ബാത്തിൻ. അവർക്കറിയാത്ത ആന്തരികമായ ചില ഇൽമ നമുക്കുണ്ട്. ആ തുസമ്മ ഐദൻ ഉലൂമുൽ വിറാസ. അതിനെയാണ് വിറാസത്തിൻ്റെ ഇൽമെന്ന് പറയാം. അപ്പോൾ നമ്മൾ പറയും പണ്ഡിതന്മാർ അവർ അമ്പിയാക്കന്മാർ അനന്തരാവകാശികളാണ് എന്ന് പറഞ്ഞാൽ
ആ ബാഹ്യമായ അറിവ് മാത്രമാണോ വിറാസത്തിൻ്റെ ഇൽമ്? അല്ല, ഹദീസിൽ അതിന് വ്യക്തമായി വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ബാഹ്യമായ ഇൽമല്ല പ്രധാനമായി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാഹ്യമായ ഇൽമനുസരിച്ച് അമല് ചെയ്ത് അള്ളാഹുലേക്കുള്ള വഴി സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് അള്ളാഹു നൽകുന്ന സ്പെഷ്യലായ ഇൽമുണ്ട്. അതാണ് വിറാസത്തിൻ്റെ ഇൽമ്. അതുകൊണ്ട് തന്നെ വിറാസത്തിൻ്റെ ഇൽമെന്ന് പേര് വിളിക്കും. അഹദൻ മിൻ ബഅദിൽ ഖബർ. ഈ വിറാസത്തിൻ്റെ ഇൽമെന്ന് പേര് വിളിക്കാൻ കാരണം എന്താ? ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. എന്താ ഹദീസിൽ വന്നത്? മൻ അമില ബിമാ അലിമ. ആരെങ്കിലും അവൻ പ്രവർത്തിച്ചു, ബിമാ അലിമ, അവൻ പഠിച്ചതനുസരിച്ച് അവൻ പ്രവർത്തിച്ചു. വറസഹുല്ലാഹു ഇൽമ മാ ലം യഅലം. അള്ളാഹു വറസ അവിടെ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് വിറാസത്തിൻ്റെ എന്നുള്ള അതേ വാക്ക് വറസഹു, അള്ളാഹു അവന് അനന്തരാവകാശമായി നൽകും ഇൽമ മാലം യഅലം, അവനറിയാത്ത ഇൽമ അവന് നൽകും. അപ്പോൾ ആരെങ്കിലും അറിഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചാൽ അള്ളാഹു അറിയാത്തത് അവന് പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അനന്തരാവകാശമായി നൽകുന്നത് എന്താ? അറിയാത്ത ഇൽമാണ്. അപ്പോൾ വാരിസായ അൽ ഉലമ വറസത്തുൽ അംബിയ എന്ന് പറയുന്ന വാരിസീങ്ങളായ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആരാ? ഉലമാക്കൾ തന്നെ യഥാർത്ഥത്തിൽ ആരാ? അവർ ആരിഫീങ്ങളായ പണ്ഡിതന്മാരാണ്. ഇന്നമ അഫാദഹും അൽ അമലു ബിമാ അലിമു ഇൽമ മാലം യഅലമു. അള്ളാഹു എന്ത് ചെയ്തു? അവർ പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചതിൻ്റെ മേൽ അള്ളാഹു എന്ത് ചെയ്തു? അവർക്ക് അധികമായി നൽകി. അവർക്കറിയാത്തത്. ലി ഇഹ്കാമിഹിം അസാസ തഖ്വ ദൂനി ഐരിയും. എന്തുകൊണ്ടാണ് അവർക്കത് അള്ളാഹു നൽകിയത്? മറ്റുള്ളവരിൽ നിന്നൊക്കെ വിഭിന്നമായി അവർ തഖ്വയുടെ അടിത്തറയിൽ ഉറച്ചു നിന്നതുകൊണ്ടാണ്. അവർക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത കാര്യത്തിനനുസരിച്ച് അവർ പ്രവർത്തിക്കാൻ തയ്യാറായി. ഉണ്ടല്ലോ മറ്റുള്ളവരൊക്കെ നമുക്കിതൊക്കെ മതി, നമ്മൾ ത്വരീക്കത്തിലൊന്നുമില്ല, നമ്മളിങ്ങനെ ശേഖന മുറുകെ പഠിക്കണമെന്നില്ല, ഒക്കെ വേണ്ട എന്ന് പറഞ്ഞാൽ ഓരോങ്ങനെ പോയപ്പോൾ നമ്മളെന്ത് ചെയ്തു? നമ്മൾ അങ്ങനത്തെ ആൾക്കാരാണ്. നമ്മളെന്ത് ചെയ്തു? അതിനൊക്കെ മാറി ചിന്തിച്ചു, ബൈഅത്ത് ചെയ്തു, ദിക്ർ സ്വീകരിച്ചു, നമ്മളെ ഹൃദയം ശുദ്ധീകരിക്കുന്ന മാർഗത്തിലേക്ക് പ്രവേശിച്ചു. നമ്മൾ പഠിച്ചതനുസരിച്ച് അമല് ചെയ്യാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മളെന്ത് ചെയ്തു? അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ സാധാരണ ആളുകൾ തഖ്വയിൽ അടിസ്ഥാനപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതലായി അടിസ്ഥാനപ്പെടുത്തി നമ്മൾ തഖ്വയിൽ. അതുകൊണ്ട് മറ്റുള്ളവർക്ക് അറിയാത്തത് നമുക്ക് അള്ളാഹു പഠിപ്പിച്ചു തരും. ഖാലല്ലാഹു തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ കലാമിൽ പറയുന്നുണ്ട്, വത്തഖുല്ലാഹ വയുഅല്ലിമുക്കുമുല്ലാഹ്. നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. എന്തിന്? അങ്ങനെ ചെയ്താൽ വയുഅല്ലിമുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഖാല ഷെയ്ഖ് മുഹീദ്ദീൻ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹീദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാൻ, ഐ മാ ലം തകൂനു തഅലമൂൻ. ഇവിടെ അള്ളാഹു പഠിപ്പിച്ചു തരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് അറിയാത്ത അള്ളാഹു പഠിപ്പിച്ചു തരുന്നതാണ്. ബിൽ വസായിത്ത്, അതായത് നമ്മൾ ഒരു മധ്യവർത്തിയിലൂടെ ഉസ്താദന്മാരിലൂടെ പഠിച്ച കാര്യം ഉണ്ടാവുമല്ലോ, ആ പഠിച്ചതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഉലൂമുൽ ഇലാഹിയ ഉലൂമിൽ നിന്ന്, ഇലാഹിയ അറിവിൽ നിന്ന് നമുക്ക് മധ്യവർത്തികളിലൂടെ കിട്ടിയതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ, ഉസ്താദന്മാരിലൂടെ നമുക്ക് കിട്ടിയ കാര്യങ്ങൾക്ക് അപ്പുറത്തുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വലിദാലിക, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ചേർത്തി വെച്ചത് അത്തഅലീമു ഇലാ ഇസ്മില്ലാ യുഅല്ലിമുക്കുമുല്ലാഹ്. അവിടെ അള്ളാഹിൻ്റെ ഇസ്മിനെ അവിടെ ചേർത്തി, യുഅല്ലിമുക്കും എന്നതിനെ ചേർത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹ് എന്നുള്ള ഇസ്മ. അത് എന്തിനാണ് അള്ളാഹ് ചേർത്തി വെച്ചത്? അള്ളാഹ് പഠിപ്പിച്ചു തരും. നിങ്ങൾക്ക് സാധാരണ ഉസ്താദന്മാരിലൂടെ ലഭിച്ച ഇൽമിൻ്റെ അപ്പുറത്തുള്ള ഇൽമ അള്ളാഹ് പഠിപ്പിച്ചു തരുമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലദീ ഹുവ ദാലുൻ അലദ്ദാത്തി, ആ ഇസ്മാകട്ടെ അത് അള്ളാഹിൻ്റെ ദാത്തിനെ സൂചിപ്പിക്കുന്ന ഇസ്മാണ്. അജാമിയലി അഫ്ആലി വ അസ്മാഇ വ സിഫാത്തി, അവൻ്റെ പ്രവർത്തനങ്ങളെയും അവൻ്റെ നാമങ്ങളെയും അവൻ്റെ വിശേഷണങ്ങളെയും എല്ലാം സൂചിപ്പിക്കുന്ന ഒരു നാമമാണ് യഥാർത്ഥത്തിൽ അള്ളാഹ് എന്നുള്ള ഇസ്മ. അപ്പോൾ അള്ളാഹു പറഞ്ഞല്ലോ, അത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. അല്ലിമുക്കുമുല്ലാഹ്, എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ അള്ളാഹു പഠിപ്പിച്ചിരുന്നു പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഇസ്മിനെ പഠനവുമായി ബന്ധപ്പെടുത്തിയത് അള്ളാഹ് ഇതുവരെ നിങ്ങൾക്ക് പഠിപ്പിച്ച പഠനവുമായി ബന്ധപ്പെട്ട് ഉസ്താദന്മാരിൽ നിന്ന് കിട്ടിയ ഇൽമിൻ്റെ അപ്പുറത്തുള്ള ഇൽമ് അള്ളാഹ് നിങ്ങൾക്ക് നേരിട്ട് തരുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. വയഹ്കാമു അസാത്തു തഖ്വ, അതുകൊണ്ട് തന്നെ തഖ്വയുടെ അടിത്തറയിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഹുവ സുല്ലമു, അതൊരു കോണിയാണ്. അല്ലദീ യുർത്തഖാ ബിഹി, അതിലൂടെയാണ് നിങ്ങൾ കയറുന്നത്. ഇലാ ഇദ്റാഖൽ ഉലൂമിൽ ഖിബാർ,
ഉന്നതരായ ആളുകളുടെ അറിവുകൾ നേടിയെടുക്കുന്നതിലേക്ക് നിങ്ങൾ കയറുന്നത് ആ ഒരു കോണിപ്പടിയിലൂടെയാണ്. ഉഷ്റഫു മിൻഹു, അതിലൂടെയാണ് നിങ്ങൾ നോക്കുന്നത് അലാ ഫഹമിദ അസ്റാർ, അസ്റാറുകളുടെ സൂക്ഷ്മമായ തലങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതും അതിലൂടെയാണ്. കാലഫി ഹിക്കമിൽ അതായിയ, ബഹുമാനപ്പെട്ട ഇബ്നു അതായില്ല സിക്കന്ദരി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഹിക്കമിൽ പറയുന്നുണ്ട്, കൈഫ യുശ്രിക്കു കൽബുൻ, എങ്ങനെയാണ് നിങ്ങളുടെ ഹൃദയം തിളങ്ങുക, എങ്ങനെയാണ് നിങ്ങളുടെ ഹൃദയം തിളങ്ങുക, സുവറുൽ അഖ്വാനി മുൻതബിഅത്തുൻ ഫീ മിറാഅത്തി, അതിൻ്റെ കണ്ണാടിയിൽ ഈ ലോകങ്ങളുടെ ചിത്രങ്ങളല്ലേ കുത്തിവെച്ചിട്ടുള്ളത് മുഴുവൻ. നിങ്ങൾ ലൗകികമായ ദുനിയാവിൻ്റെ ചിത്രങ്ങളാണല്ലോ അതിലൊക്കെ കുത്തിവെച്ചിട്ടുള്ളത്. അള്ളാഹുവിലൂടെ അല്ലല്ലോ ഇതൊന്നും നിങ്ങൾ കാണുന്നത്. എല്ലാം വേറിട്ട്, അള്ളാഹിൽ നിന്ന് വേറിട്ട കുറേ ചിത്രങ്ങളായി നിങ്ങൾ കുത്തിവെച്ചാൽ എങ്ങനെ നിങ്ങൾ ഹൃദയം തിളങ്ങും? നമ്മൾ ഹൃദയമൊക്കെ തിളക്കണം, ഹൃദയം വെട്ടിത്തിളങ്ങണം, അതിലിങ്ങനെ മാരിഫത്തുങ്ങളെ ലംഘണം എന്നൊക്കെ നമ്മൾ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളെ ആഗ്രഹങ്ങൾ മുഴുവൻ ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ. ഈ ആഗ്രഹങ്ങളുമായി ഉണ്ടാവുമ്പോൾ ആ ആഗ്രഹങ്ങൾ ഇങ്ങനെ ആ കണ്ണാടിയിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതപ്പെട്ടതുപോലെയാണ്. ആ കണ്ണാടിയുടെ മുകളിൽ അങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചാൽ പിന്നെ എങ്ങനെയാണ് അത് തിളങ്ങുക? ഒരു കണ്ണാടിൻ്റെ മുകളിൽ മൊത്തം ചളിയാണെങ്കിൽ എങ്ങനെ ആ കണ്ണാടിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക? ഇല്ലല്ലോ. അം കൈഫ യർഹലു ഇലല്ലാഹ്, നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹിലേക്ക് യാത്ര ചെയ്യുക? വഹുവ മുഖബ്ബലുൻ ഫീ ഷഹവാതിഹി, നിങ്ങൾ നിങ്ങളുടെ ദേഹേച്ഛകളുടെ തടങ്കലിലാണ് ആയി നിൽക്കുന്ന സമയത്ത്. നിങ്ങൾ ചങ്ങലയിട്ട് ഇടപെട്ടിട്ടുള്ളതാണ്. എന്തിൻ്റെ മുകളിൽ ചങ്ങല ഇടപെട്ടത്? നിങ്ങളെ ദേഹേച്ഛകൾ കൊണ്ട് നിങ്ങളങ്ങനെ വരിഞ്ഞ് മുറുകി ചങ്ങലക്കിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹിലേക്ക് യാത്ര ചെയ്യുക? നിങ്ങൾക്ക് അള്ളാഹിലേക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ടല്ലേ? സംഭവമൊക്കെ ശരി ആയിക്കോട്ടെ, നിങ്ങളെ ദേഹേച്ഛൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഇട്ട അവസ്ഥയിലല്ലേ, അതിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറല്ലോ. പിന്നെ എങ്ങനെ നിങ്ങൾ അള്ളാഹിലേക്ക് യാത്ര ചെയ്യും? അം കൈഫ യത്മഉ, എങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? യദ്ഖുലു ഹദ്റത്തുല്ലാഹി തആല, അള്ളാഹിൻ്റെ ഹദ്റത്തിൽ എത്തിച്ചേരണം നിങ്ങൾ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്? വഹുവ ലം യതതഹർ മിൻ ജനാബാത്തിൽ അഫ്ലാത്ത്, അള്ളാഹുവിനെ തൊട്ടുള്ള അശ്രദ്ധയുടെ ജനാബത്ത്, അതിൻ്റെ വലിയ ശുദ്ധിയിൽ നിന്ന് നിങ്ങൾ ശുദ്ധിയാവാതെ എങ്ങനെ അള്ളാഹിൻ്റെ ഹദ്റത്തിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്കൊരു ഹദ്റത്തിലേക്ക് പ്രവേശിക്കണം എന്ന് നമ്മൾ അശുദ്ധിയിൽ നിന്നൊക്കെ ശുദ്ധിയായി വൃത്തിയായി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടല്ലേ നമ്മൾ പോവുക. നിങ്ങളാവുന്നത് അള്ളാഹു ആകുന്ന അള്ളാഹിനെ തൊട്ടുള്ള അശ്രദ്ധയാകുന്ന അള്ളാഹിനെ തൊട്ടുള്ള അശ്രദ്ധയാകുന്ന ജനാബത്ത് ഉള്ള അവസ്ഥയിൽ അങ്ങനെയുള്ളത്. നിങ്ങൾ കുളിക്കാതെ ആ ശുദ്ധിയൊക്കെ മാറാതെ അള്ളാഹിനെ തൊട്ടുള്ള സ്മരണയിലായി നിൽക്കുന്ന അവസ്ഥയിലായിട്ടല്ലാതെ നിങ്ങൾ എങ്ങനെ അള്ളാഹിൻ്റെ ഹദ്റത്തിലേക്ക് പ്രവേശിക്കും? നിങ്ങൾക്ക് അള്ളാഹിൻ്റെ ഹദ്റത്തിൽ പ്രവേശിക്കണമല്ലേ, പക്ഷേ ഈ അഫ്ലത്ത് നിങ്ങൾ ഒഴിവാക്കാതെ നിങ്ങൾ എങ്ങനെ സാധിക്കുക? അം കൈഫ യർജു അൻ യഫഹമ ദഖായിഖൽ അസ്റാർ, എങ്ങനെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അൻ യഫഹമ ദഖായിഖൽ അസ്റാർ, ആത്മീയമായ രഹസ്യങ്ങളുടെ രുചി എനിക്ക് കിട്ടണം, അതിൻ്റെ രഹസ്യങ്ങൾ സൂക്ഷ്മമായ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകണം എന്ന് നിങ്ങളെങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്? വഹുവ ലം യതുബ് മിൻ ഹഫവാതിഹി, നമ്മൾ തെറ്റുകളിൽ നിന്ന് നമ്മൾ തൗബ ചെയ്യാതെ നിൽക്കുന്ന അവസ്ഥയിൽ. നമുക്കൊരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റുകളിൽ നിന്നൊക്കെ തൗബ ചെയ്യാതെ, അതിൽ നിന്ന് മടങ്ങാതെ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കാതെ നമ്മളെങ്ങനെയാണ് ദിവ്യമായ രഹസ്യങ്ങളുടെ താക്കോലുകൾ കിട്ടണം, അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങണം നമ്മളെങ്ങനെ ആഗ്രഹിക്കുന്നത്? ഇതങ്ങനെ സാധ്യമാവുക എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അതായില്ല സിക്കന്ദരി തങ്ങൾ പറയാണ്. യുരീദു, അതായത് ഇബ്നു അതായില്ല സിക്കന്ദരി തങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ന ഫഹമ ദഖായിഖൽ അസ്റാർ, ഈ സൂക്ഷ്മമായ അസ്റാറുകളുടെ സൂക്ഷ്മമായ കാര്യങ്ങൾ അത് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ലാ യകൂനു ഇല്ലാ ബിത്തഹ്ഖീഖി മഖാമ തൗബ, തൗബയുടെ മക്കാമ് എത്തിച്ചാലല്ലാതെ നിങ്ങൾക്ക് രഹസ്യങ്ങളുടെ സൂക്ഷ്മമായ കാര്യങ്ങളൊന്നും അനുഭവിക്കാൻ സാധിക്കില്ല. വലാ യതഹഖഖ മഖാമു തൗബ, തൗബയുടെ മഖാമ് എത്താൻ സാധിക്കില്ല ഇല്ലാ ബി അഹ്കാമി അസാസി തഖ്വ, അള്ളാഹിനെ സൂക്ഷിക്കുന്നതിൻ്റെ തഖ്വയുടെ അടിത്തറയിൽ നമ്മൾ ഉറച്ചു നിന്നാലല്ലാതെ തൗബൻ്റെ മക്കാം എത്തിക്കാൻ സാധിക്കില്ല. തൗബൻ്റെ മക്കാം എന്ന് പറഞ്ഞാൽ വലിയൊരു മക്കാമാണ്. തൗബയുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് തൗബയിൽ നിന്നുള്ള തൗബയാണ്.
ആ ഒരവസ്ഥ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ തഖ്വയിൽ നമ്മൾ അടിസ്ഥാനപ്പെടുത്തണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് മാത്രമേ തൗബ നമുക്ക് മനസ്സിലാവുള്ളൂ. തൗബ മനസ്സിലായാലേ ആത്മീയമായ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഫിൽ ലാഹിരി വൽ ബാത്തിൻ, ബാഹ്യമായും ആന്തരികമായും, വസീറി വൻ നജ്വ, രഹസ്യമായും പരസ്യമായും ഒക്കെ അള്ളാഹുവിനെ തഖ്വ ചെയ്യുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാവണം. വഹുലു ത്വരീഖി, ത്വരീഖത്തിൻ്റെ അഹലുകാർ വഹും മഹ്കമു അസാസ തഖ്വ, തഖ്വയുടെ അടിത്തറയിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. തഅല്ലമു ഇൽമലില്ലാ, അവർ അള്ളാഹുവിന് വേണ്ടി പഠിക്കുന്നവരാണ്. ത്വരീഖത്തിൻ്റെ അഹലുകാരെന്ന് പറഞ്ഞാൽ തഖ്വ പുലർത്തുന്നവരും അള്ളാഹുവിന് വേണ്ടി പഠിക്കുന്നവരാണ്. വഅമിലു ബിമാ അലിമു, എന്നിട്ട് അവർ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമാണ്. ലിമൗലി തഖ്വാഹും, അവരുടെ തഖ്വയുടെ ഉറച്ച നിൽക്കുന്ന അവസ്ഥ കൊണ്ട് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. വറസഖഹുമുല്ലാഹു, അങ്ങനെ വരുന്ന സമയത്ത് അള്ളാഹു അവർക്ക് റിസ്ക് നൽകും, അള്ളാഹു അവർക്ക് പകർന്നു നൽകും. ഇൽമമാ ലം യഅലമു, അവർക്കറിയാത്ത ഇൽമിന്. അപ്പോൾ നമ്മളെ ബുദ്ധിക്കൊക്കെ ഉള്ള റിസ്ക്കാണ് യഥാർത്ഥത്തിൽ ഇൽമ് എന്ന് പറഞ്ഞാൽ, അറിവ് എന്ന് പറഞ്ഞാൽ. നമ്മൾ റിസ്ക് കുറച്ച് കുറവുണ്ട്, കുറേ ആയി ഞാൻ പട്ടിണിയിലാണ്, ഇൽമിലിങ്ങനെ എൻ്റെ ബുദ്ധി നിറയുന്നില്ല, നമ്മളാരും പറയല്ലേ. യഥാർത്ഥത്തിൽ അതാണ് ഏറ്റവും വലിയ റിസ്ക്. ആ റിസ്ക് നമുക്ക് കുറയുന്നുണ്ട്. നമ്മൾ ബാഹ്യമായ ഉപജീവനം മാത്രമാണ് റിസ്ക്കായിട്ട് പരിഗണിക്കുക. അള്ളാഹു നീ എനിക്ക് റിസ്ക് തരണമെന്ന് പറഞ്ഞാൽ ആരിഫീങ്ങളുടെ റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്കുള്ള റിസ്ക്കും അതിൻ്റെ കൂടെ ബാഹ്യമായ റിസ്ക്കും ഒക്കെ അതിൽപ്പെടും. അപ്പോൾ റസഖഹുമുല്ലാ, അള്ളാഹു അവർക്ക് പകർന്നു നൽകും ഇൽമമാലം യാലമു, അവർക്കറിയാത്ത ഇൽമിനെ. അപ്പോൾ ആരെങ്കിലും ഈ ത്വരീഖത്തിൻ്റെ ആളുകളെ ചെയ്യുന്ന അവസ്ഥ എന്താ? അവർ തഖ്വയിൽ ഉറച്ചു നിൽക്കുന്നവരും അവർ അള്ളാഹുവിന് വേണ്ടി പഠിക്കുന്നവരും പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യുന്നവരുമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹു അവർക്ക് റിസ്ക് കൊടുക്കും. ഇമാലം യഅലമു, അവർക്കറിയാത്തതിനെ. മിൻ അരീബിൽ ഉലൂം, എങ്ങനത്തെ ഇൽമാണ് അവർക്ക് കൊടുക്കുക? മിൻ അരീബിൽ ഉലൂം, അസാധാരണമായ ഇൽമുകൾ അവർക്ക് നൽകും. വദഖാഇൽ ഇഷാറാത്ത്, സൂക്ഷ്മമായ സൂചനകൾ അവർക്ക് മനസ്സിലാവും. വറഖായിക്കൽ ഫുഹൂം, വളരെ ശുദ്ധമായ ഫുഹൂം എന്ന് പറഞ്ഞാൽ ബോധ്യങ്ങൾ അവർക്ക് മനസ്സിലാവും. അതായത് കാര്യങ്ങൾ ബോധ്യപ്പെടും, അവർക്ക് ഫഹമുണ്ടാവും. വസ്തംബത്തു മിൻ കലാമില്ലാഹി തആല വ കലാമി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ അള്ളാഹുവിൻ്റെയും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കലാമുകളിൽ നിന്ന്, വാക്കുകളിൽ നിന്ന് അവർ പുറത്തെടുക്കും. അറായിബുൽ ഉമൂർ, അറായിബുൽ ഉമൂർ എന്ന് പറഞ്ഞാൽ അസാധാരണമായ അർത്ഥങ്ങളെ, വഅജായിബുൽ അസ്റാർ, അത്ഭുതപ്പെടുത്തുന്ന രഹസ്യങ്ങളെ. അപ്പം ഈ ത്വരീഖത്തിൻ്റെ അഹലുകാരുടെ പ്രവർത്തനം എന്താ? നമ്മളെ പ്രവർത്തനത്തെ വീക്ഷിക്കണം. നമ്മൾ ത്വരീഖത്തിൻ്റെ ആളുകളെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ ആദ്യം പഠിക്കണം, പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യണം. അമൽ ചെയ്യുന്നതിനനുസരിച്ച് അങ്ങനെ നമ്മൾ ചെയ്താൽ അള്ളാഹു നമുക്ക് റിസ്ക് നൽകും. എങ്ങനത്തെ റിസ്ക്? അത്ഭുതകരമായ ഒരുപാട് അറിവുകൾ നൽകും. ഒരുപാട് കാര്യങ്ങളുടെ ഗ്രാഹ്യത കിട്ടുന്ന ഒരു ഫഹം നമുക്കുണ്ടാവും. നമ്മൾ ബുദ്ധി വികസിക്കും. അതിലൂടെ നമുക്ക് ഖുർആൻ സുന്നത്ത് തന്നെ വീണ്ടും പഠിക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന രഹസ്യങ്ങളും നമുക്ക് സൂക്ഷ്മമായ അറിവുകളും ആർക്കും മനസ്സിലാവാത്തായിരിക്കും. നമുക്കതിങ്ങനെ വായിക്കുമ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാവും. അതാർക്കും മനസ്സിലാവാത്ത കാര്യങ്ങളായിരിക്കും. അത്ഭുതകരമായ കുറേ രഹസ്യങ്ങളും അതുപോലെ തന്നെ അസാധാരണമായ അറിവുകളൊക്കെ നമുക്ക് ലഭിക്കും. വറസഹത്ത് അഖ്ദാമുഹും ഫിൽ ഇൽം, അങ്ങനെ നമ്മൾ ഇൽമിൽ അടിയുറച്ചവരായി നിലകൊള്ളും. ഫഹുമുൽ ഉലമ ഉർ റാസിഹൂൻ, അവരാണ് യഥാർത്ഥത്തിൽ റാസിഹൂൻ ഫിൽ ഇൽം എന്ന് പറഞ്ഞ ആളുകൾ. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തഫ്സീറൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ തഫ്സീറിലൊക്കെ റാസിഹൂൻ ഫിൽ ഇൽം ആരാണെന്ന് പറഞ്ഞ തഫ്സീറായിരുന്നു നമ്മൾ വിശദീകരിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇൽമിൽ അടിയുറച്ചവർ എന്ന് പറഞ്ഞാൽ ആരാണ്? അവരിങ്ങനത്തെ സൂഫിയാക്കന്മാരാണ്. അവർ പഠിക്കുകയും പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യുകയും അള്ളാഹു എന്നിട്ട് അവർക്ക് അമലും ഇൽമും ഉൾക്കാഴ്ചയൊക്കെ വർദ്ധിപ്പിച്ച് നൽകുകയും അത് വെച്ച് അവർ ഖുർആനും സുന്നത്തും വീണ്ടും പഠിക്കുകയും അതിലൊരുപാട് അറിവുകൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരാണ് റാസിഹൂന ഫിൽ ഇൽം. റളിയല്ലാഹു അൻഹു വഅർളാഹു വഅനാലനാ ബിമഹദി ഫദ്ലിഹി വകറമി. അള്ളാഹു തആല അള്ളാഹിൻ്റെ മഹദ് ഫദ്ല് കൊണ്ട്, അള്ളാഹിൻ്റെ ശുദ്ധമായ അനുഗ്രഹം കൊണ്ട്, വകറമിഹി അവൻ്റെ ഔദാര്യം കൊണ്ട് നമുക്കും അതുപോലെ തന്നെ നൽകട്ടെ. ബിമ്മ ഹസ്സഹും
ബിഹി ഔലാഹും, അവർക്ക് അള്ളാഹു നൽകിയതുപോലത്തെ കാര്യങ്ങൾ അള്ളാഹു നമുക്കും നൽകട്ടെ എന്ന് മഹാനുകൾ ദുആ ചെയ്യണം. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാമ സയ്യിദി അഹമ്മദ് സുക്കൈർ റളിയല്ലാഹു അൻഹു തങ്ങൾ തൻ്റെ ഖദമുൽ റുസൂഖ് ഫീമാലി മുഅല്ലിഫിഹി മിനശ്ശുയൂഖ് എന്ന ഗ്രന്ഥത്തിൽ പരാമർശിച്ചത് ഇപ്രകാരമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഷെയ്ഖായ അല്ലാമ സയ്യിദി അബ്ദുല്ലാഹ് ബിൻ ഇദ്രീസ് അൽ ബദ്രാവി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ആരിഫ് ബില്ല മഹാനായ സയ്യിദി മുഹമ്മദ് അദ്ദബ്ബാഗിൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു. അദ്ദേഹം അബൂ തുർബൂഷ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അബൂ തുർബൂഷ് എന്നറിയുന്ന ആൾ ഷെയ്ഖ് സയ്യിദി മുഹമ്മദ് അദ്ദബ്ബാഗാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാണ്. ആരാ പറയുന്നത്? അല്ലാമ അബ്ദുല്ലാ ബിൻ ഇദ്രീസ് അൽ ബദ്രാവി റളിയല്ലാഹു അൻഹു. അദ്ദേഹം നിരക്ഷരനായിരുന്നുവെങ്കിലും ആത്മീയ രഹസ്യങ്ങൾ വെളിവാക്കപ്പെട്ട ഫത്ഹ് ലഭിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അത് പിന്നെ മദ്രസയിലൊന്നും പോയി പഠിച്ച ആളല്ല ഈ അബൂ തുർബൂഷ് എന്ന് പറഞ്ഞ മഹാൻ. അദ്ദേഹം അതായത് ഷെയ്ഖ് ബദ്രാവി ഒരിക്കൽ സ്വന്തം വീടിൻ്റെ പടിക്കൽ നിന്ന് വാതിൽ ജവാഹിറിലേക്ക് അദ്ദേഹത്തെ അബൂ തുർബാഷിനെ അനുഗമിക്കുകയുണ്ടായി. ഫാസ് നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന താഴ്വരയാണത്. വിനോദത്തിനായുള്ള വാർഷിക പതിവനുസരിച്ച് സുൽത്താനു ത്വലബ ആഘോഷം അവിടെ ഇറങ്ങിയതുകൊണ്ട് നഗരത്തിന് പുറത്ത് സഞ്ചാര ലക്ഷ്യമാക്കിയായിരുന്നു അവിടെ യാത്ര. അപ്പോൾ അവിടെ ഒരു ആഘോഷം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അബൂ തുർബൂഷ് റളിയല്ലാഹു അൻഹു തങ്ങളും ഷെയ്ഖ് ബദ്രാവി റളിയല്ലാഹു അൻഹു തങ്ങളും ഒരുമിച്ച് അവിടെ ആഘോഷം നടക്കുന്നതുകൊണ്ട് അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് മാറാമെന്ന് വിചാരിച്ച് വേറെ സ്ഥലത്തേക്ക് പോയി. അദ്ദേഹം അതായത് ഷെയ്ഖ് ബദ്രാവി അബൂ തുർബൂഷുമായി ബിസ്മിയുടെ ബാഗ് എന്ന അക്ഷരത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. പോകുമ്പോഴും അവിടെ ഇരിക്കുമ്പോഴും അവർ മടങ്ങി വരുമ്പോഴുമെല്ലാം പകലിൻ്റെ ഭൂരിഭാഗം സമയവും ആ അക്ഷരത്തെക്കുറിച്ചുള്ള സംസാരത്തിൽ അവർ മുഴുകി. അതിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചും അതിലടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങളെയും വിജ്ഞാനങ്ങളെക്കുറിച്ചും ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്തതും ഒരു പുസ്തകത്തിലും രേഖപ്പെടുത്താത്തതുമായ കാര്യങ്ങൾ അതായത് അബൂ തുർബൂഷ് അദ്ദേഹത്തിന് വിശദമാക്കി കൊടുത്തു. മാത്രമല്ല താൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തീരമില്ലാത്ത ഒരു സമുദ്രത്തിലെ ഒരു തുള്ളി മാത്രമാണെന്ന് അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ അബൂ തുർബൂഷ് റളിയല്ലാഹു അൻഹു തങ്ങൾ മദ്രസയിലും പോയി പഠിക്കാത്ത ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് അള്ളാഹു ഒരുപാട് അറിവ് നൽകി. അറിവിൻ്റെ ഒരു അത്ഭുതമാണ് ഇവിടെ വിശദീകരിച്ചത്. കാല അബൂബക്കർ അൽ വാസിത്തി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ് റഹിമഹുല്ലാഹു തആല അറാസിഹൂന ഫിൽ ഇൽമിൽ അടിയുറച്ചവർ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ഹുവല്ലദീൻ, അവരാണ് റസഹൂ ബി അർവാഹിഹിം, അവരുടെ ആത്മാക്കളെ അവർ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഫി ഐബിൽ ഐബിൽപ്പെട്ട ഐബായ, അതായത് മറഞ്ഞതിൻ്റെ മേൽ മറഞ്ഞവനായ അത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. വഫി സിർ രഹസ്യത്തിൻ്റെ രഹസ്യമായ അതും അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അതായത് മറഞ്ഞവനായ രഹസ്യത്തിൻ്റെ രഹസ്യമായവനായ ഹഖ് സുബ്ഹാനഹു വതആലയുടെ ഉള്ളിൽ അവരുടെ അർവാഹുകളുടെ അവരുടെ റൂഹുകളെ പതിപ്പിച്ചിട്ടുണ്ട്. ഫഅറഫഹുമുൽ ഹഖ് സുബ്ഹാനഹു വതആല മാ അറഫഹും, അങ്ങനെ അവരതിൽ അവരുടെ കാലുകൾ റൂഹിൻ്റെ കാലുകൾ അവിടെ അടിയുറപ്പിച്ച് വെച്ചതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് അറിയിച്ചു കൊടുത്തതൊക്കെ. വഅറാദ മിൻഹും മിനൽ മുഖ്തദൽ ആയാത്ത്, അവൻ്റെ ആയാത്തുകളെക്കുറിച്ച് അവൻ്റെ അടയാളങ്ങളെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ്റെ വാക്യങ്ങളെക്കുറിച്ച് അതിലുള്ള ഒരുപാട് സൂചനകളെക്കുറിച്ച് അള്ളാഹു അവർക്ക് അറിയിച്ചു കൊടുത്തു. മാലം യുരിദുഹു മിൻ ഐരിഹിം, മറ്റാൾക്കും അള്ളാഹു അറിയിച്ചു കൊടുക്കാത്തത്. വഹാദു ബഹ്റൽ ഇൽമ, അങ്ങനെ അവർ ആ അറിയിച്ചു കൊടുത്തത് വെച്ച് അവർ ആ ഇൽമിൻ്റെ സാഗരത്തിലേക്ക് അങ്ങനെ ഊന്നിറങ്ങി. ബിഫഹ്മി, അവരുടെ ആ ഒരു ബോധ്യം കൊണ്ടും അവരുടെ ഫഹ്മ് കൊണ്ടും ഉൾക്കാഴ്ച കൊണ്ടും ലി ത്വലബ് സിയാദാത്ത്, അങ്ങനെ കൂടുതൽ ഇൽമിന് വേണ്ടി അവരിങ്ങനെ ആഴ്ന്നിറങ്ങി. ഫങ്കശഫലഹും, അങ്ങനെ അവർക്ക് അള്ളാഹു വെളിവാക്കി കൊടുത്തു. മിനൽ മആനിൽ ഹസാഇനി വൽ മഹജൂൻ, രഹസ്യമാക്കപ്പെട്ട ഒരുപാട് നിധികളുടെയും കലവറകളുടെയും വിജ്ഞാനങ്ങൾ അവർക്ക് അള്ളാഹു വെളിവാക്കി കൊടുത്തു. മാ തഹത കുല്ലു ഹർഫിൻ വായ, പരിശുദ്ധമായ ഖുർആനിലെ ഓരോ ഹർഫിലെയും ഓരോ ആയത്തിൻ്റെയും രഹസ്യങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. വസ്തഖ്റജു ദുററ വൽ ജവാഹിർ, അങ്ങനെ അവരതിൽ നിന്ന് മുത്തുകളും പവ്യങ്ങളൊക്കെ പുറത്തെടുക്കാൻ തുടങ്ങി. മനത്തക്കോ ഹിക്മത്തി, അങ്ങനെ അവർ ആ ഹിക്മത്ത് കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ഇതൊക്കെ അവർക്ക് നേടിയെടുക്കാൻ കാരണം എന്താ? അവരുടെ റൂഹിനെ അള്ളാഹുവുമായി ബന്ധിക്കുകയും
അള്ളാഹുവിൻ്റെ ഇൽമിൽ മുഴുകുകയും അതിനെ ആ പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യുകയും അവർ ചെയ്തപ്പോൾ അള്ളാഹു അവർക്ക് ഇങ്ങനെ വർദ്ധിപ്പിച്ച് കൊടുത്തു. നമ്മൾ ഏത് വിഷയത്തിലും അങ്ങനെ ഏതിലും നമുക്ക് വർധനവ് ആഗ്രഹമുണ്ടോ, നമുക്ക് എന്താണ് ചോയ്സ് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പോൾ ഈ ഉമ്മിയായ പണ്ഡിതന്മാർ ഒരുപാട് നമ്മൾ എണ്ണാറുണ്ട്. അതായത് മദ്രസയിലൊന്നും പോയി പഠിക്കാത്ത ബാഹ്യമായ ഇൽമില്ലാത്ത ഔലിയാക്കന്മാർ, ആ ഔലിയാക്കന്മാർ വലിയ ആരിഫീങ്ങളായ ചരിത്രം നമ്മൾ വായിക്കാറുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഉള്ളിൽ നമുക്ക് നഫ്സ് പറയുക എന്തായിരിക്കും അറിയാം, അതൊന്നും പഠിക്കേണ്ടതുകൊണ്ട് അവരൊക്കെ കണ്ടിട്ട് വലിയ ആൾക്കാരാണ്, പഠിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഈ പഠിക്കാതെ അങ്ങനെ പോയാൽ മതി. അങ്ങനെയല്ല ഇന്ന് മനസ്സിലാക്കേണ്ടത്. അവർക്ക് അറിയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് എന്താണോ അള്ളാഹു അറിയിച്ചു കൊടുത്തത് അതിൻ്റെ മുകളിൽ അവർ അമൽ ചെയ്യാൻ തുടങ്ങി. അവർക്ക് ആകെ 1, 2 അതേ അറിയുള്ളൂ എന്ന് കരുതി ആ 1, 2 അവർ പ്രവർത്തിക്കാൻ തുടങ്ങി. പ്രവർത്തിച്ച് സമയം മുഴുവൻ അതിൽ ചിലവഴിക്കപ്പോൾ അവർക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ബാഹ്യമായ അറിവിൽ നിന്ന് ഓഹരി ലഭിച്ച ആൾക്കാരോ ഇവരെക്കാളും കൂടുതൽ പ്രവർത്തിക്കണം. കാരണം അവർക്ക് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. കുറച്ച് കൊടുത്തതിൽ അവർ പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹു ഒരുപാട് വർദ്ധിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കൊടുത്ത ആളുകൾക്ക് കൂടുതൽ അള്ളാഹു കൊടുക്കുമല്ലോ. ആ കൂടുതൽ കൊടുത്തതിൽ നമ്മൾ മുഴുകണം. അപ്പോൾ നമ്മൾ കൂടുതൽ നമുക്ക് ഇൽമ പഠിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടല്ലോ, പിന്നെ ഈ മറ്റുള്ളവരെ പോലെ അല്ലല്ലോ. അപ്പോൾ ഇൽമ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് അത് പഠിക്കാതിരിക്കുക എന്ന് പറയുന്നത്, എന്നിട്ട് അത് നമ്മൾ ഈ മഹാന്മാർ അതിന് ഒഴിവുകഴിവായിട്ട് കാണുന്നത്, അത് ശരിക്കും നമ്മൾ നഫ്സിൻ്റെ തേട്ടങ്ങൾക്ക്, നഫ്സിൻ്റെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ നിന്നു കൊടുക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. അതേസമയം നമുക്ക് ഇൽമ പഠിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മളെന്താണോ അറിവ്, നമ്മളിതൊരു കാട്ടിലാണ് എന്ന് കരുതുക, നമുക്കിത് ഒരു ആലിമിനെ കണ്ടെത്താനുള്ള സൗകര്യമില്ല, അല്ലെങ്കിൽ നമ്മളേതൊരു തടവറയിലാണ്, അവിടെ പഠിക്കാനുള്ള സൗകര്യമില്ല, അവിടെ നമ്മൾ പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി. അള്ളാഹു നമുക്ക് അറിയാത്ത പഠിപ്പിച്ചു തരും. അതേസമയം നമുക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ അള്ളാഹു മുമ്പിൽ വെച്ച് തന്നിട്ട് നമ്മളത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ, എന്നിട്ട് നമുക്ക് അറിയാത്ത അള്ളാഹ് പഠിപ്പിച്ചു തരട്ടെ എന്ന് വിചാരിക്കുകയാണ്, അത് അള്ളാഹിൻ്റെ മുകളിൽ ഒരു അവകാശം നമ്മൾ പറയുന്നത് പോലെയാണ്. അള്ളാഹ് വെച്ച സുന്നത്തിനെ നമ്മൾ പരിപാലിക്കാത്തവനെ പോലെയാണ്. അങ്ങനെ ചെയ്യുകയും ചെയ്യരുത്. എന്നാലും അള്ളാഹിൻ്റെ സുന്നത്ത് എന്താ, നമ്മൾക്ക് അള്ളാഹു തന്ന അവസരങ്ങൾ മുതലാക്കുകയും അതിനനുസരിച്ച് നമ്മൾ പഠിക്കുകയും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ പഠിക്കാത്തത് അള്ളാഹു നമുക്ക് അറിയിച്ചു തരും. ഇത് ഏത് വിഷയത്തിലും ഇങ്ങനെ തന്നെയാണ്. നമുക്ക് സമയത്തിൽ ബർക്കത്തുണ്ടാകും നമ്മൾ ആഗ്രഹിക്കുന്നു. അതും ഉന്നതരായ ആരിഫീങ്ങളുടെ അവസ്ഥകൾ, അവരൊരു നിമിഷം കൊണ്ട് എന്തൊക്കെ ചെയ്തു എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒരു മണിക്കൂർ കൊണ്ട് അവർ ചൊല്ലുന്ന ദിക്റുകൾ, ഒരു ആഴ്ച കൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ നമ്മളിങ്ങനെ അത്ഭുതങ്ങളായിട്ട് ഇങ്ങനെ വായിക്കും. അതുപോലെ എനിക്കും കിട്ടണം എന്ന് നമ്മൾ വെറുതെ അങ്ങനെ ഇരിക്കും. നമ്മുടെ സമയത്ത് നമ്മൾ കുറേ മൊബൈലിൽ കളിച്ചിട്ടും കുറേ കത്തിയടിച്ചിട്ടും കുറേ കിടന്നുറങ്ങിയിട്ട് നമ്മളിങ്ങനെ കളയും. എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കണം എന്താ, ഇതുപോലത്തെ ആരിഫീങ്ങൾ 1 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്ത പോലെ എനിക്ക് 1 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റണം. അത് ശരിക്കും നമ്മുടെ നഫ്സിൻ്റെ വഞ്ചനയിൽ ഇടുക എന്നുള്ളതല്ലാതെ വേറൊന്നുമല്ല. കാരണം അവർക്ക് അള്ളാഹു അങ്ങനെ ബർക്കത്ത് കൊടുത്തത് എന്തുകൊണ്ടാണ്? അത് അള്ളാഹിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ഒരു തലത്തിൽ നോക്കിയാൽ. രണ്ടാമത്തത്, അവർക്ക് അള്ളാഹു നൽകിയതിൽ അവർ പരിശ്രമിച്ചുകൊണ്ടാണ്. അവർക്ക് 10 മിനിറ്റേ ഉള്ളൂ. ആ 10 മിനിറ്റ് അവർ മാക്സിമം ഉപയോഗപ്പെടുത്തി. അപ്പോൾ എന്ത് ചെയ്തു, ആ 10 മിനിറ്റിൽ കൂടുതൽ ചെയ്യാനുള്ള കാര്യങ്ങൾ അവർക്ക് 10 മിനിറ്റ് ചെയ്യാൻ അവർക്ക് പറ്റി. അല്ലാതെ അവരിങ്ങനെ കുറേ കിടന്നുറങ്ങിയതുകൊണ്ടും ഒരു പണിയെടുക്കാതെ നടന്നുകൊണ്ടും അതങ്ങനെ ബർക്കത്ത് കൊടുത്തതല്ല. അവർക്ക് അള്ളാഹു നൽകിയതിനെ വെച്ച് അവർ പ്രവർത്തിച്ചപ്പോൾ അവർക്ക് കൂടുതൽ ബർക്കത്ത് ആ സമയങ്ങൾ അള്ളാഹു കൊടുത്തു. ഇതെല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. സമ്പത്തിൽ ബർക്കത്ത് കിട്ടണം, സമയത്തിൽ ബർക്കത്ത് കിട്ടണം, ഇൽമിൽ ബർക്കത്ത് കിട്ടണം, അതിലൊക്കെ വർധനവുണ്ടാവണം. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അള്ളാഹു നമുക്ക് നൽകിയതിനെ നമ്മൾ പരിപാലിക്കുകയും അതിൽ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ അള്ളാഹു ഇതൊക്കെ വർദ്ധിപ്പിച്ചു തരും. വഖാല യഹ്യ ബിൻ മുആദ് റഹിമഹുല്ലാഹു തആല, ബഹുമാനപ്പെട്ട യഹ്യ ബിൻ മുആദ് റഹ്മത്തുള്ളാഹി തആല തങ്ങൾ പറയാണ്, അൽതക്ക അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങളും അഹമ്മദ് ബിൻ അബി ഹവാരി റളിയല്ലാഹു അൻഹു തങ്ങൾ കണ്ടുമുട്ടി. അവർ സമകാലികരായിട്ടുള്ള ആളുകളായിരുന്നു. അവർ കണ്ടുമുട്ടി. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങൾ നമുക്കറിയാം, അദ്ദേഹം ഹംബലി മദ്ഹബിൻ്റെ ഇമാമാണ്. ലാഹിറായ പണ്ഡിതന്മാരുടെ നേതാവായിട്ട് നമ്മൾ കാണുന്ന ആളാണ് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ആ കാലഘട്ടത്തിൽ അഹമ്മദ് ബിൻ അബി ഹവാരി റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടെ സൂഫിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കണ്ടുമുട്ടി. അതായത് ഒരു സൂഫിയും ബാഹ്യമായ പണ്ഡിതനും രണ്ടുപേരും കണ്ടുമുട്ടി. ഫഖാല അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ഇബ്നു അബി ഹവാരി റളിയല്ലാഹു അൻഹു തങ്ങളോട്, യാ അഹമ്മദേ ഹദ്ദിസ്നാ ബി ഹികായത്തി, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും ഒരു കഥ. സമയത്തുഹൂമിൻ സംസാരത്തെ, സമയത്തഹ മിൻ ഉസ്താദിക്ക അബി സുലൈമാൻ എന്ന നിങ്ങളുടെ ഷെയ്ഖ്
നിങ്ങളുടെ ഉസ്താദായ ആളിൽ നിന്നും കേട്ട കാര്യം എനിക്ക് പറഞ്ഞു തരികയും. ഇവിടെ പറയപ്പെട്ട അബൂ സുലൈമാൻ റളിയല്ലാഹു അൻഹു, അബൂ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ വലിയ സൂഫി വര്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഈ അഹ്മദ് ബിൻ അബി ഹവാരി. അപ്പോൾ ഒരു സൂഫിയായ ഷെയ്ഖിൻ്റെ മുരീദാണ് ഇദ്ദേഹം. എന്നാൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങൾ ലാഹിറായ ഉലമാക്കളുടെ നേതാവുമാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു സൂഫിയായ മുരീദിനോട് ചോദിക്കും, എങ്ങനെ ഷെയ്ഖ് പറഞ്ഞ കാര്യങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരും. അപ്പോൾ കാലിബിൻ അബി ഹവാരി ഇബിന് ഹംബലി ഇമാമിനോട് അബി ഹവാരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, യാ അഹമ്മദ്, അല്ലയോ അഹമ്മദേ, കുൽ സുബ്ഹാനല്ലാഹ് ബിലാ അജബ്, സുബ്ഹാനല്ലാഹ് എന്ന് പറയും. കാലിബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വതവ്വലഹ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു അദ്ദേഹം. വഖാല ഇബ്നു അബി ഹവാരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, സമീഅതു അബി സുലൈമാൻ, ഞാൻ അബി സുലൈമാൻ അദ്ദാറാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. യഖൂൽ ഇദാ ഉഖദത്തിൻ നുഫൂസു അലാ തർക്കിൽ ആസാം, ആരെങ്കിലും തെറ്റുകൾ മുഴുകൽ നിന്നൊക്കെ അവരുടെ നഫ്സിനെ കഠിനമായി തടഞ്ഞു നിർത്തിയാൽ, ജാലത്ത് ഫിൽ മലക്കൂത്ത്, അത് മലക്കൂത്തിലേക്ക് പ്രവേശിക്കും. വആദത്ത് ഇലാ ദാലിക്കൽ അബ്ദ്, എന്നിട്ട് അവൻ നേടിയെടുക്കും, ആ അടിമ നേടിയെടുക്കും. ബിത്തറായിഫിൽ ഹിക്മ, വളരെ സൂക്ഷ്മമായ ഹിക്മത്തുകൾ, മിൻ ഐരി അൻ യു അദ്ദി, അവൻ പഠിച്ചെടുത്ത ഇൽമിൻ്റെ അപ്പുറത്ത്, ഇലിഹ ആലിമൻ ഇൽമൻ, അവന് ഒരു ഉസ്താദും പഠിപ്പിച്ചു കൊടുത്താത്ത ഇൽമുകൾ. വാദത്തെ ഇല്ലാതെ ആലിക്കൽ അബ്ദ്, ഇവിടെ സോറിയിട്ട് പറഞ്ഞത് തെറ്റിപ്പോയി. വാദത്തെ ഇല്ലാതെ ആലിക്കൽ അബ്ദ്, അടിമ എന്നിട്ട് തിരിച്ച് മടങ്ങി വരും. ബിത്തറായിഫിൽ ഹിക്മ, ഹിക്മത്തിൻ്റെ രഹസ്യമായ അപൂർവമായ ഹിക്മത്തുകളുമായി, മിൻ ഐരി അൻ യുവദ്ദി ഇലൈഹ ആലിമൻ ഇൽമൻ, ഒരു ആലിമും പഠിപ്പിച്ചു കൊടുക്കാത്തത്. അതായത് ഒരടിമ തൻ്റെ നഫ്സിനെ തടഞ്ഞു നിർത്തി. എന്തിനെ തടഞ്ഞു നിർത്തിയത്? തെറ്റുകളിൽ നിന്നൊക്കെ തടഞ്ഞു നിർത്തി. എന്നിട്ട് അതിൽ ഉറച്ചു നിന്നു. അങ്ങനെ ചെയ്താൽ അവൻ്റെ റൂഹ് പറന്നു ഉയരും. എങ്ങോട്ട് പറന്നു ഉയരും? മലക്കൂത്തിലേക്ക് പറന്നു ഉയർന്നിട്ട് പിന്നെ തിരിച്ച് മടങ്ങി വരും, ആ അടിമയിലേക്ക് മടങ്ങി വരും. ബിത്തറായിഫിൽ ഹിക്മ, ഒരുപാട് സൂക്ഷ്മമായ രഹസ്യമായ ഹിക്മത്തുമായിട്ട്, മിൻ ഐരി അൻ യുഅദ്ദി ഇലൈഹ ആലിമൻ ഇൽമൻ, ഒരു പണ്ഡിതനും പഠിപ്പിച്ചു കൊടുക്കാത്ത ഇൽമ പഠിപ്പിച്ചു കൊടുക്കും. ഇതിനെങ്ങനെ സാധിക്കാം? ഒരാളിപ്പോൾ തെറ്റുകളിൽ നിന്നൊക്കെ മാറുന്ന ഉറച്ചു നിൽക്കാൻ ഒറ്റയ്ക്ക് എങ്ങനെ സാധിക്കുക? ഒറ്റയ്ക്ക് സാധിക്കില്ല. അവിടെയാണ് ഒരു മുറബിയായ ഷെയ്ഖിനെ സ്വീകരിക്കേണ്ടതൊക്കെ. അതിലേക്കുള്ള സൂചനകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഇതൊന്നും സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ, ഇപ്പോൾ സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് എന്താ? നിങ്ങളിപ്പോൾ ഒരു ഷെയ്ഖിനൊക്കെ സ്വീകരിച്ച് നഫ്സിൻ്റെ തേട്ടങ്ങളിലൊക്കെ മാറിയെന്ന് അള്ളാഹു നിങ്ങളെ ഹൃദയത്തെ, ആത്മാവിനെ അതിൽ നിന്നൊക്കെ ഉറച്ചു നിൽക്കുന്ന അവസ്ഥയിൽ മാറ്റി നിർത്തിയാൽ നിങ്ങൾ മലക്കൂത്തിലേക്ക് ഉയരുകയും അവിടെ നിന്ന് നിങ്ങൾക്ക് അപൂർവമായ ഹിക്മത്തുകൾ ലഭിക്കുകയും ആ ഹിക്മത്തുമായി നിങ്ങൾ മടങ്ങി വരികയും ചെയ്യും. എന്നാൽ ആ മടങ്ങി വരുന്ന ആ ഇൽമ് നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടിയതായിരിക്കില്ല എന്ന് പറയാം. ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങൾ എഴുന്നേറ്റ് വന്നു. സലാസൻ, 3 പ്രാവശ്യം. വജലസ സലാസൻ, 3 പ്രാവശ്യം ഇരിക്കുകയും ചെയ്തു. അത്ഭുതം കൊണ്ട് എഴുന്നേറ്റുകയും ചെയ്തു, ഇരിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, മാ സമയത്തു ഫിൽ ഇസ്ലാമി ബിഹിക്കായത്തിൻ, ഞാനൊരു സംസാരവും ഇതുപോലത്തെ വർത്താനം ഞാൻ കേട്ടിട്ടില്ല. അഅജബു ഇലയ്യ മിൻ ഹാദിഹി, ഇതിനേക്കാൾ അത്ഭുതകരമായ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. കാരണം ഒരു ലാഹിറായ പണ്ഡിതനാണ്. പക്ഷേ ലാഹിറായ പണ്ഡിതൻ ഒരു സൂഫിയായ മനുഷ്യൻ എന്ന വാക്ക് കേട്ടപ്പോൾ, നിങ്ങൾ പറഞ്ഞൊക്കെ തെറ്റാന്ന് പറഞ്ഞ് നിൽക്കല്ല, ഒരു സബ്മിറ്റ് ചെയ്യുക ചെയ്യണത്. നിങ്ങൾ പറഞ്ഞേക്കാൾ വലുതൊന്നും ഞാൻ കേട്ടിട്ടില്ല. സുമ്മ ദക്കർ ഹദീസ്, എന്നിട്ട് ഒരു ഹദീസ് പറഞ്ഞു കൊടുത്തു. മൻ അമില ബിമ അലിമ, ആരെങ്കിലും, നേരത്തെ പറഞ്ഞ ഹദീസാണിത്, ആരെങ്കിലും അവനെ പഠിച്ചത് അനുസരിച്ച് പ്രവർത്തിച്ചാൽ, വറസഹുല്ലാഹു ഇൽമ മാ ലം യഅലം, അള്ളാഹു അവന് അനന്തരാവകാശമായി നൽകും അവനറിയാത്ത ഇൽമിനെ. ഇത് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങൾ ഈ ഹദീസ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഹദീസിൻ്റെ ഉൾസാരം എന്താണെന്നും ചിലപ്പോൾ ആ സമയത്തായിരിക്കും, ഈ കേട്ട സമയത്തായിരിക്കും അത്ഭുതം വന്നിട്ടുണ്ടാവും. അല്ലാഹ്, ഇതാണല്ലോ ആ ഹദീസ് കൊണ്ട് ഉദ്ദേശിച്ചത്. ആരെങ്കിലും പഠിച്ചതനുസരിച്ച് ഇൽമു പ്രവർത്തിച്ചാൽ അള്ളാഹു അനന്തരാവകാശമായി നൽകുമെന്ന് പറയുന്നത് സുലൈമാൻ ദാറാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞ കാര്യത്തെയാണല്ലോ. അല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ബഹുമാനപ്പെട്ട ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങൾ ആശ്ചര്യപ്പെട്ടു. സുമഖാല ലി ഇബ്നു ഹവാരി, എന്നിട്ട് ഇബ്നു ഹവാരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, തങ്ങളോട് ഹംബലി ഇമാം പറഞ്ഞു, സദഖത യാ അഹ്മദ്, നിങ്ങൾ പറഞ്ഞത് സത്യമാണ് അഹമ്മദേ.
അപ്പോൾ സദക്ക ഷെയ്ഖുക്ക്, നിങ്ങളെ ഷെയ്ഖു പറഞ്ഞത് സത്യമാണ്, നിങ്ങളെ ഷെയ്ഖു നിങ്ങളും പറഞ്ഞൊക്കെ സത്യമാണ്, അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് മഹാനവകൾ പറയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ഷാഫി ഇമാമായാലും അബൂ ഹനീഫ തങ്ങളായാലും മാലിക് ഇമാമായാലും ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അജ്മഈൻ, ഇവരൊക്കെ ആണെങ്കിലും ഇവരൊക്കെ സൂഫിയാക്കന്മാരോട് ബന്ധമുള്ളവരാണ്. ഇവരൊന്നും സൂഫി ഈ മാരിഫത്തിൻ്റെയും ത്വരീഖത്തിൻ്റെയും വഴികളൊന്നും നിഷേധിച്ചവരല്ല, അവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടവർ തന്നെയാണ്. പക്ഷേ അവരുടെ മേഖല, അവർ മാഹിറായ മേഖല ലാഹിറിൻ്റെ ഇൽമിൻ്റെ മേഖലയായി എന്ന് മാത്രമേ ഉള്ളൂ. ഫഉലിമ അതുകൊണ്ട് അറിയപ്പെട്ടു അന്നൽ ഉലൂമല്ലദീ ഇംതാസ ബിഹ അഹ്ലുല്ലാഹി തആല, അഹ്ലുല്ലായിട്ടുള്ള അള്ളാൻ്റെ ആളുകളായിട്ടുള്ള ആരിഫീങ്ങളുടെ പ്രത്യേകമായ ഇൽമ് അമ്മൻ ആദഹും മറ്റുള്ളവർക്ക് ലഭിക്കാത്ത അള്ളാൻ്റെ ആളുകൾക്ക് മാത്രം പ്രത്യേകമായി ലഭിക്കുന്ന ഇൽമ് ഇന്നമാഹിയ കമാ ഖാലഹു ഷെയ്ഖു അബൂ അബ്ദുല്ലാഹ് അൽ ഖുറശി, അത് അബൂ അബ്ദുല്ലാഹ് അൽ ഖുറശി റളിയല്ലാഹു തങ്ങൾ പറഞ്ഞതുപോലെയാണ്. അസ്റാറു യുബ്ദിഹ അൽ ഹഖ് തബാറക വ തആല, അസ്റാറുൻ അത് രഹസ്യമാണ്, രഹസ്യങ്ങളാണ്. അപ്പം സൂഫിയാക്കന്മാരെ ഇൽമ് മറ്റുള്ളവരുമായിട്ടും തട്ടിച്ച് നോക്കുമ്പോൾ സൂഫിയാക്കന്മാർക്ക് പ്രത്യേകമായ ഇൽമുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഇൽമെന്ന് പറഞ്ഞാൽ എന്താ? അസ്റാറുൻ, അതൊക്കെ ഒരുപാട് രഹസ്യങ്ങളാണ്. യുബ്ദിഹ ഹഖ് തബാറക വ തആല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിവാക്കി കൊടുക്കുന്നതാണ്. ഇലാ ഉമനാഇഹിൽ ഔലിയ, അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരിൽ നിന്ന് വിശ്വസ്തരായ ആളുകൾക്ക്. സആദാത്തുൻ നുബല, അതുപോലെ ഉന്നതരായിട്ടുള്ള സാദാത്യങ്ങൾക്ക്, ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരെ ഔലിയാക്കന്മാർക്ക്. ഐരി സമായിൻ വലാ ദിറാസത്തിൻ, ആ ഇൽമ് കേട്ട് പഠിച്ചതോ ദർസുകളിൽ ഇരുന്ന് കേട്ടതോ ഒന്നും ആവില്ല. വലം യത്തലി അലിഹ ഇല്ലൽ ഹവാസ്, അത് അള്ളാഹു പ്രത്യേകക്കാരായി നിശ്ചയിച്ച ആളുകൾക്കല്ലാതെ അള്ളാഹു കൊടുക്കുകയില്ല. അപ്പോൾ അതാണ് ഇവിടെ സൂഫിയാക്കന്മാർ ഇൽമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഖാല അബൂ സഈദുൽ ഹറാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ലിൽ ആരിഫീന ഹസായിനുൻ, ആരിഫീങ്ങൾക്ക് നിധികളുണ്ട്, നിധികളുടെ ഭണ്ഡാരങ്ങളുണ്ട്. ഊദിയുഹ, അത് അവർക്ക് അമാനത്തായിട്ട് അവരെ മുകളിൽ നൽകപ്പെട്ടതാണ്. ഉൽമൻ അരീബത്തൻ അബ്നാൻ അൻബാൻ അജീബത്തൻ, അതിൽ ആ നിധികളുണ്ട്. ഉലൂമൻ അരീബത്തൻ, അസാധാരണമായ അറിവുകൾ. അംബാൻ അജീബത്തൻ, അത്ഭുതകരമായ വിവരങ്ങൾ അതിലുണ്ട്. യതകല്ലമൂന ഫിഹാ ബിലിസാനിൽ അബദിയ്യ, അവരതുകൊണ്ട് സംസാരിക്കുന്നത്, ആ ഇൽമിൽ അവർ സംസാരിക്കുന്നത് അബദീയത്തിൻ്റെ, അബദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനശ്വരമായ അവസ്ഥയാണ്. അബദ് അസൽ എന്നൊക്കെ പറയുന്നത് ആ അബദീയത്തിൻ്റെ അനശ്വരമായ നാവ് കൊണ്ടാണ് അവർ സംസാരിക്കുക. വയഹ്ബിറൂനൻഹ ബി ഇബാറത്തിൽ അസലിയ, അസലിയായ ഇബാറത്ത് സൂചനകൾ കൊണ്ടാണ് അവർ അത് വെളിവാക്കി തരിക. വഹിയ മിനൽ ഇൽമിൽ മജ്ഹൂൽ, ആ ഇൽമുൽ മജ്ഹൂൽ, അജ്ഞാതമായ ഇൽമാണ്, അതായത് വേറെ ആർക്കും അറിയാത്ത ഇൽമാണ് ആ ഇൽമ്. വഖാല ഫിൽ അവാരിഫിൽ മാരിഫ് പറയുന്നുണ്ട്. വഖൗലുഹു ബിലിസാനി ഇൽ അബദിയ വ ഇബാറത്തിൽ അസലിയ, ഇവിടെ അബദീയത്തിൻ്റെ നാവ് കൊണ്ട് അസലീയത്തിൻ്റെ സൂചന കൊണ്ട് എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം ഇശാറത്തു ഇലാ അന്നഹും യൻതഖൂന ബില്ലാഹ്, അതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ കൊണ്ടാണ് അവർ സംസാരിക്കുന്നത് എന്നതുകൊണ്ടാണ്. എൻ്റെ കുറിപ്പിൽ ഇങ്ങനെ കാണാം. ഈ ഗണത്തിൽപ്പെട്ടതുമാണ് അല്ലാമ സയ്യിദി മുഹമ്മദ് അൽ ഹജൂജി റളിയല്ലാഹു അൻഹു തൻ്റെ ഇത്ഹാഫ് അഹ്ലുൽ മറാത്തിബി അൽ ഇർഫാനിയ വിദിക്രി ബഅദ റിജാലി ത്വരീഖത്ത് തിജാനിയ എന്ന ഗ്രന്ഥത്തിൻ്റെ 1-ാം ഭാഗത്തിൽ അല്ലാമ സയ്യിദി അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ബന്നാനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ജീവചരിത്രത്തിൽ പരാമർശിച്ച കാര്യം അദ്ദേഹം പറഞ്ഞു. ഈ ജീവചരിത്രത്തിൻ്റെ ഉടമ, അതായത് ഷെയ്ഖ് ബന്നാനി, ഇപ്രകാരം പറയുമായിരുന്നു: ചില സമയങ്ങളിൽ നമ്മുടെ ഷെയ്ഖ് മൗലാന ഷെയ്ഖ് അഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് എനിക്ക് വിജ്ഞാനം പറഞ്ഞു തരുമായിരുന്നു. ഹഖീഖത്തുകളിലേക്ക് അദ്ദേഹം അത്രമാത്രം ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നത് കാരണം ഞാൻ എന്നെ തന്നെ ഒരു ബർബരിയായി, അതായത് ഭാഷയോ അറിവോ ഇല്ലാത്തൊരുവനെ പോലെ കാണുമായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഇൽമിലുള്ള ആയം കാരണം എനിക്കൊന്നും അറിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തുമായിരുന്നു. എനിക്കൊന്നും അതായത് ഞാനൊന്നും പഠിക്കാത്ത ആളെപ്പോൾ എനിക്ക് തോന്നുമായിരുന്നു അദ്ദേഹത്തെ സംസാരിക്കാൻ കേൾക്കുമ്പോൾ.
അതാണ് ഔലിയാക്കന്മാരുടെ ഇൽമ് എന്നതിന് ഉദാഹരണം പറഞ്ഞ. വഖൗലുഹു വഹിയ മിനൽ ഇൽമി മജ്ഹൂൽ, ആ ഇൽമിൽ അത് അജ്ഞാതമായ ഇൽമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ധാരാദ ബിഹി ഇൽമുല്ലദി ലാ യഹ്തദി ഇലാ ഫഹ്മിഹി, അത് ഒരാളിങ്ങനെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ എത്തിച്ചേരാൻ പറ്റാത്ത ഒന്നാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. വത്തലാഹ അലൈഹി ഇല്ലാ വലമാ ബില്ലാഹി തആല, അള്ളാഹിനെ തൊട്ട് ഇൽമുള്ള അള്ളാഹിൻ്റെ ആരിഫീങ്ങളായ ആളുകൾക്ക് മാത്രമേ അത് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അത് ആരെങ്കിലും പഠിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ഇൽമല്ല അത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓഹോ മുഷാറു ഇലൈഹി ഫി ഹദീസ്, അതാണ് ഹദീസിൽ സൂചിപ്പിച്ചത്. ഇത് അതായത് ഈ ആന്തരികമായ അറിവിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. റവാഹു ഇബ്നു ഉയൈനത അൻ അബി ഹറജിൻ അൻ അതായിൻ അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന മിനൽ ഇൽമി കഅയ്ഹത്തിൽ മഖ്നൂൻ, ഇന്ന മിനൽ ഇൽമി, ഇൽമിലുണ്ട് കഅയ്ഹത്തുൽ മഖ്നൂൻ, രഹസ്യമാക്കപ്പെട്ട നിധികൾ ഇൽമിൽ അടങ്ങിയിട്ടുണ്ട്. ഇൽമിൻ്റെ കൂട്ടത്തിൽ രഹസ്യമായ കുറച്ച് നിധികളുണ്ട്. എല്ലാം പബ്ലിക്കായ ഇൽമല്ല, ഇൽമിൻ്റെ കൂട്ടത്തിൽ രഹസ്യമായ നിധികളുണ്ട്. വിശ്വാസങ്ങൾ പറയാണ്, ലാ യാലമു ഇല്ലാ ഉലമാ ബില്ലാഹി തആല, അള്ളാഹിനെ തൊട്ട് അറിവുള്ള ഉലമാക്കൾക്കല്ലാതെ അത് അറിയാൻ പറ്റില്ല. ഇൽമിൽ രഹസ്യമായ കുറച്ച് കാര്യങ്ങളുണ്ട്, ആ അറിയുന്നവർ അള്ളാഹിൻ്റെ ആരിഫീങ്ങളാണ്, വേറെ ആരുമല്ല. വൈദാ നതഖൂബിഹി, ഈ ആരിഫീങ്ങളത് സംസാരിച്ചാൽ ലാ എൻകറുഹു അലൈഹിം, അവരെ ഇൻകാർ ചെയ്യൂല, അവരെ എതിർക്കൂല. ഇല്ലാ അഹ്ലുൽ ഇർറത്തി ബില്ലാ, അള്ളാഹിനെ തൊട്ട് വഞ്ചിതരായ ആളുകളല്ലാതെ. വിശ്വാസങ്ങൾ ഹദീസ് എത്ര വ്യക്തമാണ്. അതായത് ഇവിടെ ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാവുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തത്, അള്ളാഹിൻ്റെ ആരിഫീങ്ങളുടെ ഇൽമ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആ ഇൽമ് അള്ളാഹിൻ്റെ ആരിഫീങ്ങൾക്കല്ലാതെ അറിയാൻ സാധിക്കൂല. ആ അള്ളാഹിൻ്റെ ആരിഫീങ്ങളുടെ ഇൽമ് ഒരു പറയുമ്പോൾ അതിനെ ആളുകൾ വിമർശിക്കും, അങ്ങനെ ഇൻകാർ ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ ആ ഇൻകാർ ചെയ്യുന്നവർ വിമർശിക്കുന്നത്, എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിനെ തൊട്ട് അവർ നഫ്സ് ഉണ്ടായതുകൊണ്ടും ആ നഫ്സിനാൽ അവർ വഞ്ചിക്കപ്പെട്ടത് കൊണ്ടാണ്. അല്ലാതെ എല്ലാവരും അവർ ഇൻകാർ ചെയ്യൂല, അതിനെ എതിർക്കൂല. വമിമ്മൻ സറഹ ബി അന്നൽ ഇൽമൽ ആരിഫീന ബില്ലാഹി തആല ഹുവൽ മുഷാറ ഇലൈഹി ഫി ഹാദൽ ഹദീസ്, അതായത് ഈ ഹദീസിൽ പറഞ്ഞ ഇൽമ് എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ ആരിഫീങ്ങളെ ഇൽമാണ് എന്ന് പറഞ്ഞവരിൽ പെട്ടതാണ് ആരിഫു ഇബ്നു അബ്ബാദ് റുന്ദി റഹിമഹുല്ലാഹു തആല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാദ് റുന്ദി റളിയല്ലാഹു അൻഹു തങ്ങൾ ഈ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇതിൽ പറഞ്ഞ ഇൽമ് അത് അള്ളാഹിൻ്റെ മാരിഫത്തിൻ്റെ ഇൽമാണെന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതായത് ഇത് ബഹുമാനപ്പെട്ട ബുഗയത്തുൽ മുസ്തഫീദിൻ്റെ രചയിതാവായ അറബി ഇബ്നു സായി തങ്ങളെ സ്വന്തം വ്യാഖ്യാനമല്ല. ഇത് മഹത്തുക്കളായ മുൻകഴിഞ്ഞ ആൾക്കാർ ഇത് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട ആരിഫ് ബില്ലാ ഇബ്നു അബ്ബാദ് റുന്ദി റളിയല്ലാഹു അൻഹു തങ്ങൾ. ഫലാശക്, അതുകൊണ്ട് സംശയമല്ല, അന്നൽ ആരിഫൂന ബില്ലാഹി തആല, അള്ളാഹിൻ്റെ ആരിഫീങ്ങളായ ഔലിയാക്കന്മാർ, ഹും കാശിഫൂന ബസ്സരീഹിൽ ഇൽം, അവർ വ്യക്തമായ ഇൽമു കൊണ്ട് അള്ളാഹു മറനീക്കപ്പെട്ട ആൾക്കാരാണ്, അള്ളാഹു മറനീക്കി കൊടുത്ത ആൾക്കാരാണ്. അവർക്ക് കിട്ടിയ ഇൽമു വളരെ വ്യക്തമായ വെളിവായ ഇൽമാണ്. വഅന്നൽ ഇൽമുഹും ഹുവൽ ഇൽമുൽ ലദുന്നി, കാരണം അവരുടെ ഇൽമ് ലദുന്നിയായ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന ഇൽമാണ്. അല്ലദീ ലാ ബഖാ അൽ ജഹ്ലി മാഹു, അതുകൊണ്ട് തന്നെ അതിൽ അജ്ഞത ഒരിക്കലും ഉണ്ടാവില്ല. കമാ അന്ന തുലൂ അശംസ ലാ ബഖാ ലിദലാമി മാഹു, ഏതുപോലെയാണത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അന്ധകാരം ഇല്ലാണ്ടാവുന്നത് പോലെയാണ്. അവർക്കുള്ള ഇൽമ് എന്ന് പറയുന്നത് ആ ഇൽമു കൊണ്ട് ലദുന്നിയായ അള്ളാഹുമായി ബന്ധപ്പെട്ട ഇൽമാണ് അവർക്ക് ലഭിച്ചത് എന്ന കാരണം കൊണ്ട് ആ ഇൽമിൽ അവർക്ക് ഒരു സംശയവും ഉണ്ടാവില്ല. അത് വ്യക്തമായ ഇൽമാണ്. അപ്പോൾ അത് ഏതുപോലെയാണ്? സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ട് നീങ്ങുന്നത് പോലെയാണ്. വഹുവൽ ഇൽമു സഹീഹുൻ, അതുകൊണ്ട് തന്നെ അവരുടെ ഇൽമ് സഹീഹാണ്, ശരിയായ ഇൽമാണ്. അല്ലദീ ലാ യതതറഖു ഇലൈഹിൽ ഫസാദ്, ആ ഇൽമിലേക്ക് ഒരിക്കലും തെറ്റുകളും കുറവുകളും സംശയങ്ങളും ഒന്നും കയറി വരാനുള്ള ഒരു ചാൻസും ഇല്ല. അതിൽ തെറ്റുകൾ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്.
ലിഅന്നഹു ലൈസ മിൻ ത്വരീഖിൽ ഫിക്കർ, കാരണം അവർ ഫിക്കറിലൂടെ ചിന്തകളിലൂടെ നേടിയെടുത്ത ഒന്നല്ലത്, ഒരു ചിന്തിച്ചുണ്ടാക്കിയ ഒന്നല്ല, ഒരു അനുഭവത്തിലൂടെ നേടിയെടുത്തതാണ്. അനുഭവത്തിലൂടെ നേടിയെടുത്തതായതുകൊണ്ട് തന്നെ അതിൽ കുറവുകളുണ്ടാവില്ല, തെറ്റുകളുണ്ടാവില്ല. കാല ഷെയ്ഖ് മുഹിദ്ദീൻ ഇബ്നു അറബി റഹിമഹുല്ലാഹു തആല ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹിദ്ദീൻ ഇബ്നു അറബി തങ്ങൾ പറയാണ്, ഉലൂമുന, നമ്മളുടെ ഇൽമുണ്ടല്ലോ, നമ്മുടെ അറിവ്, ഉലൂമുൽ അസ്ഹാബിന, അതുപോലെ നമ്മുടെ കൂട്ടക്കാരുടെ ഇൽമും, അതായത് ആരിഫീങ്ങളായ ആളുകളുടെ ഇൽമ്, ലൈസത്ത് മിൻ ത്വരീഖിൽ ഫിക്കർ, അത് കുറേ ചിന്തിച്ചുണ്ടാക്കുന്ന ഇൽമല്ല. വൈന്നമാഹിയ മിൻ ഫൈദൽ ഇലാഹിയായ പ്രളയം കൊണ്ട്, ഇലാഹിയായ ഒഴുക്ക് കൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണത്. ദാലിക ലിഅന്നൽ ഉലൂമുൽ ഫിക്കർ, കാരണം ഫിക്കർ കൊണ്ട്, ചിന്തകൾ കൊണ്ട് നേടിയേക്കുന്ന ഇൽമെന്ന് പറയുന്നത് യതതറഖു ഇലൈഹ ഫസാദ് വസ്സിഖ, കാരണം അതിലേക്ക് തെറ്റും ശരിയൊക്കെ ഉൾക്കൊള്ളാൻ ചാൻസ് ഉണ്ട്. ആരെങ്കിലും ചിന്തിച്ചുണ്ടാക്കിയ ഇൽമാണെങ്കിൽ ആ ചിന്തിച്ചുണ്ടാക്കിയ ഇൽമിൽ തെറ്റും ശരിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് ചിന്തിച്ചുണ്ടാക്കിയ ഇൽമല്ല, ഇത് അള്ളാഹുവിൻ്റെ ഇലാഹിയായ ഒഴുക്ക് കൊണ്ട് നമ്മളിലേക്ക് എത്തിച്ചേർന്നതാണ്. വലിയ മൽനൂനത്തുൻ, അത് ദല്ലിൻ്റെ ഊഹങ്ങളുടെ പിന്നാലുള്ളതാണ്. ഫലാ യൂസഖു ബിഹ തൂതീഹി, അതുകൊണ്ട് തന്നെ അത് ആ ഊഹങ്ങൾ കൊണ്ടുവരുന്ന ഒന്നിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വരമേൽപ്പിക്കാൻ പറ്റില്ല, നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഒരാൾ ചിന്തിച്ചുണ്ടാക്കുന്ന ഇൽമാണെങ്കിൽ ആ ചിന്തകൾ ഊഹങ്ങളുടെ ഭാഗമാണ്, ഊഹങ്ങൾ കൊണ്ടുണ്ടാവുന്നതിനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അതേസമയം അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ഇൽമ് ലദുന്നിയായ ഇൽമാണ്, അത് നേരിട്ട് ലഭിക്കുന്നതാണ്, അള്ളാഹുവിൽ നിന്നുള്ള ഫൈദ് കൊണ്ട് ലഭിക്കുന്നതാണ്. അതിൽ എന്തുണ്ടാവില്ല, തെറ്റുകൾ ഒന്നും ഉണ്ടാവില്ല, അത് കറകളഞ്ഞ ഇൽമാണ് എന്ന് പറയണം. അതിനർത്ഥം ഇവിടെ ലദുന്നിയായ ഇൽമിന്, അള്ളാഹുവായിട്ട് ബന്ധപ്പെട്ട ഇൽമിന് ഫിക്ർ പാടില്ല എന്നല്ല. ഏതുപോലെയാണത്? കഴിഞ്ഞ ദിവസം നമ്മൾ തഫ്സീറിൻ്റെ ദർസിൽ പറഞ്ഞിരുന്നു, അള്ളാഹുവിനെ കാണുന്നതിനെക്കുറിച്ച്. അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല, ചെവി കൊണ്ട് കേൾക്കാൻ പറ്റൂല എന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് നമ്മൾ ഉൾക്കാഴ്ച എന്ന് പറയുന്നത് ഉൾക്കാഴ്ചയുടെ ഭാഗം, ഉൾക്കാഴ്ചയിൽ കണ്ണും ചെവിയും ഒന്നും വരില്ല എന്നല്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഒക്കെ ഭാഗമാണ് ബാഹ്യമായ കാഴ്ചയും ബാഹ്യമായ കേൾവിയൊക്കെ. അപ്പോൾ ബാഹ്യമായ കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും കേൾക്കുകയും കാണുകയും ചെയ്യാം, അതല്ലാതെയും കേൾക്കുകയും കാണുകയും ചെയ്യാം. അതുണ്ടാവണം നിർബന്ധമില്ല, എന്നാൽ അതിൻ്റെ ഭാഗമാവുകയും ചെയ്യാം. അതുപോലെ തന്നെയാണ് ഫിക്റും. ഒരു ലദുന്നിയായ ഇൽമിനെ നമുക്ക് ചിന്തിക്കാൻ പാടില്ല എന്നില്ല. ലദുന്നിയായ ഇൽമ് ചിന്തയിലൂടെയും എല്ലാതെയും വരും. ചിന്ത ഇല്ലാതെ തന്നെ അത് നിലനിൽക്കുകയും ചെയ്യും, ചിന്ത ഉണ്ടായാൽ അതില്ലാണ്ടാവുകയില്ല. ഏതുപോലെ അള്ളാഹുവിനെ കാണുന്ന ഒരു അനുഭവം കാഴ്ച ഉണ്ടാവുന്നതിലൂടെ ഇല്ലാതാവുകയില്ല, കാഴ്ച ഉള്ളതോടെ സ്ഥിരപ്പെടുകയില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടതല്ലാതെ അതിൻ്റെ അർത്ഥം, എന്നാൽ അത് അതിൻ്റെ ഭാഗമാവുകയും ചെയ്യാം. അപ്പോൾ ഫിക്റിൽ ഉണ്ടാവാം, പക്ഷേ ഫിക്റുമായി ബന്ധപ്പെട്ടതല്ലത്, ഫിക്റ് കൊണ്ടുണ്ടായിത്തീരുന്നതല്ല. അപ്പോൾ ചിന്തകൾ കൊണ്ടുണ്ടായിത്തീരുന്നതല്ല എന്നർത്ഥം. അപ്പോൾ ചിന്തകൾ കൊണ്ട് മാത്രം ഉണ്ടായിത്തീരുന്ന ഒന്നാണെങ്കിൽ അതിലെന്തുണ്ടാവാം, സംശയങ്ങളുണ്ടാവാം, ഊഹങ്ങളുണ്ടാവാം, അതുകൊണ്ട് തന്നെ തെറ്റുകളുണ്ടാവാം. എന്നാൽ ലദുന്നിയായ ഇൽമ്, ആ ഇൽമിൽ ചിന്തകളും ഭാഗമാവാം, തെറ്റൊന്നുമില്ല. പക്ഷേ അള്ളാഹുവിൽ നിന്ന് വരുന്ന ഇൽമ് ആരിഫ്യങ്ങൾക്ക് മനസ്സിലാവും അത് ഏത് ഇൽമാന്ന്. ആ ഇൽമിൽ എന്തുണ്ടാവില്ല, സംശയങ്ങളുണ്ടാവില്ല. ആ ചിന്തകൾ വരെ ആ ഇൽമ് ലഭിക്കാനുള്ള ടൂള് മാത്രം, ആ ഇൽമിങ്ങനെ ഒഴിക്കാനുള്ളൊരു പാത്രം മാത്രം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിൽ കുറവുകളും തെറ്റുകളും ഉണ്ടാവില്ല, പ്യുവറായ ഇൽമാണത്. കാല വായനി ബി അസ്ഹാബിന, ഇവിടെ ഷെയ്ഖുകൾ പറയാം, ഇവിടെ അസ്ഹാബിന എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്ഹാബുൽ ഖൗൽ വൽ മുഷാഹദ, അവിടെ ആത്മീയമായ സംസാരങ്ങളുടെയും ആത്മീയമായ സാക്ഷ്യം വഹിക്കുന്നവരുടെയും അസ്ഹാബാണ്, അതായത് ആരിഫീങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ കൂട്ടക്കാരുടെയും തന്നെ, നമ്മളെ കൂട്ടക്കാരെന്ന എല്ലാ സൂഫിയാക്കന്മാരും അല്ല, ആരിഫീങ്ങളായ ആളുകളുടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ലാ ഉബ്ബാദ് വ ജുഹാദ്, സൂഫിയാക്കന്മാരായിട്ട് ചിലവർ നമ്മൾ ഒരുപാട് ആരാധനയിൽ മാത്രം മുഴുകുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ടല്ലോ, എന്നാൽ അവരല്ല അത്. ഇപ്പോൾ ജുഹാദ് അല്ലെങ്കിൽ ഒരുപാട് ദുനിയാവിനെ ത്യജിച്ച് കാടുകളിലൊക്കെ കയറി ഇബാദത്തിൽ മുഴുകുന്ന ആളുകളുണ്ടാവും, അവരെ പറ്റിയല്ലത് പറയണത്. ഇത് ആരിഫീങ്ങളെ കുറിച്ചാണ് പറയണത്. വലാ മുത്തലക്ക സൂഫി, അല്ലെങ്കിൽ സൂഫിയാക്കന്മാരെ മൊത്തത്തിലല്ല പറയണത്. ഇല്ലൽ മുഹക്കീന മിൻഹം,
അതിൽ അടിയുറച്ച എലിമുള്ള ആരിഫീങ്ങളെ പറ്റിയാണ് പറയണത്. അലിഹാദ യുക്കാൽ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയപ്പെടുന്നത്, ഫി ഉലൂമുൻ നുബൂവത്ത് വലിയ വിലായത്തിലും നുബൂവത്തിലുമുണ്ട് അറിവുകൾ, ഇന്നഹ വറാഹ തൗറിൽ അക്കൽ, നമ്മളെ ബുദ്ധിക്ക് അപ്പുറത്തുള്ള അറിവുകൾ വിലായത്തിലും നുബൂവത്തിനൊക്കെ ഉണ്ടെന്ന് പറയാൻ കാരണതാണ്. ലൈസലിൽ അക്കലി ഫിഹ ദുഹൂലുൻ, കാരണം അവിടെ ബുദ്ധിക്ക് പ്രവേശിക്കാനൊരു വഴിയില്ല, ബുദ്ധിൻ്റെ അപ്പുറത്താണ് അറിവുകൾ. ലാക്കിൻ ലഹുൽ ഖുബൂൽ, പക്ഷേ ആ ബുദ്ധിക്ക് അത് സ്വീകരിക്കാൻ സാധിക്കും. ഇത് കാന സലീമൻ ലം തഅലിബ് അലൈഹി, അത് ശുദ്ധമാണെങ്കിൽ, അതായത് ആ ബുദ്ധി ശുദ്ധമാണ്, ബുദ്ധിയിൽ കുറവുകളൊന്നുമില്ല, അങ്ങനത്തെ ബുദ്ധിയാണ്, സംശുദ്ധമാക്കപ്പെട്ട ബുദ്ധിയാണെങ്കിൽ അത് ആ ഇൽമിനെ ആ ബുദ്ധിക്ക് സ്വീകരിക്കാൻ പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഫിക്ർ ഒരു പാത്രമാവാം, നമ്മൾ ആ ലദുന്യായ ഇൽമ കിട്ടുന്ന ഒഴിക്കപ്പെടുന്നൊരു പാത്രമാവാം നമ്മുടെ ചിന്തകളെന്ന് പറയുന്നത്. അതുപോലെ പിന്നെ വിലായത്തിൻ്റെയും നുബൂവത്തിൻ്റെയും അപ്പുറത്തുള്ള ഇൽമ നമുക്ക് ലഭിക്കുന്ന, അത് സ്വീകരിക്കാൻ പാകപ്പെടുന്ന ഒരു കാര്യമാവാം നമ്മുടെ ബുദ്ധി. അതിന് കുഴപ്പമൊന്നുമില്ല. എപ്പോഴാണ് അങ്ങനെ ആ ബുദ്ധി അതിന് പാകപ്പെടുക? ലം തഅലിബ് അലൈഹി ശുബഹത്തുൽ ഹയാലിയത്തി ഫിക്രിയ, അതായത് ഫിക്കറിൻ്റെ ചിന്തകളുടെ ഈ സ്വപ്നലോകത്തു നിന്നും അതിൻ്റെ താല്പര്യങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായും ഇവൻ പുറത്ത് കിടന്നാൽ, അതായത് ചിന്തകളെന്ന് പറയുന്നത് നമ്മൾ സ്വപ്നലോകത്തുള്ള ചിന്തകളുണ്ട്, അങ്ങനത്തെ സ്വപ്നലോകത്തെ ചിന്തകളൊക്കെ ഒഴിവായി ചിന്തിക്കുന്നത് അള്ളാഹുവിലൂടെ ആവുന്ന ആളുകൾക്കാണെങ്കിൽ ആ ചിന്തകളാകുന്ന പാത്രത്തിൽ അള്ളാഹു ഈ മാരിഫത്ത് ഒഴിച്ചു തരും. അപ്പോൾ ആ ചിന്തകൾക്ക് ഈ മാരിഫത്ത് ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പോൾ ചിന്ത ഏതുപോലെ പ്രവർത്തിക്കും? ഒരു പാത്രം പോലെ പ്രവർത്തിക്കും. വേറെ ആൾ ഒഴിച്ചിരുന്നു, ആ പാത്രം അത് ഉൾക്കൊള്ളുന്നു അതുപോലെ. എന്നാൽ അതിൽ താല്പര്യങ്ങൾ കടന്നുകൂടിയാലോ ആ പാത്രത്തിന് ഓട്ട വരുന്ന പോലെയാണ്, അവിടേക്ക് അത് നിൽക്കില്ല, അത് പോയി പോകും. അപ്പോൾ അവിടെ എന്തില്ല, അവിടെ മാരിഫത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് ആ പാത്രം കൊണ്ട് നമുക്ക് എന്ത് നേടിയെടുക്കാൻ പോയാലും ഈ ഓട്ടപാത്രം കൊണ്ട് വെള്ളം കോരിയെടുക്കാൻ പോണ പോലെ ഉണ്ടാവും, ഒന്നും അതിൽ നിൽക്കില്ല. യക്കൂൻ ഫീദാലിക്ക് വസാദുനദരിഹിം, അങ്ങനെ പിന്നെ ഈ താല്പര്യങ്ങളുടെ ചിന്തകൾ മാത്രം നിൽക്കുന്ന ചിന്തകൾ നമുക്കുണ്ടെങ്കിൽ നമ്മളുടെ തീരുമാനങ്ങളും നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ അതുകൊണ്ട് മോശമാവാനേ ചാൻസ് ഉള്ളൂ. അല്ലാതെ അതുകൊണ്ട് നമുക്ക് അള്ളാഹിൻ്റെ ഇൽമിനെ കരസ്ഥമാക്കാൻ സാധിക്കില്ല. ഇതൻ ഇസ്മുൽ ഫഖീഹ്, അപ്പോൾ ഇവിടെ ഇനി ഫഖീഹ് എന്നാണ് ഇവിടെ നമ്മൾ പറയില്ല. ഫഖീഹ് ബാഹ്യമായ ഇൽമ പഠിച്ച ആളെയാണ് ഫഖീഹ് എന്ന് പറയാം, ഒരു കർമ്മശാസ്ത്ര പണ്ഡിതൻ. അപ്പോൾ അവിടെ അതിന് ഫഖീഹിൻ്റെ ഇസ്മ, ഫഖീഹ് എന്നുള്ള ഇസ്മ ഔലാ ബിഹാദി ത്വായിഫ മിൻ ഐരിഹിം, ഏറ്റവും യോജിച്ചത് ഫഖീഹാണ്. അദ്ദേഹം ഫഖീഹാണെന്ന് പറഞ്ഞാൽ ഏറ്റവും യോജിച്ചത് ആർക്കാണ്? ഈ സൂഫിയാക്കന്മാരായ ആരിഫീങ്ങൾക്കാണ് ഏറ്റവും യോജിച്ചത്, വേറെ ആർക്കും അല്ല. ഫൈന്നഹും ഹുമുല്ലദീൻ യദ്ഊന ഇലല്ലാഹി അലൽ ബസീറ, കാരണം അവരാണ് ആത്മീയമായ ഉൾക്കാഴ്ച കൊണ്ട് അള്ളാഹിലേക്ക് ക്ഷണിക്കുന്നവർ. അപ്പോൾ അവർക്ക് തന്നെയല്ലേ ഈ ഫഖീഹ് എന്ന് പറയാൻ. ദീനിൽ ആയമുള്ള ഫഖീഹ് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്ര പണ്ഡിതൻ എന്നാണ് അതിന് ഒരു അർത്ഥം കൊടുക്കൽ. അതിന് ശരിക്കുള്ള അർത്ഥം ദീനിൽ ആയമുള്ള അറിവുള്ളവൻ എന്നാണ്. അപ്പോൾ ദീനിൽ ആയമുള്ള അറിവുള്ള ആൾ എന്ന് പറഞ്ഞാൽ ആരാ? ശരിക്കും ഉൾക്കാഴ്ച കൊണ്ട് അള്ളാഹിലേക്ക് ക്ഷണിക്കുന്നവരല്ലേ. അപ്പോൾ അത് ആരിഫീങ്ങളല്ലേ, ആരിഫീങ്ങൾക്കല്ലേ ശരിക്കും അപ്പോൾ ഫഖീഹ് എന്ന് പറയാൻ ഏറ്റവും നല്ലത്. കാരണം ഷെയ്ഖ് മൊഹീദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു അഖബ കലാമ ലഹു ഫി ഹാദിൽ മാന, ഈ ഒരു മാനയിൽ ഈ ഒരു അർത്ഥത്തിലാണ് ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. കാലഫിൽ അവാരിഫിൽ മാരിഫിൽ അതുപോലെ തന്നെ അഖബ കലാമ ഫി മാന, ഈ ഒരു മാനയിലാണ്, ഈ ഒരു അർത്ഥത്തിലാണ് അതിന് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത്, അതിൽ നസ് പറയുന്നത് എന്താ, ഉദ്ധരണി എന്താ, വഹാദൽ ഇൽമു, ഈ ഇൽമുണ്ടല്ലോ, യാനി ഇൽമുൽ ആരിഫീന ബില്ലാ, അള്ളാഹിൻ്റെ ആരിഫീങ്ങളെ ഇൽമ്, ഹുവൽ ഫിഖ്ഹു ഫിദ്ദീൻ, അതാണ് ദീൻ്റെ ഫിഖ്ഹ്. അദ്ദേഹം ഫഖീഹാണെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആരിഫീങ്ങളുടെ അടുത്തുള്ളതാണ് ഫിഖ്ഹ്, അവരാണ് യഥാർത്ഥത്തിൽ ഫുഖഹാക്കൾ. കാല അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഫലൂല നഫറ, എന്തുകൊണ്ടാണ് അവർ കൊണ്ടുവരാത്തത്, മുന്നോട്ട് വെക്കാത്തത്, മിൻ കുല്ലി ഫിർഖത്ത് മിൻഹും, ഓരോ കൂട്ടത്തിൽ നിന്നും ഓരോ കൂട്ടത്തിൽ നിന്നും ഒരു ടീമിനെ, തായിഫത്തിന് ഒരു വിഭാഗത്തെ, ലയഫഖഹു ഫിദ്ദീൻ, അവർ ദീനിൽ പിന്നെ ആയമുള്ള അറിവ് നേടിയെടുക്കുകയും, വലിയുന്ദിറു ഖൗമഹും ഇദാ റജൂ ഇലൈഹിം, അവരിലേക്ക് മടങ്ങിയെത്തുന്ന സമയത്ത് അവരെ താക്കീത് ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടത്തെ
വിഭാഗത്തെ എന്തുകൊണ്ടാണ് ഓരോ വിഭാഗവും മുന്നോട്ട് കൊണ്ടുവരാത്തതെന്നുള്ള ചോദിക്കുകയാണ്. അപ്പോൾ ഓരോ വിഭാഗത്തിൽ നിന്നും പിന്നെ ദീനിൽ ആഴമുള്ള അറിവുള്ളവരും എന്നിട്ട് ആ അറിവിനനുസരിച്ച് ആ വിഭാഗത്തിനെ താക്കീത് ചെയ്യുന്നവരും ഉണ്ടാവണം. അതായത് ആരിഫ്യങ്ങൾ ഉണ്ടാവണം അവരുടെ കൂട്ടത്തിൽ എന്നത് അള്ളാൻ്റെ തീരുമാനം. വസാറൽ ഇന്ദാറു മുസ്തഫാദൻ ഫി ഫിഖ്ഹി ഫിദ്ദീൻ. കാരണം ഇവിടെ ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അള്ളാഹു ആളുകളെ താക്കീത് ചെയ്യുന്നതിന് മുമ്പ് അവരിലുണ്ടായേണ്ട കാര്യം എന്താ? ദീനിൽ ആയമുള്ള അറിവുണ്ടായാലാണ്. കാരണം ഇവിടെ പറഞ്ഞു നോക്കൂ, തായിഫത്തൻ ലിയതഫഖഹു ഫിദ്ദീനി വലിയുൻദിറു ഖൗമഹും. ആദ്യം ഇൽമിന് ആയമുള്ള അറിവുണ്ടാവുക, എന്നിട്ട് ആളുകളെ താക്കീത് ചെയ്യുക എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാവും ഇൽമിൽ ദീനിൽ ആയമുള്ള അറിവുണ്ടാവുക എന്നുള്ളതാണ് ഫസ്റ്റ് വേണ്ടത്. പിന്നെയാണ് ആളുകളെ താക്കീത് ചെയ്യേണ്ടത്. ഇന്ദാർ ഹുവ ഇഹ്യാഹുൽ മുൻദർ. അത് ഈ താക്കീത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പരിപാടി? ഹുവ ഇഹ്യാഉൽ മുൻദർ. ആരെയാണോ താക്കീത് ചെയ്യപ്പെടുന്നത് ആ വ്യക്തിനെ ജീവിപ്പിക്കലാണ് ബിമാ ഇൽമിൻ്റെ വെള്ളം കൊണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളോട് താക്കീത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു സൂഫിയായ മനുഷ്യൻ വേറെ ആൾ താക്കീത് ചെയ്യുമ്പോൾ അവനാദ്യം അതിൽ ജീവിച്ചിട്ടുണ്ടാവും. ആ ജീവിച്ച ഇൽമിൽ അടിയുറച്ച അവസ്ഥ അവനുണ്ടാവും. എന്നിട്ടാണ് മറ്റുള്ള ആൾക്ക് താക്കീത് ചെയ്യുന്നത്. ആ അനുഭവത്തിൻ്റെ വിജ്ഞാനം കൊണ്ട്, മറ്റാളെ താക്കീത് ചെയ്യുമ്പോൾ ഇവൻ്റെ അറിവ് അവനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്ന പോലെയാണ്. ദാഹിച്ചിങ്ങനെ വലഞ്ഞു നിൽക്കുന്ന മരിക്കാനായി കിടക്കുന്ന ഒരാൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പോലെ. അപ്പോൾ ആ വെള്ളം കുടിച്ചിട്ട് അവൻ ജീവിക്കുന്നവനായി മാറും. അപ്പോൾ താക്കീത് നൽകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ശോഷിച്ച അവസ്ഥയിലായി നിൽക്കുക, എന്നിട്ട് വേറെ ശോഷിച്ച അവസ്ഥേനെ ഉള്ള ആളോട് നന്നാവണം കേട്ടോ എന്ന് പറയുന്നത് അതല്ല. അത് നമ്മൾ ദീനിൽ ആയമുള്ളവരാവുക, ആയമുള്ള അറിവിൻ്റെ മഹത്വത്തിൽ ആ ഇൽമ് മറ്റുള്ളവർക്ക് ചൊരിഞ്ഞു കൊടുക്കുക, അതിലൂടെ അവരും ഉയർന്ന അവസ്ഥയിലാവുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫൽ ഹയ്യാഉ ബിൽ ഇൽമി റുതുബത്തുൽ ഫിഖ്ഹി ഫിദ്ദീൻ. അതുകൊണ്ട് തന്നെ ഇൽമു കൊണ്ട് ജീവൻ വെപ്പിക്കുക എന്ന് പറയുന്നത് ദീനിൽ ആയമുള്ള അറിവുണ്ടാവുക എന്നതിൻ്റെ ഒരു മർത്തബയാണ്, ഒരു സ്ഥാനമാണ്. ഫസാറ ഫിഖ്ഹു ഫിദ്ദീൻ അക്മലുൽ മറാത്തിബ് വ അലാഹ. അതുകൊണ്ട് തന്നെ ദീനിൽ ആയമുള്ള അറിവുണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതമായ അവസ്ഥയും ഏറ്റവും പരിപൂർണമായ മർത്തബയുമാണ്. ഒമിൻ ഹുന എഹ്തസ്സ ഉലമാ അൽ ബാത്തിൻ. അതുകൊണ്ടാണ് ബാത്തിനിയായ ഉലമാക്കളെ പ്രത്യേകമാക്കുന്നത് ബിദലാലത്തി അലല്ലാഹ്, അള്ളാഹിലേക്ക് ക്ഷണിക്കുന്നതിൽ, വൽ ഹിദായ മാർഗദർശനം ചെയ്യുന്നതിലും, ത്വരീക്കിൽ മൗസൂലത്തിയിലെയും അള്ളാഹുലേക്ക് ചേരുന്ന വഴികൾ കാണിച്ചിരുന്നതിലും സുബ്ഹാനഹു തആല അദൂനായിരിക്കും മറ്റുള്ളവരിൽ നിന്ന്. അതായത് ഈ കാരണം കൊണ്ടാണ് അള്ളാഹിൻ്റെ ആരിഫീങ്ങളായ ഔലിയാക്കന്മാർക്ക് മറ്റുള്ളവരെ ലാഹിറായ ഉലമാക്കളിൽ നിന്ന് വിഭിന്നമായി അള്ളാഹിലേക്ക് ആളുകളെ ക്ഷണിക്കാനും അവൻ്റെ വഴി കാണിച്ചു കൊടുക്കാനും ഒക്കെ സാധിക്കുന്നത്. കാരണം അവർക്ക് ഓൾറെഡി ദീനിൽ ആയമുള്ളൊരവസ്ഥ ഉണ്ട്. ആ ദീനിൽ ആയമുള്ള അവസ്ഥ ഉള്ളതുകൊണ്ട് മറ്റുള്ളവരെയും അതിനെ രുചിപ്പിക്കാനും മറ്റുള്ളവരെയും അതിലേക്ക് പോകാനും അവർക്ക് സാധിക്കും. ഇത് അള്ളാഹിൻ്റെ ആരിഫീങ്ങളെ മാത്രം അവസ്ഥയാണ്. വദഖറഫി യവാഖത്തുൽ ജവാഹിർ. അതുകൊണ്ട് യവാഖത്തുൽ ജവാഹിറിൽ പറഞ്ഞിട്ടുണ്ട് അന്നമിൻ അഹ്തസമിൻ ഉലമാ അൽ ബാത്തിൻ, ബാത്തിനിയായ ഉലമാക്കളുടെ പ്രത്യേകതകളെക്കുറിച്ച്, അൻ ഐരിഹിം മറ്റുള്ളവരെ അപേക്ഷിച്ച്, ഇൽമുഹും ബി ത്വരീഖിൽ മൗസിലത്ത് ഇലൽ അമൽ ഇൽ കിതാബ് വ സുന്ന. അവരുടെ പ്രത്യേകത എന്താ? അവർ പരിശുദ്ധമായ കിതാബിനും സുന്നത്തിനും അനുസരിച്ച് അമൽ ചെയ്യുകയും എന്നിട്ട് അതിലേക്ക് അമൽ ചെയ്യുന്നത് എങ്ങനെ എന്ന് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ത്വരീഖത്തിൻ്റെ അഹലുകാർ, ആരിഫീങ്ങളായ ആളുകൾ യഥാർത്ഥത്തിൽ ആളുകളോട് നിങ്ങൾ അത് ചെയ്യരുതെന്ന് പറയുക മാത്രമല്ല ചെയ്യണത്, ആ ചെയ്യുന്നതിലൂടെ അവർ ആളുകളെ ആ പ്രവൃത്തിയിലേക്ക് എങ്ങനെ പോകണം എന്ന വഴി കൂടി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് അവരുടെ മാത്രം പ്രത്യേകതയാണ്. എങ്ങനെ ഈ വഴിയിലേക്ക് എത്താം, എങ്ങനെ അള്ളാഹുവിന് മഹബത്ത് വെക്കാം, എങ്ങനെ മാരിഫത്തിലേക്ക് യാത്ര ചെയ്യാം, എങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ജീവിതം ഉണ്ടാവാം, എങ്ങനെ ദുനിയാവിനോട് വിരക്തി ഉണ്ടാവാം, എങ്ങനെ ആഖിറത്തിനെ മാത്രം കൊതിക്കുന്ന അവസ്ഥ ഉണ്ടാവാം എന്നതിൻ്റെ വഴി കൂടി അവർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് ലാഹിറായ ഉലമാക്കൾ കാണിച്ചു കൊടുക്കൂല. ഇത് അവരുടെ മാത്രം പ്രത്യേകതയാണ്. കാല യവാഖത്തുൽ ജവാഹിറിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി തങ്ങൾ പറയാണ്, ഇതാ ഖുൽതുലഹും, നിങ്ങൾ സൂഫിയാക്കന്മാരോട് പറഞ്ഞാൽ, ഇത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ഈ ഒരു വാക്ക് നിങ്ങൾക്ക് ഇതാണ് ശരിക്കും സൂഫിയാക്കന്മാരല്ലാത്തവർ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. യഥാർത്ഥ സൂഫിയാക്കന്മാരോട് നിങ്ങൾ പറഞ്ഞാൽ,
മഖ്സദി അജ്ഹദ ഫി ദുനിയ, എൻ്റെ മഖ്സദ്, എൻ്റെ ആഗ്രഹം എന്താ അറിയോ? അജ്ഹദ ഫി ദുനിയ, ദുനിയാവിനെ തൊട്ട് വിരക്തി ഉണ്ടാവണം. ഞാൻ ദുനിയാവിൽ ഇങ്ങനെ കെട്ടിമറിയാണ്, എനിക്കിതൊക്കെ ഒന്ന് ഒഴിവാക്കണമെന്നുണ്ട്. ബൈസു ലാ യബ്ഖ ഇൻദഹു, എത്രത്തോളം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഒന്നും ബാക്കിയാവരുത്. മൈലുൻ ആദിയുൻ ഇലേഹ, അതിലേക്ക് ചെരിയുന്നൊരവസ്ഥ എനിക്കുണ്ടാവരുത്. ദുനിയാവിനെ തൊട്ട് ടോട്ടൽ വിരക്തി ഉണ്ടാകുന്നൊരവസ്ഥ, ദുനിയാവിലേക്ക് തിരിയുന്ന അവസ്ഥയേ ഉണ്ടാവരുത് എനിക്ക്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങളൊരു ആരിഫായ മനുഷ്യനോട് പറഞ്ഞാൽ. മറ്റൊരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്ക് തെറ്റ് ചെയ്യാൻ തോന്നുന്നു ചെയ്യരുത്, ആ ഒരവസ്ഥ എനിക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ ഞാൻ ദുനിയാവിനെ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഒഴിവായി പൂർണ്ണമായ അള്ളാഹു ആഖിറും മാത്രം എൻ്റെ ഹൃദയത്തിൽ നിറയണം. അങ്ങനെയൊക്കെ പറയുമല്ലോ നമ്മൾ. അങ്ങനെ നിങ്ങളൊരു ആരിഫായ മനുഷ്യനോട് പറഞ്ഞാൽ യഖൂലൂന ലക്, അവർ നിങ്ങളോട് പറയും അക്സർ ബി ദിക്രില്ലാഹി തആല, നിങ്ങൾ അള്ളാഹിൻ്റെ ദിക്ർ വർദ്ധിപ്പിക്കുകയും, ലൈലൻ വനഹാറൻ, രാത്രിയും പകലും അള്ളാഹിൻ്റെ ദിക്ർ വർദ്ധിപ്പിക്കുകയും, ഹത്താ യറഖി ഹിജാബുക്ക്, അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ അള്ളാഹു നിങ്ങളും തമ്മിലുള്ള മറ ഇങ്ങനെ നേർത്ത് തിന്നായി വരും, ചെറിയ മറയായിത്തീരും, മറ നീങ്ങും. ഫത്തു ദിരിക്കുല്ലാഹിറ, അങ്ങനെ നിങ്ങൾക്ക് ആഖിറത്തിനെ നിങ്ങൾ കണ്ടെത്തും. ബി ഐനി ബസീറത്ത്, നിങ്ങൾ ഉൾക്കാഴ്ച കൊണ്ട് നിങ്ങൾ ആഖിറത്തിനെ കാണും. വതന്ദുർ, നിങ്ങൾ നോക്കും. മാലിമൻ യസ്ഹദു ഫി ദുനിയ, ദുനിയാവിനെ ദുഹുദ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾക്ക് അങ്ങനെ കാണാൻ സാധിക്കും. ദുനിയാവിനെ ഒഴിവാക്കിയാൽ എന്താ അവിടെ കിട്ടണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മിന ദർജാതി വൻ നഈം, വലിയ ദർജകളിൽ നിന്നും അനുഗ്രഹങ്ങളിൽ നിന്നും പിന്നെ ആഖിറത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഫൈദാ റഅയ്ത ദാലിക്, അത് നിങ്ങൾ കണ്ടാൽ, സഹിദ്ത ലാ മഹാലത്ത് ഫി ദുനിയ, നിങ്ങൾ ദുനിയാവ് മുഴുവൻ ഉപേക്ഷിക്കും, അതിൽ സംശയമില്ല. വലോ കാലലക്ക ജുംഹൂറുന്നാസ്, ഇനി ജനങ്ങൾ മുഴുവൻ നിങ്ങളോട് പറഞ്ഞാലും, ഇറാബ്തു ഫി ദുനിയ ലാ തുസഇലൈഹിം, ഈ സൂഫിയാക്കന്മാരെ നോക്കണ്ട, പിന്നെ ആഖിറത്ത് നോക്കണ്ട, നീ ദുനിയാവിനെ നിങ്ങൾ കുതിച്ച് നടക്ക്, നമുക്ക് ദുനിയാവല്ല വേണ്ടേ, കുറച്ച് പൈസ അല്ല വേണ്ടേ, അതല്ല വേണ്ടേ, ഇത് വല്ല വേണ്ടേ എന്ന് ദുനിയാവിൻ്റെ ആൾക്കാരെ നമ്മളോട് പറഞ്ഞാലും നമ്മളതിലേക്ക് നോക്കൂല. ആ ഒരവസ്ഥ നമ്മളിൽ എത്തിച്ചേരുന്നു. അപ്പം നമ്മൾ ശൈഖിൻ്റെ അടുത്തേക്കൊക്കെ വന്നാൽ നമ്മളോട് പറയപ്പെടുന്നത് എന്താ? നമ്മൾ തെറ്റിലൊക്കെ മുഴുകി ജീവിക്കുന്ന ആളാണ്, എങ്ങനെങ്കിലും അതിൽ നിന്നൊക്കെ ഒഴിവാവണം, എനിക്ക് എങ്ങനെയെങ്കിലും അത് കിട്ടും. അപ്പോൾ സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? ഓഹോ അങ്ങനെയാണോ, എന്നാൽ നാളെ മുതൽ ഞാൻ തെറ്റ് ചെയ്യേണ്ട, തെറ്റ് ചെയ്യാൻ എനിക്ക് 100 പണിഷ്മെൻറ്റ് തരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേടിപ്പിക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരവ് പറയൂല, അവർ പറയും സാറില്ല, ഈ ദിക്ർ വർദ്ധിപ്പിക്കുക, സലാത്ത് ചൊല്ലി, അള്ളാഹുൽ മൊയ്ക്ക് പറ്റണ പോലെ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നമ്മൾ ഷെയ്ഖ് പറയുന്ന കാര്യങ്ങളിൽ ഇങ്ങനെ മൊയ്ക്കുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ ഷെയ്ഖ് ഇങ്ങനെ ആ ആത്മീയമായ കള്ളുണ്ടല്ലോ, അള്ളാഹിനോടുള്ള മഹബത്തിൻ്റെ കള്ള്, അതിങ്ങനെ കുറച്ച് ഒഴിച്ചു തരും. അങ്ങനെ ഒഴിച്ചു തന്നാൽ നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള മറകൾ ഇങ്ങനെ കുറച്ച് നീങ്ങിപ്പോവും. അള്ളാഹിനെ മഹബത്ത് വെക്കാൻ തുടങ്ങും, കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങും, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങും. അങ്ങനെ അള്ളാഹിനെയും അള്ളാഹിൻ്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് മറ്റിനോട് ഇഷ്ടം കുറയും, പിന്നെ തെറ്റി നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല. പിന്നെ ദുനിയാവുള്ള ആൾക്കാർ മുഴുവൻ അത് ചെയ്യണം എന്ന് നമ്മളോട് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവില്ല, വേണ്ടാന്നേ തോന്നുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ അള്ളാഹുവിൻ്റെ മഹബത്ത് അനുഭവിച്ചു. അള്ളാഹിൻ്റെ മഹബത്ത് അനുഭവിച്ചാൽ പിന്നെ അതിൽ മുഴുകാനല്ലേ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ ഇത് വളരെ പ്രയാസമുള്ള കാര്യമോ. ചില ആൾക്കാർ ഇങ്ങനെ തഹജ്ജുദ് എത്രയോ കാലം നിസ്കരിച്ച് എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റണം. എങ്ങനെ ഇപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റാൻ കുറച്ച് കഷ്ടപ്പാട് എല്ലാം നമ്മളോട് മശായിഖന്മാർ പറയാം. ഓക്കെ, നീ ദിക്റിൽ ചൊല്ലി, ഇബാദത്ത് വർദ്ധിപ്പിക്കുക, ഈ ദിക്ർ ചൊല്ലിക്കോ, പിന്നെ ഹിദ്മത്ത് വർദ്ധിപ്പിക്കുക, ഇതിലൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായി നിങ്ങൾക്ക് അള്ളാഹിനോട് മഹബത്ത് വർദ്ധിക്കും. മഹബത്ത് വർദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉറങ്ങാൻ പറ്റുക? അള്ളാഹു രാത്രി കാലങ്ങളിൽ ഏഴാനാകാശത്ത് നമ്മളിലേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ മഹബത്തിൻ്റെ ഇറക്കം, അള്ളാഹിൻ്റെ സ്വീകാര്യതയുടെ ഇറക്കം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും? നിങ്ങൾ കൂടുതൽ അടുക്കല്ല ചെയ്യുക. അത് അനുഭവിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉറങ്ങുമോ? അത് ആസ്വദിച്ചാൽ നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുമോ? പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് പിന്നെ തഹജ്ജുദ് നിസ്കാരം എണീക്കുന്നത് മാത്രമല്ല, അത് നിർത്താൻ നിങ്ങൾ ആൾക്കാർ മുഴുവൻ പറഞ്ഞാലും നിർത്താൻ നിങ്ങൾക്ക് തോന്നില്ല. അത് നിർത്താനുള്ള സാഹചര്യങ്ങൾ മുഴുവൻ നിങ്ങളുടെ മുമ്പിൽ വെളിവായാലും നിങ്ങളതിൽ നിന്ന് മാറി നിൽക്കില്ല. കാരണം നിങ്ങൾക്ക് വെളിവായി മനസ്സിലായി ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുപോലെ നിങ്ങൾ ഖുർആൻ ഓതാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, എല്ലാ ആഴ്ചയും ഖുർആൻ ഖത്തം തീർക്കണം, 3 ദിവസം കൂടുമ്പോൾ ഖത്തം തീർക്കണം, ഖുർആൻ ഇങ്ങനെ ഓതി ഞാൻ ജീവിക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത്. സംഭവമൊക്കെ എങ്ങനെ നമ്മൾ ആഗ്രഹം. ഈ ആഗ്രഹങ്ങൾ മശായിഖന്മാരോട് പറഞ്ഞാൽ അവരെന്താ ചെയ്യുക? ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ദിക്റൊക്കെ ചൊല്ലിക്കൊള്ളി, ഹിദ്മത്ത് വർദ്ധിപ്പിക്കുകയും ജമാഅത്തിലൊക്കെ സ്ഥിരമായി നിൽക്കുകയും നമ്മളോട് ഷെയ്ഖ് പറഞ്ഞ കാര്യങ്ങൾ മുഴുകി നടക്കുകയും വേറൊന്നും ചെയ്യേണ്ട. കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായി ഹൃദയത്തിലേക്ക് ഇങ്ങനെ ആ മഹബത്തിൻ്റെ കള്ളിങ്ങനെ ഒഴിക്കപ്പെടും. നമ്മളിങ്ങനെ ആ സാക്ഷ്യം വയ്ക്കും,
ആ കള്ളിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹിൻ്റെ കലാം ഓതുന്നതിനേക്കാളും ആസ്വാദകരമായി വേറെ എന്താ നമുക്ക് ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. അതിനേക്കാൾ ആസ്വാദകരമായി ഒന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇത്ര ഓതൂലേ? ഓതിയാൽ മതി വരുമോ? നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളോട് സംസാരിക്കണത് നമുക്ക് അവർ മഹബത്തുണ്ട്, നമ്മൾ അത് സംസാരിക്കാൻ കേൾക്കാതിരിക്കുമോ? അത് നമുക്ക് ബുദ്ധി ഇല്ലാതിരിക്കണം കേൾക്കാതിരിക്കണമെങ്കിൽ. അപ്പം നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും. നിസ്കരിക്കുമ്പോൾ ഹുശൂ കിട്ടണം നമ്മൾ ഭയങ്കര ആഗ്രഹിക്കുന്നു. എങ്ങനെ ഹുശൂ കിട്ടുക? അപ്പോൾ മശായഖന്മാർ പറയും ഈ ദിക്റിലേക്കോ ഇതോ വർദ്ധിപ്പിച്ചോ ഹിദ്മത്ത് വർദ്ധിപ്പിച്ചോ അത് ചെയ്തോ എന്നൊക്കെ പറയും. നമ്മൾ വിചാരിക്കും ഇതെന്ത് ഞാൻ പറഞ്ഞത് നിസ്കാരത്തിൻ്റെ ഹുശൂ അല്ലേ, നിങ്ങൾ പറയുന്നത് വേറെ എന്തോ അല്ലേ? അല്ലല്ല, ഓര് പറയുന്നത് വേറെ എന്തോ ആയിരിക്കും, പക്ഷെ അത് ചെയ്തോ. അത് ചെയ്താൽ പതിയെ പതിയെ അള്ളാഹിനോടുള്ള മഹബത്ത് വർദ്ധിക്കും. അള്ളാഹിൻ്റെ മഹബത്ത് വർദ്ധിക്കും. പിന്നെ നിസ്കാരം നമുക്ക് നിർത്താൻ തോന്നില്ല. പ്രവാസങ്ങൾ പറഞ്ഞ ഖുറത്ത് ഐനി ഫിസല, എൻ്റെ കൺകുറമ നിസ്കാരത്തിലാണ്. നമ്മൾ അള്ളാഹുവിനോടുള്ള മുനാജാത്ത് നമുക്ക് അനുഭവപ്പെടും. പിന്നെ നമുക്ക് നിസ്കരിക്കാനുള്ള മടുപ്പുണ്ടാവില്ല. എത്ര നിസ്കരിച്ചാലും മതി വരില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് പിന്നെ നിസ്കാരം ഹറാമായ വക്ത് വരുമ്പോൾ എന്താ ഇപ്പോൾ നിസ്കരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന ചിന്തയായിരിക്കും നമുക്ക് ഉണ്ടാവുക. നിസ്കാരത്തിൻ്റെ ലത്തത്ത് അതിൻ്റെ ആസ്വാദനം കിട്ടിയിട്ട് നമുക്ക് നിസ്കാരം നിർത്താൻ പറ്റാത്തൊരവസ്ഥ. ഇതൊന്നും പ്രയാസമല്ല. ഈ പ്രയാസമായിട്ട് നമുക്ക് തോന്നുന്നത് നമ്മൾ ആ നഫ്സിൻ്റെ ലോകത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. ഇതൊക്കെ ഏറ്റവും എളുപ്പമായ കാര്യങ്ങളും ദീൻ വളരെ എളുപ്പമായ കാര്യങ്ങളാണ്. മശായിഖന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എളുപ്പമായ കാര്യങ്ങളിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ട് തന്നെ ആരിഫ്യങ്ങളോട് ആണ് ഷെഹ്റാൻ ഇമാം പറഞ്ഞത്, ആരിഫ്യങ്ങളോട് നിങ്ങൾ ഈ വഴിയൊക്കെ ചോദിച്ചാൽ ഒരു വളരെ സിമ്പിളായി കുറച്ച് ദിക്റിലേക്കെന്ന് പറയും, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്തോന്ന് പറയും, ഈ നിബന്ധനകളൊക്കെ പാലിച്ചോന്ന് പറയും. നിങ്ങൾ ചോദിച്ചോ ഒന്നും ഒരു പറയുന്നത് വേറെ ഒന്നുമായിരിക്കും. സാരല്ല, ഒരു പറയുന്നതിൽ നിങ്ങൾ ജീവിച്ചോ, കുറേ കഴിയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് തുറന്നു വരും. ആഖിറത്തിനോടുള്ള ആഗ്രഹങ്ങൾ വർദ്ധിക്കുമെന്ന് പറയുന്നു. കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് ആഖിറങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ തെളിയുന്നൊരവസ്ഥയിലേക്ക് ഉണ്ടാവും. പിന്നെ ദുനിയാവ് ഇത്ര ഷോർട്ടാണ്, 2 ദിവസമുള്ളല്ലോ എന്ന് തോന്നിപ്പോവും, അതുമില്ലാന്ന് തോന്നിപ്പോവും. പിന്നെ ഇങ്ങനെ ഈ 2 ദിവസത്തെ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ജീവിക്കുക, ഇതിലെന്താ ഇപ്പോൾ ഉള്ളത്? എങ്ങനെങ്കിലും ഇതൊക്കെ കഴിഞ്ഞു പോട്ടെ ആഗ്രഹിക്കുള്ളൂ. ഇവിടെ കുറേ കെട്ടി പടുക്കാനും ഇവിടെ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കാനും നിങ്ങൾ ശ്രദ്ധിക്കില്ല. അതൊക്കെ എന്താ കാര്യമുള്ളത് എന്ന് ചിന്തിക്കും. എന്താ ആഖിറത്തിലേക്കുള്ള മറകൾ നിങ്ങൾക്ക് നേരത്തെ വരുമ്പോൾ. അതിനാണ് മശായിഖന്മാർ ചെയ്യുക. ഇനി ഇതാണ് മശായിഖന്മാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം. കാലം വലു അന്നക ഖുൽതു ദാലിക ലിൽ ആലിം. എന്നാൽ നിങ്ങൾ ഇതേ ചോദ്യം എനിക്ക് ദുനിയാവിനോടൊന്നും ആഗ്രഹം വേണ്ട, എനിക്ക് തെറ്റുകളിലൊന്നും ആഗ്രഹം വേണ്ട, എനിക്ക് അതിനൊക്കെ രക്ഷപ്പെടണം, എനിക്ക് നന്നാവണം എന്ന് ഒരു ആലിമിനോട് നിങ്ങൾ ചോദിച്ചാൽ, ബാഹ്യമായ ഇൽമ മാത്രമുള്ള ഒരു ആലിമിനോട് നിങ്ങൾ ചോദിച്ചാൽ, ഐ ബി ഇൽമി ളാഹിർ ഫഖത്ത്, അതായത് ബാഹ്യമായ ഇൽമ മാത്രമേ അവർക്കുള്ളൂ, ആ ആളുകളോട് നിങ്ങൾ ചോദിച്ചാൽ ലഖാല ലഖ്, അദ്ദേഹം നിങ്ങളോട് പറയും ഇന്നല്ലാഹ അമറക്ക്, അള്ളാഹ് അത് കൽപ്പിച്ചാണ്, അൻ തസ്ഹദ്, അത് ഒഴിവാക്കണമെന്ന്, ഫദ്ഹദ്, അതുകൊണ്ട് ഒഴിവാക്കിക്കോ, അത്ര പോലും പറയൂ. വലാ തഹദി ഇലാ ത്വരീഖിൽ മഅ്സൂലത്തി ഇലാ ദാലിക്, എങ്ങനെ അത് എത്തിച്ചേരാന്ന് അവർക്ക് പറയാൻ പറ്റില്ല. എനിക്കെന്നിങ്ങനെ ചെയ്യുക, അതല്ല ചെയ്യരുത് പറഞ്ഞല്ലേ, ചെയ്യരുത്. എങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കണം, അത് നിസ്കരിക്കാൻ പറയല്ലേ, നിസ്കരിക്കും. അപ്പോൾ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പറയാം മര്യാദയ്ക്ക് നിസ്കരിച്ചോണ്ടി, നാളെ മുതൽ ഞാൻ എന്നോട് മുണ്ടണമെങ്കിൽ നിസ്കരിക്കണം, അപ്പോൾ നിസ്കരിക്കുക ചൊല്ല്, ഇതാക്ക്, ഇത് മാത്രമേ അവർക്ക് പറയാനുണ്ടാവുള്ളൂ. അവർക്ക് അതിനുള്ള വഴി കാണിച്ചു തരാനുണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ കിടന്ന് മരിക്കും, എന്തോ കഷ്ടപ്പാട് വീണ്ടും കഷ്ടപ്പാടെന്നല്ല, നമുക്കൊന്നും ഫീൽ ചെയ്യില്ല. എന്തായി പറയണത് മനസ്സിലാവില്ല. ആഗ്രഹത്തിന് ആഗ്രഹിക്കണം എന്ന് പറയും, ആഗ്രഹിക്കുക, വേറെ ഓപ്ഷൻ്റെ ആഗ്രഹിക്കുക എന്ന് പറയും. കുറച്ച് കഴിഞ്ഞ് നമ്മൾ പോകുന്നതനുസരിച്ച് ആഗ്രഹം കുറഞ്ഞ് വരിക, ദുനിയാവ് ആഗ്രഹം കൂടിയും വരുന്നു. തെറ്റുകൾ ഒഴിവാകണം നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ പണ്ഡിതനോട് ഇപ്പോൾ പറഞ്ഞാൽ ഒഴിവാകണം നിർബന്ധമല്ല, ഈ എങ്ങനെ തെറ്റ് ചെയ്യുക, ഇത്ര വലിയ പാപിയാണോ നീ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ അതോ കുടുങ്ങിയല്ലോ നമ്മൾ പറഞ്ഞതെന്ന് പറയുന്ന രൂപത്തിലാവും. ലാസ്റ്റ് നമുക്കത് വീണ്ടും ചെയ്യാനുള്ള ആഗ്രഹം മാത്രമേ വർദ്ധിക്കുന്നുള്ളൂ. ലാസ്റ്റ് അയാൾ തന്നെ ഓടിയ കല്ലുന്നൊരവസ്ഥയ്ക്ക് ഉണ്ടാവുക. എന്തുകൊണ്ടായത്? അവർക്ക് അതിൻ്റെ വഴി കാണിച്ചു തരാൻ പറ്റില്ല. അവർ തിയറി മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ആ തിയറി എങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേരുക, എങ്ങനെ അള്ളാഹിൻ്റെ മഹബത്ത് ഉണ്ടാവണം, മഹബത്തിൽ അള്ളാഹ് പറഞ്ഞാൽ എങ്ങനെ അനുസരിക്കണം, അതിലെങ്ങനെ ജീവിക്കണം എന്നൊന്നും അവർക്ക് അറിയില്ല. അവർക്ക് അതിനുള്ള വഴി അവർക്ക് കിട്ടിയിട്ടില്ല. ആ മഹബത്ത് നമ്മളെ ഹൃദയത്തിൽ ഒഴിച്ചു തരാൻ അവരുടെ അടുത്ത് ആ പാത്രവും കള്ളമൊന്നുമില്ല. ഉണ്ടെങ്കിലല്ലേ ഒഴിച്ചു തരാൻ പറ്റൂ. വലായ ഹദി ഇലാ ത്വരീഖിൽ മഅ്സൂലത്തിലേക്ക്, അതുകൊണ്ട് തന്നെ ആ വഴിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോരാനുള്ള വഴി അദ്ദേഹത്തിന് കാണിച്ചു തരാൻ കഴിയില്ല. ഫഹുക്കുമുഹു ഹുക്കുമത്ത് തബീബ്, അദ്ദേഹത്തിൻ്റെ ഉദാഹരണം, അദ്ദേഹത്തിൻ്റെ വിധി ഏതുപോലെ അറിയാം? ഹുക്കുമത്ത് തബീബ്, ഒരു ഡോക്ടറെ പോലെയാണ്. യഹ്ഫദു കിതാബൻ ഫി തിബ്, ആ ഡോക്ടർ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ മെഡിസിനെ പറ്റിയുള്ള പുസ്തകം മുഴുവൻ മനപ്പാടാക്കിയിട്ടുണ്ട്. വലാ യഅരിഫു കൈഫിയ്യത്തെ ഇലാജുൽ മർദ്, പക്ഷേ എങ്ങനെയാണ് ഡോക്ടർ ഒരു രോഗിനെ ചികിത്സിക്കുകയെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഈ പിന്നെ മെഡിസിൻ്റെ ബുക്ക് മൊത്തം മനപ്പാടാക്കിയാൽ രോഗിനും അങ്ങനെ ചികിത്സിക്കാൻ മനസ്സിലാവുമോ? ഇല്ലല്ലോ. അതേപോലെയാണ് ഇങ്ങനത്തെ ഒരു ആലിം, അദ്ദേഹം മൊത്തം പഠിച്ചു വെച്ചിട്ടുണ്ട് ഖുർആനും സുന്നത്തൊക്കെ, പക്ഷേ എങ്ങനെ ചികിത്സിക്കേണ്ടതെന്ന് അറിയില്ല. അത് എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കേണ്ടത്, ഏത് ആളുകൾക്കാണ് ഇത് ബാധകമാവുന്നത്, ഏത് ആളുകൾക്കാണ് അത് ബാധകമാവുന്നത്,
ഇത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ വെക്കണം അതൊന്നും അവർക്ക് അറിയില്ല. അത് ആരിഫീങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ.